Ready? Hello dear students, +2 Nios English marathon നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. മെഗാ മാരത്തോൺ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് അധികം ടൈം ഇല്ല അല്ലേ? എന്നാ എക്സാം നാളെയാണ് എക്സാം അല്ലേ? നാളെയാണ് എക്സാം. അപ്പൊ എല്ലാവരും റെഡി ആണോ? ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവരും റെഡി ആണോ? ഇത് ജസ്റ്റ് ക്ലാസ് ആയിട്ട് കണ്ടുപോകരുത് കേട്ടോ. ഇതിലൂടെ നമ്മൾ പഠിച്ചു പോകാൻ പോവാണ്. ഓക്കെ, ഈ ഒരു ക്ലാസ്സോട് കൂടെ നിങ്ങൾ പഠിച്ച് ഈ ഒരു ഇംഗ്ലീഷ് കംപ്ലീറ്റ് പഠിച്ച് നാളെ നേരെ പോയി എക്സാം എഴുതിയാൽ മതി. ആ രീതിയിൽ നമ്മൾ പഠിച്ച് സെറ്റ് ആക്കി വെക്കണം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ക്ലാസ് കണ്ടത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പഠിക്കാൻ ഇരിക്കാനൊന്നും ടൈമില്ല. നമുക്ക് രാത്രിയായി, നാളെയാണ് എക്സാം. അപ്പൊ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അധികം ടൈം വഹിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. യെസ്, അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മളെ ചാപ്റ്റർ ഏതാണ്? മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ബൈ കമലാദാസിന്റെ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്റർ അല്ലെ, നമ്മുടെ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ എപ്പോഴും ഒരു ഫീലിംഗ് ആണ്, ഒരു നൊസ്റ്റാൾജിയ, മെമ്മറി അല്ലെ. നമുക്ക് നമ്മൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരിൽ ഒന്നാണ് നമ്മളെ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് അല്ലെ, നമ്മളെ ഗ്രാൻഡ് മദർ. അപ്പൊ ഈ ഗ്രാൻഡ് മദറോടുള്ള സ്നേഹം കാണിക്കുന്ന, ആ ഒരു ഗ്രാൻഡ് മദർ നഷ്ടപ്പെട്ടു പോയുള്ള വേദന കാണിക്കുന്ന, ആ ഒരു സാഡ്നെസ്, ലോൺലിനെസ് കാണിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. ഓക്കെ, മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. കമലാദാസ് ഇങ്ങനെ ആലോചിക്കുകയാണ്, പണ്ട് എൻ്റെ മുത്തശ്ശിയുള്ള കാലത്തിലെ ഞാൻ എത്ര ഹാപ്പി ആയിരുന്നു, എനിക്ക് സ്നേഹം തരാൻ ഒരാളുണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് ആരുമില്ല, ഇപ്പൊ ഞാൻ സ്നേഹത്തിന് വേണ്ടി അലയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു പോമാണ് നമുക്ക് പഠിക്കാനുള്ളത്. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, അതൊരു പോമാണെന്നുള്ള ഓർക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് സ്റ്റോറി എന്നൊന്നും പറഞ്ഞ് ക്വസ്റ്റൻ ആൻസർ എഴുതി വെക്കരുത് കേട്ടോ. യെസ്, അപ്പം സമ്മറി ഓഫ് ദ പോം നമുക്ക് നോക്കാം. ദിസ് പോം ഇസ് എ ബ്യൂട്ടിഫുൾ മെമ്മറി ഓഫ് പോയിറ്റ്സ് ചൈൽഡ്ഹുഡ് മെമ്മറി ആണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അതായത് മരിച്ചുപോയി, ഗ്രാൻഡ് മദർ ഉള്ള കാലത്ത് അദ്ദേഹം, ആ ഒരു ലേഡി എന്തൊക്കെ സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്. ഐ മീൻ ഇല്ലാത്തതുകൊണ്ടുള്ള സ്ട്രഗിൾ അല്ലെ, ഗ്രാൻഡ് മദർ ഇല്ലാത്തതുകൊണ്ട് തന്നെ എത്രത്തോളം വിഷമത്തിലാണ്, എത്രത്തോളം ലോൺലിനെസ് അനുഭവിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. കമലാദാസ് റിമെമ്പേഴ്സ് ഹർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എ പ്ലേസ് where she once received pure love and care അല്ലെ. ഒരു കാലത്ത് ഒരുപാട് സ്നേഹവും ഒരുപാട് കെയറും കിട്ടിയിരുന്ന ഒരു വീടായിരുന്നു ആ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്നത്. ഇപ്പൊ ആ വീടിന് എന്ത് പറ്റി? ആ വീട്ടിൽ ആരുമില്ല, ഗ്രാൻഡ് മദറും ഇല്ല, ആ വീടാകെ മൊത്തം ശൂന്യമായി നിൽക്കുക അല്ലെ, വളരെ ലോൺലി ആയിട്ട് ഭയങ്കര ഡാർക്കായി നിൽക്കുക. അവിടെ ആരുമില്ല, ആ വീട്ടിൽ ഇപ്പൊ ആരുമില്ല, നോക്കി നടത്താൻ ആളില്ല, ഗ്രാൻഡ് മദർ മരിച്ചു പോയിട്ടുണ്ട്. ആഫ്റ്റർ ഹർ ഗ്രാൻഡ് മദർ ഡൈഡ് ദ ഹൗസ് ബിക്കം സൈലന്റ് ആൻഡ് ലൈഫ്ലെസ്. ഗ്രാൻഡ് മദറിന്റെ മരണത്തിന് ശേഷം വീട് ലൈഫ്ലെസ് ആയി. വേർഡ്സ് ശ്രദ്ധിക്കട്ടോ, സൈലന്റ് ആൻഡ് ലൈഫ്ലെസ്. ഇതൊക്കെയാണ് നിങ്ങൾ എക്സാമിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേർഡ്സ്. അതാണ് മിസ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. ദ പോയറ്റ് ഫീൽസ് ഡീപ് സാഡ്നെസ്. പോയറ്റിന്റെ ഫീലിംഗ് എന്താണെന്ന് ചോദിക്കും. പോയറ്റിന്റെ ഫീലിംഗ് എങ്ങനെയാണ്? ഡീപ് സാഡ്നെസ്, ഭയങ്കര വിഷമാണുള്ളത്. ഓക്കെ, ഡീപ് സാഡ്നെസ് ആണ്. ആൻഡ് എംപ്റ്റിനെസ് ബിക്കോസ് ഷീ ലോസ് ബോത്ത് ഹർ ഗ്രാൻഡ് മദർ ആൻഡ് ദ വാർമത്ത് ഓഫ് ദാറ്റ് ഹൗസ്. അപ്പോൾ ഗ്രാൻഡ് മദറിന്റെ മരണത്തിന് ശേഷം എന്തൊക്കെ നഷ്ടപ്പെട്ടു? ആ ഒരു സ്നേഹം അല്ലെ, ആ സ്നേഹം നൽകി, ആ വീടിന്റെ ആ ഒരു വാർമത്ത് നഷ്ടപ്പെട്ടു. അപ്പൊ ഇതെല്ലാം എന്താണ്, നമ്മളെ പോയറ്റിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. യെസ്, she imagined going back to that house again to look through the windows. അപ്പോൾ ഈ ഒരു കമലാദാസ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതായിട്ടും ആ വീട്ടിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ആ ഒരു വിൻഡോസിന്റെ അവസ്ഥ എന്തായിരിക്കും? അതിനുള്ളോട്ട് നോക്കുമ്പോൾ ഫുൾ ഡാർക്ക്നെസ് മാത്രമാണ് അല്ലെ. ലിസൺ ടു ദ സൈലന്റ് ഓഫ് എയർ ആൻഡ് ബ്രിങ് ബാക്ക് എ ഹാൻഡ്ഫുൾ ഓഫ് ഡാർക്ക്നെസ് ആസ് മെമ്മറി. അതായത് ഞാൻ തിരിച്ചു വരുമ്പോൾ, ആ വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ എനിക്ക് കൊണ്ടുവരാനുള്ള ഒരു ഹാൻഡ്ഫുൾ ഓഫ് മെമ്മറീസ് അല്ലെ, ഡാർക്ക് മെമ്മറീസ് ആണ്. ആ ഒരു കാലഘട്ടത്തിൽ ചെറുപ്പകാലത്തിൽ ചൈൽഡ്ഹുഡിൽ ഉണ്ടായ മെമ്മറീസ് മാത്രമേ എനിക്ക് അവിടെ നിന്ന് കൊണ്ടുവരാൻ എന്നാ പറയുന്നത്. അതായത് ഇപ്പൊ ആ വീട് എന്താണ്, കംപ്ലീറ്റ്ലി എംപ്റ്റി ആണ്, അവിടെ ആരുമില്ല. ആ ഒരു ഹൗസ് ഇപ്പം കംപ്ലീറ്റ് എന്താ പറയുക, ഒരു ഡാർക്ക് അറ്റ്മോസ്ഫിയർ ആയി നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഷീ കമ്പയർസ് ഹർ ലോൺലിനെസ് നൗ ടു എ ബെഗർ ആസ്കിംഗ് ഫോർ ലവ്. അതേപോലെ തന്നെ നമ്മളെ കമലാദാസിന്റെ ഒരു അവസ്ഥ എന്താ പറയുന്നത്? ഇപ്പൊ ഒരു ബെഗറെ പോലെയാണ് ഞാൻ. ബെഗർ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഇങ്ങനെ പൈസ ഇല്ലാത്തതുകൊണ്ടുള്ള ബെഗറാണോ? അതല്ല, അതായത് ഈ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു ബെഗറായി മാറിയിട്ടുണ്ട് ഞാൻ എന്നാണ് പറയുന്നത്. ആസ്കിംഗ് ഫോർ ലവ്, ഷോയിങ് ഹൗ എംപ്റ്റി ഹർ ലൈഫ് ഹാസ്. അപ്പൊ എന്റെ ജീവിതം ഇപ്പൊ എത്രത്തോളം എംപ്റ്റി ആയില്ലേ, എനിക്ക് ആ ഒരു ഗ്രാൻഡ് മദർ അല്ലേ. ഏറ്റവും കൂടുതൽ നമ്മളെ വളരെ ഇന്നസെന്റ് ആയിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മളെ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ എന്താ പറയുക, ഒരു കളങ്കവും ഇല്ലാത്ത സ്നേഹമാണ് നമ്മളെ ഗ്രാൻഡ് മദറിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന സ്നേഹം. യെസ്, അപ്പോൾ വളരെ സ്നേഹം, ആ ഒരു സ്നേഹം എനിക്കിപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഓരോ വാതിലും പോയി മുട്ടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ മുട്ടുന്നത്? ആ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടി, ആ ഒരു കെയർ കിട്ടാൻ വേണ്ടി, ആ ഒരു ലവിന് വേണ്ടി ഞാൻ ഓരോ വാതിലും പോയി ഒരു ബെഗറെ പോലെ അലയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു സമ്മറി ക്ലിയർ അല്ലേ? ഇപ്പൊ ഈ ഒരു പോയത്തിലുള്ള തീംസ് ആണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. യെസ്, ലവ് ആൻഡ് ലോസ്. ഒന്നാമത്തെ തീം എന്താണ്? ലവ് ആൻഡ് ലോസ് ആണ്. ലവ് ആൻഡ് ലോസ്, സ്നേഹവും അതേപോലെ നഷ്ടപ്പെട്ട ആ ഒരു സ്നേഹം നഷ്ടപ്പെട്ടതിന്റെ വേദന നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ലോൺലിനെസ് ആണ് അല്ലെ, ഒറ്റപ്പെടൽ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ.
നമ്മളെ കമലാദാസ് ആ ഒരു സ്നേഹം കിട്ടാതെ ആകെ ഒറ്റപ്പെട്ടിട്ടുണ്ട്. പിന്നെ മെമ്മറി ആൻഡ് നൊസ്റ്റാൾജിയ, നമുക്ക് ചെറിയ പണ്ട് കാലത്തെ പറ്റി ഓർക്കുമ്പോൾ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഗ്രാൻഡ് മദർ വീട്ടിൽ പോയ ആ ഒരു കാലഘട്ടം നോക്കുമ്പോൾ ഒരുപാട് നൊസ്റ്റാൾജി ഉണ്ട്. ആ ഒരു എലമെന്റ്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പിന്നെ ഇമോഷണൽ എംപ്റ്റിനെസ്, അതായത് ഇപ്പം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണ് ഇമോഷണൽ, അതായത് കമലാദാസിന് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണ് ഇമോഷണൽ എംപ്റ്റിനെസ് അല്ലെ. ഇപ്പൊ ആ ഒരു സ്നേഹം പങ്കിടാനോ സ്നേഹം തരാനോ ഒന്നും ആരുമില്ല. അപ്പൊ ഒരു ഇമോഷണൽ എംപ്റ്റിനെസ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ എപ്പോഴും ശ്രദ്ധിക്കണം ഇതിന്റെ ടോൺ, നമ്മൾ ഈ അപ്രിസിയേഷൻ ഒക്കെ എഴുതുന്ന സമയത്ത് ഇതിന്റെ ടോൺ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എഴുതണം. എന്താണ് ഇതിന്റെ ടോണ്? സാഡ്, നൊസ്റ്റാൾജിക്, ഇമോഷണൽ. അതായത് ഇതൊരു ഹാപ്പി എൻഡിങ് അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു പോം അല്ല. ഈ ഒരു പോം ഭയങ്കര സാഡ് ആണ് അല്ലെ. ഈ ഒരു പോം ഭയങ്കരമായിട്ട് വിഷമമുള്ള ഒരു, അതായത് എന്റെ മുത്തശ്ശി മരിച്ചുപോയി, ആ വീടാകെ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ പറയുമ്പോൾ വിഷമാണ് അല്ലെ. അപ്പൊ സാഡ് ആണ്, നൊസ്റ്റാൾജിക് ആണ്, ഇമോഷണൽ ആണ്. ക്ലിയർ ആണോ മക്കളെ? യെസ്. അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കാണ് കേട്ടോ. യെസ്. ഇനി അടുത്തതായിട്ട് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. നോക്കാം. വാട്ട് ഡസ് ദ ഫ്രേസ് മൈ ബ്ലഡ് ടേൺ കോൾഡ് ലൈക്ക് ദി മൂഡ്, അതിലുള്ള ഒരു ലൈൻ ആണ്, നമ്മുടെ പോയത്തിലുള്ള ഒരു ലൈൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. എന്താണ് മൈ ബ്ലഡ് കോൾഡ് ലൈക്ക് ദ മൂൺ എന്നാണ് പറയുന്നത്. ടേൺ കോൾഡ് ലൈക്ക് ദി മൂൺ എന്നാണ് പറയുന്നത്. അതായത് ചന്ദ്രന് തണുത്തിരിക്കുക, അതായത് ചന്ദ്രൻ നമ്മൾ രാത്രി പൊതുവെ തണുപ്പാണല്ലോ. അപ്പൊ നമ്മൾ അതായത് ചന്ദ്രൻ രാത്രി തണുപ്പാണ്. അപ്പൊ ആ ഒരു തണുപ്പ്, അതായത് തണുപ്പ് എന്തായി മാറിയിട്ട് ആ ഒരു തണുപ്പാണ് എന്റെ ബ്ലഡിന് ഇപ്പൊ എന്നാ പറയുന്നത്. എന്റെ ബ്ലഡ് ആ മൂണ് പോലെ തണുത്ത് പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെന്താണ് മീൻ ചെയ്യുന്നത്? നമ്മളെ ബ്ലഡിന്റെ യഥാർത്ഥത്തിൽ ബ്ലഡ് എങ്ങനെയാണ്? തണുത്തിട്ടാണോ? അല്ല, കുറച്ചൊരു വാം ആണ് അല്ലെ, കുറച്ചൊരു ചൂടാണ്. അപ്പൊ ഇറ്റ് ഷോസ് ദ പോയിന്റ് സാഡ്നെസ് ആൻഡ് ലോസ്. ഓക്കെ, അപ്പൊ ഈ ഒരു തണുത്ത് എന്റെ രക്തമൊക്കെ തണുത്തു പോയി അല്ലെ, തണുത്ത് മരവിച്ചു പോയി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? സാഡ് ആൻഡ് ലോസ് ഓഫ് ലവ് ആണ്, ലോസ് ഓഫ് വാംത്ത് അല്ലെ. അതിന് ആ ചൂട് നഷ്ടപ്പെട്ടു പോയി. ബിക്കോസ് ഓഫ് സാഡ്നെസ്, ആ ഒരു സങ്കടം കാരണം ഷി ലോസ് ദ വാംത്ത് ഓഫ് ഹർ ബ്ലഡ്. ഓക്കെ. After her grandmother's death, the moon's coldness represent her emotional emptiness. അതേപോലെ ആ മൂണിന്റെ കോൾനെസ് എന്ന് പറയുന്നത് അല്ലെ, മൂണിന്റെ തണുപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഇമോഷണൽ എംപ്റ്റിനെസ് ആണ് കാണിക്കുന്നത്. നമ്മുടെ പോയറ്റിന്റെ ആ ഒരു ഇമോഷണൽ എംപ്റ്റിനെസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ പോയറ്റ് സാഡ്നെസ് ആണ് ഇതിലൂടെ ഈ ബ്ലഡ് കോൾഡ് ആയി പോയി എന്നത് പറയുന്നത് എന്താണ്? ഇമോഷണൽ സാഡ്നെസ്, അതായത് നമ്മുടെ പോയറ്റ് ആകെ സാഡ് ആണെന്ന് കാണിക്കുന്ന ആ ലൈനാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ക്യാരക്ടർ സ്കെച്ച് വരുമെന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, ക്യാരക്ടർ സ്കെച്ച് വരും. കമലാദാസിന്റെ ഈ ഒരു പോയത്തിൽ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാനില്ല, പക്ഷെ ഇനി വരുന്ന ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ മിസ് പറയാട്ടോ ക്യാരക്ടർ സ്കെച്ച് വരുമെന്ന്. യെസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ലൈൻ ഐ ഹു ഹാവ് ലൂസ് മൈ വേ ആൻഡ് ബെഗ് നൗ അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോർ ടു റിസീവ് ലവ്? ഇപ്പൊ ഞാനാണ് സ്നേഹം നഷ്ടപ്പെട്ട് നിൽക്കുന്നത് അല്ലെ. അത് കമലാദാസ് പറയാണ്, എനിക്കിപ്പോ സ്നേഹം കിട്ടാനില്ല, ഞാൻ ഓരോ വാതിലും പോയി മുട്ട. എന്തിനു വേണ്ടിയിട്ടാ? സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ വാതിലും പോയി മുട്ട എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെന്താണ് മീൻ ചെയ്യുന്നത്? ഇറ്റ് മീൻസ് ദ പോയറ്റ് ഫീൽസ് ലോസ്റ്റ് ഇൻ ലൈഫ് ആൻഡ് സെർച്ചിങ് ഫോർ ലവ് ആൻഡ് അഫെക്ഷൻ ഫ്രം അതേഴ്സ് ബിക്കോസ് ഷീ നോ ലോങ്ങർ ഹാസ് ഹർ ഗ്രാൻഡ് മദേഴ്സ് ലവ്. അപ്പൊ ഈ ഒരു ലൈനോട് മീൻ ചെയ്യുന്നത് എന്താണ്? നമ്മളെ പോയിറ്റിന് എല്ലാം നഷ്ടപ്പെട്ടു അല്ലേ. ലൈഫിൽ നമുക്ക് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് അല്ലെ എയർ, വാട്ടർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു അഫെക്ഷൻ, ഈ ഒരു സ്നേഹം ഒക്കെ നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ നമുക്ക് ആരും നമ്മളെ സ്നേഹിക്കാനില്ല അല്ലെ, ആർക്കും നമ്മളെ സ്നേഹിക്കാനില്ല, ആ ഒരു അവസ്ഥയിലാണെങ്കിൽ വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ. അപ്പോൾ ഈ നമ്മുടെ പോയിറ്റിന്റെ ഒരു അവസ്ഥ അതാണ്, അതായത് ലോസ്റ്റ് ഇൻ ലൈഫിലാകെ ലോസ്റ്റ് ആയ പോലെ ഫീൽ ചെയ്യാണ്. സെർച്ചിങ് ഫോർ ലവ് ആൻഡ് അഫെക്ഷൻ, അതുകൊണ്ട് തന്നെ സ്നേഹത്തിന് വേണ്ടി, ആ ഒരു അഫെക്ഷന് വേണ്ടിയിട്ട് നോക്കി നടക്കുകയാണ്. അതായത് ഓരോ വാതിലും പോയി മുട്ടാണെന്ന് പറയുന്നത് ആ ഒരു സ്നേഹത്തിന് വേണ്ടി അത്രക്കും ലോങ് ചെയ്യാണെന്നാണ് പറയുന്നത്. ആ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് അത്രക്കും അലയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ബിക്കോസ് ഷീ നോ ലോങ്ങർ ഹാസ് ഹർ ഗ്രാൻഡ് മദേഴ്സ് ലവ്. കാരണം അതുപോലെ സ്നേഹിക്കാൻ, അത്രക്ക് കളങ്കമായിട്ട്, വളരെ എന്താ പറയാ, ഇന്നസെന്റ് ആയിട്ട് സ്നേഹിക്കാൻ ഇപ്പൊ ആരില്ല? ഗ്രാൻഡ് മദർ ഇല്ല എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? യെസ്. അപ്പൊ 2 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു കേട്ടോ. ഇനി അടുത്തത് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ള ഒരു എസ്സേ മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഡിസ്ക്രൈബ് ദ പോയറ്റ്സ് ഇമോഷൻ ആസ് പ്രസന്റഡ് ഇൻ ദ പോം. ഈ ഒരു പോയത്തിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള നമ്മളെ പോയറ്റിന്റെ ഒരു ഇമോഷൻ എങ്ങനെയാണ്, ഈ ഒരു പോയറ്റിന്റെ ഇമോഷൻ എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. എങ്ങനെയാണ്? ഹാപ്പി ആണോ? അല്ല, സാഡ് ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. ആകെ മൊത്തം വിഷമത്തിലാണ്. ദ പോയറ്റ് ഫീൽസ് ഡീപ് സാഡ്നെസ് ആൻഡ് ലോൺലിനെസ്. പോയറ്റിന് ഭയങ്കര സാഡ് ആയിട്ട് ഫീൽ ചെയ്യാണ്, ലോൺലി ആയിട്ട് ഫീൽ ചെയ്യാണ്. ആൻഡ് ലോങ്ങിങ് ത്രൂ ഔട്ട് ദ പോം. ആ ഒരു പോയത്തിൽ ത്രൂ ഔട്ട് ഭയങ്കര വിഷമമാണ് അല്ലെ. ആ പോയത്തിൽ ത്രൂ ഔട്ട് എന്താണ്? ആ ഒരു പോയറ്റിന്റെ ഒരു വിഷമാണ് കാണാൻ പറ്റുന്നത്. ഷീ റിമെമ്പേഴ്സ് ഹർ ചൈൽഡ്ഹുഡ്
days filled with love in her grandmother's house. ആ ഒരു ഗ്രാൻഡ് വീട്ടിലായ സമയത്ത് എന്താ ഒരുപാട് സ്നേഹം, ഒരുപാട് കരുതൽ, ഒരുപാട് കെയറും, ഭയങ്കര ഒരു സെക്യൂർഡ് ഫീലിംഗ് ആണല്ലേ നമ്മൾ ഗ്രാൻഡ് മദറിന്റെ അടുത്ത് പോകുമ്പോൾ. നമ്മൾ ആ പാരന്റ്സിന്റെ അടുത്ത് നമ്മൾ ഗ്രാൻഡ് മദറിന്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ ഭയങ്കര സെക്യൂർഡ് ആണ്, ഭയങ്കര സ്നേഹമാണ്, നമുക്ക് ഇഷ്ടമുള്ള ഒക്കെ വാങ്ങിത്തരും. അപ്പൊ ആ ഒരു രീതിയിലുള്ള ആ ഒരു സ്നേഹം എന്താണ് ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബട്ട് നൗ ദാറ്റ് ഹൗസ് ഇസ് ഫാർ അവേ ആൻഡ് സൈലന്റ്. ഇപ്പൊ ആ വീട് എവിടെയാണ്? ഒരുപാട് ദൂരെയാണ്, അത് കംപ്ലീറ്റ്ലി സൈലന്റ് ആണ്. ഇപ്പം ഈ ഒരു പോം എഴുതുമ്പം സമ്മർ ഇൻ കൽക്കട്ട എന്നുള്ള ആ ഒരു കളക്ഷനിലുള്ള ഒരു പോമാണ്. അപ്പം മേ ബി ആഫ്റ്റർ മാരേജ് അവർ കൽക്കട്ടയിൽ ജീവിക്കുന്ന സമയത്തായിരിക്കാം ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. അപ്പം ഇപ്പം ഗ്രാൻഡ് മദർ ഹൗസ് ചിന്തിക്കുന്ന സമയത്ത് കേരളത്തിലാണ്. കേരളം എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ ദൂരത്താണ്. അതേപോലെ തന്നെ പിന്നെ ഗ്രാൻഡ് മദർ മരിച്ചു പോയതുകൊണ്ട് അവിടെ ഭയങ്കര സൈലന്റ് ആണെന്നാണ് പോയിട്ട് പറയുന്നത്. Her present life is full of emptiness and pain. അപ്പൊ നമ്മളുടെ പോയിന്റിന്റെ ലൈഫ് ഇപ്പൊ എങ്ങനെയാണെന്നാ പറയുന്നത്? വളരെ എംറ്റി ആണ് അല്ലെ, ഭയങ്കര വേദന ഉണ്ട്. ബിക്കോസ് ഷി ലോസ് ഹർ ഗ്രാൻഡ് മദർ. ഇപ്പൊ ഗ്രാൻഡ് മദറില്ല, സ്നേഹം തരുന്ന ആരുമില്ല. യെസ്, ഷി കമ്പയർസ് ഹെർസെൽഫ് ടു എ ബെഗർ ആസ്കിംഗ് ഫോർ ലവ്. ഇപ്പം നമ്മളെ കമലാദാസ് എങ്ങനെയാണ് അവരെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഷീ റെപ്രസെന്റ്സ് ഹെർസെൽഫ് ആസ് എ ബെഗർ അല്ലെ, ഒരു ബെഗറെ പോലെയായി മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഷോയിങ് ഹൗ ഡെസ്പറേറ്റ് ഷീ ഈസ് ഫോർ എഫെക്ഷൻ. ഒരു സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും അലയാണെന്നുള്ളത് നമുക്ക് അതിലൂടെ കാണാൻ പറ്റും. അത്രയ്ക്കും ഡെസ്പറേറ്റ്, ആകെ മൊത്തം ഡിസപ്പോയിന്റഡ് ആണെന്ന് പറയുന്നുണ്ട്. ദ പോം ഈസ് ടച്ചിങ് എക്സ്പ്രഷൻ ഓഫ് ഹ്യൂമൻ ഇമോഷൻസ് അല്ലെ. ഈ ഒരു പോയത്തിൽ നമുക്ക് എന്തായാലും ഇത് വായിക്കുമ്പോൾ ഒരു ഹ്യൂമൻ ഇമോഷൻസ് അത് നമുക്ക് വല്ലാതെ ഒരു ഹാർട്ട് ടച്ചിങ് ആണ് ഇത്. ബിക്കോസ് നമുക്ക് ആ ഒരു ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഒരു മുത്തശ്ശിന്റെ സ്നേഹവും ആ മുത്തശ്ശിന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന വേദനയൊക്കെ നമുക്ക് വല്ലാതെ ഒന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പോം ഉള്ളത്. ദ ഡിസയർ ടു ലൗഡ് ആൻഡ് റിമെമ്പേർഡ്, അതായത് സ്നേഹിക്കപ്പെടാനും അതേപോലെ ഓർക്കാനും ഒക്കെ ഉള്ള ആ ഒരു സംഭവം, നമുക്ക് ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഈ ഒരു പോയത്തിൽ കിട്ടുന്നത്. ക്ലിയർ ആണോ? എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ സമ്മറി നമ്മൾ കവർ ചെയ്തു. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന് ഏത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വന്നാലും ഒരുവിധം തട്ടിമുട്ടി എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തു, സമ്മറി പറഞ്ഞു. ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എക്സ്പെക്റ്റഡ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് കേട്ടോ മിസ് പറയുന്നത്. അതാണ് ആ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ പറയുന്നത്. യെസ്, ഇനി നമുക്ക് എല്ലാവർക്കും ഗ്രാമർ പാർട്ടാണ് വേണ്ടത്. അതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ എഴുതുമെന്ന് എനിക്കറിയാം, പക്ഷേ ഗ്രാമർ പാർട്ടിലെത്തുന്ന സമയത്താണ് ഇതറിയില്ല എന്നുള്ള പ്രശ്നം വരിക. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. വാട്ട് ഈസ് ഫിഗർ ഓഫ് സ്പീച്ച്? ആദ്യം തന്നെ മിസ് പറയട്ടെ. നമ്മൾ സുന്ദരികളായിട്ട് കാണാൻ വേണ്ടിയില്ല, സുന്ദരന്മാരായിട്ട് കാണാൻ വേണ്ടി വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ നമ്മൾ സുന്ദരികളാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ലിപ്സ്റ്റിക് ഇടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർണമെന്റ്സ് ഇടും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? അതേപോലെ ബോയ്സ് ആണെങ്കിലും കുറച്ച് ഹാൻഡ്സം ആയി നിൽക്കാൻ വേണ്ടി ഹെയർ ഒക്കെ ഒന്ന് നന്നായിട്ട് വെക്കും. അപ്പൊ ഇത് നമ്മളൊന്ന് അലങ്കാരത്തിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ പോയറ്റിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഫിഗർ ഓഫ് സ്പീച്ച് ഇത് ഏത് കാലത്ത് ഓർമ്മയിൽ വേണം കേട്ടോ. ഡിഗ്രിക്ക് പോയാലൊക്കെ ഓർമ്മ വേണേ, ഏത് ക്ലാസ്സിലെത്തിയാലും ഓർമ്മ വേണം. ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് പോയറ്റ്, അതായത് കവിതയെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അങ്ങനെ 2 ഫിഗർ ഓഫ് സ്പീച്ച് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ 2 ഫിഗർ ഓഫ് സ്പീച്ച് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് സിമിലി ആണ്, അടുത്തത് മെറ്റഫർ ആണ്, പേഴ്സോണിഫിക്കേഷൻ ആണ്. സിമിലി ആണ്, പേഴ്സോണിഫിക്കേഷൻ. വാട്ട് ഈസ് സിമിലി? നോക്കാം, എന്താണ് സിമിലി എന്ന് നോക്കാം. സിമിലി ഈസ് കമ്പാരിസൺ ബിറ്റ്വീൻ 2 ഡിഫറെന്റ് തിങ് യൂസിങ് ലൈക്ക് ആൻഡ് ആസ്. ഓക്കെ, ഞാനിപ്പോ പറയാണ് ഷീ ഈസ് ലൈക്ക് എ റോസ്. അവൾ ഒരു പൂ പോലെയാണ്, റോസ് പോലെ, അതായത് പനിനീർ പൂ പോലെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഷീ ഈസ് ലൈക്ക് എ റോസ്. ഓക്കെ, ഹി ഈസ് ലൈക്ക് എ ടൈഗർ. അവനൊരു പുലിയാണ്, അവനൊരു പുലിയെ പോലെയാണ് അല്ലെ, പുലിയാണെന്നല്ല പുലിയെ പോലെയാണെന്ന. ഹി ഈസ് ലൈക്ക് എ ടൈഗർ എന്നാണ് മിസ് പറഞ്ഞത്. അപ്പൊ ഈ ലൈക്ക് എന്ന് യൂസ് ചെയ്തത് കണ്ടോ? യെസ്, ഹി ഈസ് ആസ് എ ടൈഗർ എന്ന് പറയാണ്. ഹി ഈസ് ആസ് എ ടൈഗർ, ഷീ ഈസ് ആസ് എ റോസ് എന്ന് ഞാൻ പറയാണ്. അപ്പൊ ഇവിടെ ഞാൻ എന്താണ് കമ്പയർ ചെയ്യാണ്? ലൈക്കും ആസും വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അല്ലെ. ഷീ ഈസ് ലൈക്ക് എ റോസ്, ഷീ ഈസ് ആസ് എ റോസ്. അപ്പൊ ഞാൻ എന്താണ്, അവൾ പൂ പോലെയാണ്, അല്ലെങ്കിൽ അവരെന്താണ് പുലി പോലെയാണെന്ന് പറയാണ്. അപ്പൊ ലൈക്കോ ആസോ വെച്ചിട്ടാണ് ഞാൻ ഇവളെ കമ്പയർ ചെയ്യുന്നത് അല്ലെ, ഇവരെ കമ്പയർ ചെയ്യുന്നത്. അതായത് ഇവരെ ഞാൻ വേറെ എന്തോ ഒരു സാധനമായിട്ട്, എന്തെങ്കിലും ഒരു സാധനം ആയിക്കോട്ടെ, പുലി ആയിക്കോട്ടെ, പൂവായിക്കോട്ടെ, രാജാവായിക്കോട്ടെ, എന്തെങ്കിലും ഒരു സാധനമായിട്ട് ഞാൻ ഒരാളെ കമ്പയർ ചെയ്യാം. ഓക്കെ, ഒരു സാധനത്തിനെ വേറൊരു സാധനമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലൈക്കോ ആസോ യൂസ് ചെയ്യാം. ഓക്കെ, ഒരു സാധനത്തിനെ വേറൊരു സാധനമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലൈക്കോ ആസോ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ? സിമിലി എന്ന് പറയാം. ഓക്കെ,
ക്ലിയർ ആണോ? യെസ്. നമ്മൾ ഇവിടെ നോക്കുക, നമുക്ക് പോയിട്ടിലുള്ളൊരു എക്സാമ്പിൾ ആണ് നോക്കുന്നത്. മൈ ബ്ലഡ് ടേൺ കോൾഡ് ലൈക്ക് ദി മൂൺ എന്ന് പറയുന്നുണ്ട്. എൻ്റെ ബ്ലഡ് എന്തുപോലെ എന്നാ മൂണിന്റെ ആ ഒരു കോൾഡ്നെസ് ഇല്ല അതുപോലെ ആയി എന്നാ പറയാം. അതുപോലെ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ലൈക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ലൈക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു സിമിലിയാണ് അല്ലെ. എൻ്റെ ബ്ലഡ് കോൾഡ് ആയിട്ടുണ്ട്, ഇതുപോലെ മൂണ് പോലെ. ബ്ലഡിനെ എന്തുമായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്? മൂണുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ബ്ലഡിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? മൂണുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ലൈക്ക് യൂസ് ചെയ്തിട്ടാണ് കമ്പയർ ചെയ്തത് അല്ലേ? ലൈക്ക് യൂസ് ചെയ്തിട്ടാണ് കമ്പയർ ചെയ്തത്. ഹീസ് ആസ് ബ്രേവ് ആസ് ലയൺ. അതേപോലെ തന്നെ ആസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അവൻ എന്താണ്? നല്ല ബുദ്ധി ഉണ്ട്. ഏതുപോലെ? ലയണിനെ പോലെ നല്ല ബുദ്ധിയുള്ളവനാണ്. ലയണിനെ പോലെ അല്ലെ. ആസ് എന്ന് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് കമ്പയർ ചെയ്തത് അല്ലെ. ആസ് യൂസ് ചെയ്ത് ലയണിനെ പോലെ ബുദ്ധിയുള്ളവനാണ് എന്ന് പറയാണ്. ദ പ്ലേസ് വാസ് സൈലന്റ് ലൈക്ക് എ ഗ്രേവ്. ഗ്രേവ് അല്ലെ, നമ്മളെ കല്ലറ, ശവകുടീരം, ആ ഒരു ഭാഗം പോലെ. ആ ഒരു സ്ഥലം എങ്ങനെയാണ്? ഭയങ്കര ക്രൗഡല്ല, ഭയങ്കര സൈലന്റ് അല്ലേ? ഭയങ്കര സൈലന്റ് അല്ലേ? ആരും ഇല്ലാത്ത വളരെ നിശബ്ദമായിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ സൈലന്റ് ആണ് ഈ സ്ഥലം. ദ പ്ലേസ്, ഈ പ്ലേസ് എങ്ങനെയാണെന്ന് പറഞ്ഞത്? ഈ പ്ലേസ് വളരെ സൈലന്റ് ആണ്, ഒട്ടും സൗണ്ട് ഇല്ല, ഇതുപോലെ ഗ്രേവ് പോലെ എന്ന് പറയാണ്. അതിനിവിടെ എന്താ യൂസ് ചെയ്തിട്ടുള്ളത്? ലൈക്ക് ആണ് യൂസ് ചെയ്തത്. ക്ലിയർ ആണോ? ലൈക്ക് ഓർ ആസ് വന്നിട്ട് നമ്മൾ ഒരു സാധനത്തിന്റെ വേറൊരു സാധനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് സിമിലി ആണ്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ചോദിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ ലവ്. യെസ്, സുഖാണ്. യെസ്. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? സിമിലി എന്താന്നുള്ള ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. യെസ്. ഇനി അടുത്ത പാർട്ടിലേക്ക് പോവാണ്. പേഴ്സോണിഫിക്കേഷൻ ആണ് പറയാൻ പോകുന്നത്. പേഴ്സോണിഫിക്കേഷൻ ഈസ് ഗിവൺ. ഓക്കെ, personification gives human qualities to non-living things. ഈ ഒരു ലൈൻ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരാം, മനസ്സിലായില്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കാം. ഓക്കെ, അതായത് നമ്മൾ ഒരു സൂര്യനെ നോക്കുകയാണ്. സൂര്യനെ നോക്കുമ്പോൾ സൂര്യൻ അവിടെ നല്ല വെളിച്ചമുണ്ട്, നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു പോയറ്റ് നോക്കുമ്പോൾ, ഒരു കവി നോക്കുമ്പോൾ എന്താ കാണാൻ അറിയോ? സൂര്യൻ എന്നെ നോക്കി ചിരിക്കുന്നു. അങ്ങനെ പറയാം, സൂര്യൻ എന്നെ നോക്കി ചിരിക്കുന്നു, മേഘങ്ങൾ എന്നെ നോക്കി കരയുന്നു, മരങ്ങൾ എന്നെ നോക്കി ഡാൻസ് കളിക്കുന്നു, പൂക്കൾ എന്നെ നോക്കി നാണിക്കുന്നു, ബ്ലഷ് ആവുന്നു അല്ലെ? ബ്ലഷ് ആവാന്ന് അറിയില്ലേ, നമ്മൾ നാണിക്കുമ്പോൾ ബ്ലഷ് ആവാറുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്? ഹ്യൂമൻ ക്വാളിറ്റീസ് ആണ് അല്ലെ. ഡാൻസ് കളിക്കുക, കരയുക, ചിരിക്കുക, പിന്നെ ഓടുക, ഡാൻസ് കളിക്കുക, ഇതൊക്കെ മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ജീവനില്ലാത്ത സൂര്യനും ക്ലൗഡും മരങ്ങളൊക്കെ ഇത് ചെയ്യോ? ഇല്ല. അപ്പൊ ജീവനില്ലാത്തൊരു വസ്തുവിന് മനുഷ്യനുള്ള ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, ജീവനില്ലാത്തൊരു വസ്തു, ജീവനില്ലാത്തൊരു മരം ഡാൻസ് കളിക്കുക എന്ന് പറയുമ്പോൾ, ഡാൻസ് കളിക്കുക എന്നത് മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുക്കുമ്പോൾ അതിനാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. അപ്പൊ ഒരു പോയത്തിന് നല്ല ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ സിമിലി എന്ന് പറഞ്ഞ പോലെ തന്നെ പേഴ്സോണിഫിക്കേഷൻ ആഡ് ചെയ്യും. പേഴ്സോണിഫിക്കേഷൻ എന്ന പേഴ്സൺ, ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. പേഴ്സൺ ഹ്യൂമൻ ക്വാളിറ്റീസ്, പേഴ്സന്റെ ക്വാളിറ്റീസ്, ഒരു മനുഷ്യനുള്ള ക്വാളിറ്റീസ് കൊടുക്കുക. ഓക്കെ, മനുഷ്യനുള്ള ക്വാളിറ്റീസ് കൊടുക്കുക. മരങ്ങൾ ഡാൻസ് കളിക്കുക, മരങ്ങൾ ആട് കളിക്കും, നല്ല കാറ്റ് വീശുമ്പോൾ മരങ്ങൾ ആടുക. പക്ഷെ കവിക്ക് എന്താ തോന്നുക? മരങ്ങൾ ആടുന്നു, മരങ്ങൾ ഡാൻസ് കളിക്കുന്നു എന്നൊക്കെയാണ് പറയാ അല്ലെ. മരങ്ങൾ ഡാൻസ് കളിക്കുന്നു എന്നൊക്കെ പറയാം. ഈ മരങ്ങൾ ഡാൻസ് കളിക്കുക എന്നത് എന്താണ്? ഒരു പേഴ്സോണിഫിക്കേഷൻ ആണ്. അതായത് ഒരു ഹ്യൂമൻ ക്വാളിറ്റി കൊടുക്കുകയാണ്. ക്ലിയർ ആണോ? ഏത് ക്ലാസ്സിൽ പോയാലും നിങ്ങൾ അത് ഓർത്ത് വെക്കണം കേട്ടോ. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത് പേഴ്സൺ എന്ന് വരുന്നുണ്ട്. അപ്പൊ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുക്കുകയാണ്. ജീവനില്ലാത്തൊരു വസ്തു, ജീവനില്ലാത്തൊരു ക്ലൗഡ് ആയിക്കോട്ടെ, സൂര്യനായിക്കോട്ടെ, പൂവായിരിക്കോട്ടെ, ഇനി കല്ലായിക്കോട്ടെ, കല്ലുകൾ എന്താണ്? കലഹിക്കുന്നു അല്ലെ, അങ്ങനെയൊക്കെ പറയും. പല രീതിയിലാണ് പറയാ. അപ്പൊ ഇങ്ങനെയൊക്കെ അല്ലെ, കല്ലുകൾ നിശബ്ദമായി നിൽക്കുന്നു. കല്ലുകൾ ശരിക്കും ശബ്ദം ഉണ്ടാക്കുമോ? ഇല്ല. പക്ഷെ ഇങ്ങനെയുള്ള മനുഷ്യന്റെ ക്വാളിറ്റീസ് ഒരു ജീവനില്ലാത്ത വസ്തുവിന് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. ക്ലിയർ ആണോ? നോക്കാം. ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്. വിൻഡോസ് എന്ന് പറഞ്ഞാൽ എന്താ? ജനലാണ് അല്ലെ. ജനലിന് ജീവൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ജീവൻ ഇല്ലാത്തൊരു വസ്തുവിന് ബ്ലൈൻഡ് ഐസ്, അതിന് ഓൾറെഡി ഐസ് ഇല്ല. അപ്പൊ ബ്ലൈൻഡ് ഐസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബ്ലൈൻഡ് ഐസ്, അതിന്റെ ആകെ കണ്ണില്ലാത്ത ജനലുകൾ എന്നാണ് പറയുന്നത്. ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസിന്റെ കണ്ണ് കാണാത്ത ജനൽ, ബ്ലൈൻഡ് ആയി പോയിട്ടുള്ള ജനലുകൾ എന്ന് പറയുമ്പോൾ അതെന്താണ്? അതൊരു പേഴ്സോണിഫിക്കേഷൻ ആണ് അല്ലെ. ഒരു മനുഷ്യന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ മനുഷ്യനാണ് കണ്ണുള്ളതും ബ്ലൈൻഡ് ആയി പോകുന്നതൊക്കെ മനുഷ്യന്മാരാണ്. അപ്പൊ ആ ഒരു ക്വാളിറ്റി എന്തിനു കൊടുക്കുകയാണ്? ജീവനില്ലാത്ത വിൻഡോന് കൊടുക്കുകയാണ്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം കേട്ടോ. ബ്ലൂ ആസ് ദ വിങ്സ് ഓഫ്, ഓക്കെ, അത് നേരത്തെ പറഞ്ഞിട്ടുള്ള സിമിലിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞാണ്. വെരി ഗുഡ്. ഇനി അടുത്ത ഇതിനൊരു എക്സാമ്പിൾ പറയാണ് കേട്ടോ. പേഴ്സോണിഫിക്കേഷൻ്റെ എക്സാമ്പിൾ പറയാണ്. ദ ഫ്ലവേഴ്സ് ഡാൻസ് ഇൻ ദ വിൻഡ്. ഫ്ലവേഴ്സ് ഡാൻസ്, നേരത്തെ മിസ് പറഞ്ഞ എക്സാമ്പിൾ അല്ലേ. ഫ്ലവേഴ്സ് ഡാൻസ്ഡ് ഇൻ ദ വിൻഡ്. വിൻഡില് ഫ്ലവേഴ്സ് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു. ശരിക്കും അതിങ്ങനെ ആടുകയാണല്ലേ. കാറ്റ് വീശുമ്പോൾ മെല്ലെ പൂക്കളാടും. പക്ഷെ ഒരു കവി കാണും എങ്ങനെയാണ്?
പൂക്കൾ ഡാൻസ് കളിക്കുന്നു എന്നാ പറയാ. പൂക്കളിൽ ഡാൻസ് കളിക്കുന്നു. The flowers danced in the wind എന്നാണ് പറയാ. The sun smiled on us. സൂര്യൻ എന്നെ നോക്കി ചിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ സൂര്യൻ എന്താണ് ചിരിക്കോ? സൂര്യൻ ചിരിക്കില്ല. പക്ഷെ ഒരു മനുഷ്യന്റെ ക്വാളിറ്റീസ് നമ്മൾ എന്തിനു കൊടുക്കുകയാണ്? ജീവനില്ലാത്ത സൂര്യന് കൊടുക്കുകയാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ മിസ് ഇവിടെ എൻഡ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, നമ്മൾ സിംപ്ലി പഠിച്ചു, പേഴ്സോണിഫിക്കേഷൻ പഠിച്ചു, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡീൽ ചെയ്തു. ഈ ഒരു ചാപ്റ്ററിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞു കേട്ടോ. ക്ലിയർ അല്ലേ? വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് നൈറ്റ് ഓഫ് ദി സ്കോർപിയോൺ ബൈ നിസിം എസക്കിൽ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോമാണ് ഇതും. ഓക്കെ, കുറെയൊക്കെ ഇന്ത്യ റിലേറ്റ് ചെയ്തിട്ടുള്ള പോം അല്ലെ, ഇന്ത്യൻ അറ്റ്മോസ്ഫിയറിലുള്ള പോംസ് ആണ് നമുക്ക് പഠിക്കാനുള്ള കൂടുതൽ പോംസും. ഓക്കെ, നൈറ്റ് ഓഫ് ദി സ്കോർപിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോമാണ്. ഇതിൽ വരുന്ന ഇത് ആരുടെ പോമെന്ന് ചോദിച്ചാൽ നിസിം ഇസക്കീൽ ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, അപ്രിസിയേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. യെസ്. അപ്പോൾ ഈ ഒരു പോയത്തിന്റെ സമ്മറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ പോം നൈറ്റ് ഓഫ് ദി സ്കോർപിയോൺ ഡിസ്ക്രൈബ്സ് എ നൈറ്റ് വെൻ ദ പോയറ്റ്സ് മദർ വാസ് ബിട്ടൺ ബൈ ദ സ്കോർപിയോൺ. അപ്പൊ ഈ ഒരു പോയത്തിൽ നമ്മളെ പോയറ്റിന്റെ അമ്മയെ എന്ത് കടിക്കുകയാണ്? സ്കോർപിയോൺ കടിക്കുകയാണ്. വാട്ട് ഈസ് സ്കോർപിയോൺ? സ്കോർപിയോൺ എന്ന് പറഞ്ഞാൽ തേളാണ്. ഓക്കെ, തേള് കടിക്കുകയാണ് ആരെ? നമ്മളെ പോയറ്റിന്റെ അമ്മയെ എന്താണ്? തേള് കടിക്കുകയാണ്. ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ് ഹെവിലി ഫോർ 10 hours. 10 മണിക്കൂർ നീണ്ടു നിന്ന മഴയിൽ വിച്ച് മെയ്ഡ് ദ സ്കോർപിയോൺ ക്രൗൾ ഇൻസൈഡ് ദ ഹൗസ് ടു എസ്കേപ്പ് ഫ്രം ദ റെയിൻ. ആ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്കോർപിയോൺ എന്താ ചെയ്തത്? വീടിനകത്തേക്ക് കയറി നിൽക്കുക ചെയ്യുന്നത്. ഓക്കെ, 10 മണിക്കൂർ നീണ്ടു നിന്ന മഴ എന്ന് പറയുമ്പോൾ നല്ല മഴയായിരിക്കും അല്ലേ? ഏകദേശം ഒരു ഫ്ലഡ് പോലെ മൊത്തത്തിൽ മുറ്റൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. അപ്പം ആ തേൾ അതിൽ മുങ്ങി പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വീടിനകത്തേക്ക് കയറി നിന്നതാ. വലിയ പ്രശ്നമൊന്നുമില്ല. It hid under a sack of rice and stung the poet's mother when she came near it. അപ്പം പോയറ്റിന്റെ അമ്മ എവിടെ നിൽക്കുകയാണ്? ആ ഒരു അരിച്ചാക്കിനടുത്ത് നിന്ന സമയത്ത് എന്ത് ചെയ്യാണ്? ഈ ഒരു തേള് കടിക്കുകയാണ്. ഓക്കെ, വളരെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. ടു കോംപ്ലക്സ് ആയിട്ടൊന്നല്ല പറഞ്ഞ പോയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറയാണ്. വെള്ളത്തിൽ മുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തേള് വീട്ടിനകത്തേക്ക് കയറി നിന്നു. അപ്പോൾ അമ്മയെ കടിച്ചു. ഇത്ര സംഭവിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിച്ചത് പിന്നെ? The poet remembers how all the villagers, peasants came to help. അപ്പോൾ പോയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ആ ഒരു രാത്രി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്, പോയിട്ടൊക്കെ ചെറിയ കുട്ടിയാണ്. ആ സമയത്ത് അമ്മയെ തേള് കടിച്ച സമയത്ത് ആ നാട്ടിലുള്ള വില്ലേജേഴ്സ് അല്ലേ, ആ വില്ലേജേഴ്സ് എങ്ങനെയുള്ള ആൾക്കാരാണ്? പെസൻസ് ആണ്. പെസൻസ് മീൻസ് ഫാമേഴ്സ് ആണ് അല്ലേ? ഫാമേഴ്സ് ആണ്. അവരെന്താ ചെയ്തത്? അവരെല്ലാവരും ഓടി വന്നു. എന്തിനു വേണ്ടിയിട്ടാ? സഹായിക്കാൻ വേണ്ടിയിട്ട്. അതായത് പണ്ട് ആൻഷ്യൻ ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കുറെ കാലം മുമ്പ് ഇന്ത്യയിലുള്ള ആൾക്കാരല്ലേ പരസ്പരം എന്താണ് ഒരു അടിയോ ബഹളമൊന്നുമില്ല. ബഹളങ്ങൾ ഉണ്ടാകാൻ മതി, പക്ഷെ എന്താണ് ഒരു പ്രശ്നം വരുന്ന സമയത്ത് എല്ലാവരും ഓടി വരും. ഓക്കെ, ആ വില്ലേജിലുള്ള എല്ലാവരും ഓടി വരും. ആ പ്രശ്നം ആർക്കാണോ അത് സ്വന്തം പ്രശ്നമായിട്ട് കണ്ട് ഞാൻ അവിടെ ഓടി വരുന്ന കൈൻഡ് ഓഫ് മനുഷ്യന്മാരാണ് അന്നുള്ളത്. ഓക്കെ, അത്രയും ഇന്നസെന്റ് ആയിട്ടുള്ള, അത്രയും സ്നേഹമുള്ള, അത്രയും നല്ല ആൾക്കാരാണ് അന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ വില്ലേജസ് എന്താ ചെയ്തത്? ഇവിടെ അമ്മക്ക് ഇങ്ങനെ തേള് കടിച്ചെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഓടി വരികയാണ്, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഓടി വരികയാണ്. ദേ ചാൻറ്റഡ് പ്രേയേഴ്സ്. അവരെങ്ങനെയാ ഹെൽപ്പ് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്ത് തേള് കടിച്ചത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തേളിനെ തല്ലിക്കൊന്നാൽ വേദന മാറുമോ? ഒന്നും പറ്റൂല. പക്ഷെ അവരെന്താ ചെയ്തത്? ദേ ചാൻറ്റഡ് പ്രേയേഴ്സ്. തേളിനെ കാണുന്നില്ല, തേള് പോയിട്ടോ. അപ്പൊ അതാരും ചോദിക്കേണ്ട, തേള് ഇവിടെ പോയെന്ന് ചോദിക്കേണ്ട. 20 hours അല്ലേ മിസ്? 20 hours അല്ല കേട്ടോ, 10 മണിക്കൂർ നീണ്ടു നിന്ന മഴ. അത് എപ്പോഴാണ് 20 മണിക്കൂർ വരുന്നതെന്ന് പറയുന്നുണ്ട്. വെയിറ്റ്, നമ്മൾ അതിലേക്ക് എത്തിയിട്ടില്ല. ദേ ചാൻറ്റഡ് പ്രേയേഴ്സ്. അവർ വന്ന് ഞാൻ എന്ത് ചെയ്തു? അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവങ്ങളെ പല പേരുകളായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ ക്യാൻഡിൽസ് എല്ലാം കത്തിച്ചു വെച്ചു. ആൻഡ് ബിലീവ് ദാറ്റ് എവറി ടൈം ദ സ്കോർപിയോൺ മൂവ്ഡ്. അതേപോലെ അവർ വിശ്വസിച്ച ഒരു കാര്യം എന്താണെന്ന് അറിയോ? ഈ തേള് മൂവ് ചെയ്താൽ, അതായത് ആ തേളില്ലേ സ്കോർപിയോൺ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വേദന കൂടും. അതായത് ആ ഒരു വെനം മീൻസ് പോയിസൺ എന്തെങ്കിലും സ്പ്രെഡ് ആവും, ബോഡിയിൽ സ്പ്രെഡ് ആവുന്നതാണ് അവര് വിശ്വസിക്കുന്നത്. ക്ലിയർ ആണോ? യെസ്, ആ ഒരു വെനം ബോഡിയിൽ സ്പ്രെഡ് ആവുന്നതാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്കോർപിയോണ് മൂവ് ചെയ്യാതിരിക്കാൻ, പാരലൈസ് മീൻസ് മൂവ്മെന്റ് ഇല്ലാതാവാൻ വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, നല്ല വേദന ഉണ്ട്, നല്ല വേദന കൊണ്ട് പൊളിയാണ് അമ്മ. ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അതായത് തേളധികം അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്, ദൈവങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ദേ ഹോപ്പ് ദാറ്റ് മദേഴ്സ് പെയിൻ വുഡ് റെഡ്യൂസ് ഹെർ സീൻസ് ആൻഡ് പ്യൂരിഫൈ ഹെർ സെൽഫ്. അതേപോലെ തന്നെ അവർ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഈ തേള് കടിച്ചാൽ ചെയ്ത പാപങ്ങൾ, ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും ഒക്കെ ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഇതൊക്കെ എന്ത് ടൈപ്പ് ഓഫ് വിശ്വാസമാണ്? ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണ് അല്ലെ? സൂപ്പർസ്റ്റീഷ്യസ് എന്ന് നമ്മൾ പറയും. സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്സ് ആണ് ഇതൊക്കെ. അതായത് ഇങ്ങനെയൊക്കെ അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ പണ്ട് കാലത്ത് എഡ്യൂക്കേറ്റഡ് അല്ലാത്ത മനുഷ്യന്മാരാണ്. അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അവർക്ക് ആരോ പറഞ്ഞു കേട്ടിട്ടുള്ള ഇതേപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ? യെസ്, അന്ധവിശ്വാസം കേട്ടോ, സൂപ്പർസ്റ്റീഷ്യസ്. ഈ ഒരു വേർഡ് നിങ്ങളുടെ ആൻസർ പേപ്പറിൽ ഉണ്ടാവണേ. ഓക്കെ,
യെസ്, ദ പോറ്റ്സ് ഫാദർ ഹു വാസ് റാഷണൽ ആൻഡ് സയന്റിഫിക് മാൻ. പക്ഷേ നമ്മളെ കവിയുടെ, അതായത് നമ്മുടെ പോയിറ്റിന്റെ ഫാദർ എങ്ങനെയുള്ള ആളാണ്? കുറച്ച് സയന്റിഫിക് അല്ലെ, കുറച്ച് റാഷണലിസ്റ്റ് ആണ് അല്ലെ. അതായത് ഒരു പ്രശ്നം വരുമ്പോൾ, അതായത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വിളക്ക് കത്തിച്ചുകൊണ്ടോ അതിനൊന്നും വലിയ കാര്യമില്ല അല്ലെ. ഒരു തേള് കഴിച്ചു കഴിഞ്ഞാൽ അതിന് പറ്റിയ മരുന്ന് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് പറ്റുന്ന രീതിയിൽ അത് ക്യൂർ ചെയ്യാനുള്ള എന്തെങ്കിലും ചെയ്യണം എന്ന് ബുദ്ധിയുള്ള ആളാണ് ആര്? ഫാദർ. ഓക്കെ, അതായത് അന്നത്തെ ആൾക്കാരെ പറഞ്ഞ കാര്യത്തിൽ അവർ എഡ്യൂക്കേറ്റഡ് അല്ല, അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. പക്ഷെ കുറച്ചുകൂടി സയന്റിഫിക്കലായിട്ട് കുറച്ചുകൂടി റാഷണൽ ആയിട്ട് ചിന്തിക്കുന്ന ആളാണ് ഫാദർ. ഓക്കെ, അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ട്രീറ്റ്മെന്റ് കൊടുത്തു, അവർ ബേൺ ചെയ്തു, ആ വൂണ്ട് ബേൺ ചെയ്തു. പാരഫിൻ ഓയിൽ ഒഴിച്ചിങ്ങനെ ആ ഒരു വൂണ്ട് ബേൺ ചെയ്തു. പണ്ടൊക്കെ കേട്ടിട്ടില്ലേ, ആ ഒരു വൂണ്ട് അങ്ങനെയുള്ള മരുന്നുകൾ വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ വൂണ്ട് ബേൺ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു. എ ഹോളി മാൻ ഓൾസോ കെയിം ആൻഡ് പെർഫോംഡ് ഹിസ് റിച്വൽ ടു ക്യൂർ ഹർ. അതേപോലെ ഒരു ഹോളി മാൻ അല്ലേ, നമ്മൾ ഋഷി എന്നൊക്കെ പറയും, അതേപോലെ സന്യാസി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരാൾ വന്നിങ്ങനെ പല കാര്യങ്ങളും ചെയ്തു നോക്കി, ഈ ഒരു വേദന കുറയാൻ വേണ്ടിയിട്ട്, ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പലതും ചെയ്തു. ആഫ്റ്റർ 20 hours, ആരാണ് ആഫ്റ്റർ 20 hours എന്ന് പറഞ്ഞത്? ആഫ്റ്റർ 20 hours സനാക്കിക്ക് ശ്രദ്ധിക്കുക, ആഫ്റ്റർ 20 hours ആണ് ആ വേദന കുറഞ്ഞത് എന്നാണ് പറയുന്നത് കേട്ടോ. ആ വേദന, ആ ഒരു വെനം ബോഡിയിൽ നിന്ന് പോയിട്ടുള്ളത്, അത് പോയിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ ആ വെനം ബോഡിയിൽ നിന്ന് പോയിട്ടുള്ളത് ആഫ്റ്റർ 20 hours ആണ് കേട്ടോ. 10 മണിക്കൂർ നീണ്ടു നിന്ന മഴയാണ്. 20 മണിക്കൂർ ആ പെയിന് സഫർ ചെയ്തതിനു ശേഷമാണ് ഒന്ന് കുറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണോ? യെസ്, ആഫ്റ്റർ 20 hours the poison finally lose its effect. ആ ഒരു പോയിസൺ അതിന്റെ എഫക്ട് നഷ്ടപ്പെട്ടത് എപ്പോഴാണ്? ആഫ്റ്റർ 20 hours. അപ്പൊ 10 hours 20 hours എവിടെ ഒന്ന് കേട്ടിട്ടുണ്ട്, അപ്പൊ എവിടാന്നുള്ളത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. 20 മണിക്കൂർ ആ വേദന സഹിച്ചതിന് ശേഷമാണ് ആ വേദന ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത്. The mother despite all the pain thanked God because the scorpion bit her and not her children less. അതായത് അവസാനം അമ്മ എന്താണ് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിനോട്, ഹോ എന്നെ അല്ലേ കഴിച്ചുള്ളൂ, എൻ്റെ മക്കളൊന്നും ചെയ്തില്ലല്ലോ. അതായത് അത്രയും 20 മണിക്കൂറോളം നീണ്ടു നിന്ന് ആ വേദന സഹിച്ച ആ അമ്മ പറയുന്നത് എന്താണ്? എന്നല്ലേ കഴിച്ചുള്ളൂ, എൻ്റെ മക്കളെ കഴിച്ചില്ലല്ലോ എന്ന് പറയാം. അപ്പൊ ആ ഒരു അമ്മയുടെ സ്നേഹം അല്ലെ, അമ്മയുടെ സ്നേഹം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ദിസ് ഷോസ് ദ ഡീപ് സെൽഫ്ലെസ് ലവ് ഓഫ് ദി മദർ അല്ലെ. അമ്മന്റെ ആ ഒരു സെൽഫ്ലെസ് ഡീപ്പ് ലവ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഈ അമ്മമാരെ വെള്ളിയിലും അങ്ങനെ ഭയങ്കര സെൽഫ്ലെസ് ആയിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സ്നേഹം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ക്ലിയർ ആണോ? യെസ്, കഴിഞ്ഞ ചാപ്റ്ററിൽ ഗ്രാൻഡ് മദർ ആണ്, ഈ ചാപ്റ്ററിൽ മദർ ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? യെസ്, ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. കെമിസ്ട്രി പോലെ ആകുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു ചാപ്റ്ററിന്റെ സമ്മറി നമ്മളിവിടെ ഓക്കെ, നോ ഡൗട്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, യെസ്, ഇനി അടുത്തത് ഈ ചാപ്റ്ററിൽ വരുന്ന തീംസ്. എന്താണ് ഈ ചാപ്റ്ററിൽ വരുന്ന തീംസ്? നമ്മളൊന്ന് പറഞ്ഞു നോക്കുക. ഇതിൽ ഇവിടുത്തെ നാട്ടുകാർ എങ്ങനെയുള്ള ആൾക്കാരാണ്? സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്സ് ഉള്ള ആൾക്കാരാണ് അല്ലേ, അന്ധവിശ്വാസങ്ങൾ നിറക്കാം. അവർ എഡ്യൂക്കേറ്റഡ്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടത്തെ ഇന്ത്യ അങ്ങനെ തന്നെ ആയിരുന്നു, സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്സ് ഉള്ള ആൾക്കാരാണ് അത്. പക്ഷെ അച്ഛൻ ഇങ്ങനെയാണ് കുറച്ചുകൂടി റാഷണലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ സൂപ്പർസ്റ്റീഷ്യസ് വേഴ്സസ് സയന്റിഫിക് എന്നുള്ള ആ ഒരു തരത്തിലുള്ള ഒരു തീം ഇതിൽ വന്നിട്ടില്ലേ? സൂപ്പർസ്റ്റീഷ്യൻ വേഴ്സസ് സയൻസ് എന്നുള്ളൊരു ടേം അല്ലെ, ആ ഒരു സംഭവം ഇവിടെ, ആ ഒരു തീമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാം. ഫെയ്ത്ത് ആൻഡ് റിലീജിയൻ, അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ദൈവത്തിന്റെ പേരൊക്കെ പറഞ്ഞിങ്ങനെ പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തിന്റെ പേര് ചാൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഫെയ്ത്ത് ആൻഡ് റിലീജിയൻ. അവർക്ക് മതങ്ങളോടുള്ള വിശ്വാസം. ഹോളി മാൻ വന്നിങ്ങനെ ക്യൂർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അവർക്ക് മതത്തോടുള്ള വിശ്വാസമാണ് കാണിക്കുന്നത് അല്ലെ, മതത്തോടുള്ള വിശ്വാസമാണ് കാണിക്കുന്നത്. ലവ് ആൻഡ് സാക്രിഫൈസ് ഓഫ് മദർ, അടുത്ത തീം. ആ ഒരു പോയത്തിന്റെ എൻഡിലെത്തുന്ന സമയത്ത് നമുക്ക് എന്താണ്? ആ ഒരു അമ്മന്റെ സ്നേഹം അല്ലെ. അമ്മ ഭയങ്കര സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരാളാണ്. 20 മണിക്കൂറോളം ആ വേദന സഹിച്ചിട്ട് അമ്മ എന്താ പറയുന്നത്? എന്റെ മക്കൾക്ക് അത് വന്നില്ലല്ലോ, ഞാനല്ലേ സഹിച്ചുള്ളൂ, എന്റെ മക്കൾക്ക് ആ വേദന വന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. ഹ്യൂമൻ റിയാക്ഷൻ ടു പെയിൻ ആൻഡ് ഫിയർ, അതേപോലെ തന്നെ ഒരു വേദന അല്ലെങ്കിൽ ഒരു പേടി, ഇതിനോട് മനുഷ്യന്റെ റിയാക്ഷൻ എങ്ങനെയാണ്, ഇത് നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാം അല്ലെ. അതായത് ഒരു പെയിന് വരുന്ന സമയത്ത് ആ ഒരു നാട്ടുകാർ കൂടിയതും, ആൾക്കാരുടെ ഒരു പെയിനിൽ എല്ലാവരും ഒരു അംഗമാകുന്നു അല്ലെ, ഒരു പെയിനിൽ എല്ലാവരും പിന്നെ അവരുടെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ തീം ക്ലിയർ അല്ലേ? തീം ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. 3 mark questions ആണ്. How did the poet's father react to the situation? അച്ഛൻ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനോട് റിയാക്ട് ചെയ്തത്? സാധാരണ ആൾക്കാരെ പോലെ പ്രാർത്ഥിച്ച് അവിടെ ഇരുന്നോ? ഇല്ല, അച്ഛന് പറ്റാവുന്ന രീതിയിൽ കുറച്ചുകൂടി സയന്റിഫിക്കലായിട്ട് കുറച്ചുകൂടി റാഷണൽ ആയിട്ട് ചിന്തിക്കുന്ന ആളാണ് അച്ഛൻ. അച്ഛൻ എന്താ ചെയ്തത്? ആ വൂണ്ട് ബേൺ ചെയ്ത് നോക്കി, പല രീതിയിലുള്ള ഹെർബ്സ് യൂസ് ചെയ്ത് നോക്കി. യെസ്, ദ പോയറ്റ്സ് ഫാദർ ഹു വാസ് എ റാഷണലിസ്റ്റ്. അത് ആ ഒരു പോയിന്റ് എന്തായാലും എല്ലാവരുടെയും പേപ്പറിൽ കാണണം കേട്ടോ, എല്ലാവരുടെയും പേപ്പറിൽ കാണാം. പോയിന്റിന്റെ ഫാദർ എങ്ങനെയാണ്? കുറച്ചുകൂടി സയന്റിഫിക്കലാണ്, കുറച്ചുകൂടി എന്താണ് റാഷണൽ ആയിട്ട്. ഹി വാസ് എ റാഷണലിസ്റ്റ് എന്ന് എഴുതണം കേട്ടോ. ട്രൈഡ് ഓൾ കൈൻഡ്സ് ഓഫ് ക്യൂർ മെഡിസിൻ, എല്ലാ തരത്തിലുള്ള മെഡിസിൻസ് അല്ലെ, ക്യൂർ ചെയ്യാനുള്ള ആ ഒരു വേദന, മുറിവ് മാറാനുള്ള എന്താണ് മെഡിസിൻസ് ട്രൈ ചെയ്തിട്ടുണ്ട്. പൗഡേഴ്സ്, ഹെർബ്സ്, ബ്ലെസ്സിങ്സ് ആൻഡ് ഈവൻ ബേൺ ദ വൂണ്ട്. എന്നിട്ട് അവസാനം എന്താണ്? ആ വൂണ്ട് ബേൺ ചെയ്യുക വരെ ചെയ്തു അല്ലെ. ആ പിന്നെ പാരഫിൻ ഓയിൽ ഒഴിച്ചിട്ട് ആ വൂണ്ട് ബേൺ ചെയ്യാൻ വരെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ആ പെയിൻ മാറാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, എന്തെങ്കിലും സയന്റിഫിക്കലായിട്ടല്ലേ ഹെർബ്സോ മരുന്നോ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന്
എന്ന് ചിന്തിച്ച ആളാണ് ആര്? ഫാദർ. ക്ലിയർ അല്ലേ? യെസ്. What does the mother say at the end of the poem? എന്താണ് അച്ഛന് മദർ പറഞ്ഞത് അല്ലെ? മദർ എന്താണ് ഈ ഒരു പോയത്തിന്റെ അവസാനത്തിൽ പറയുന്നത്? എന്താണ് പറയുന്നത്? എനിക്കല്ലേ വന്നുള്ളൂ, എന്റെ മക്കളെ വെറുതെ വിട്ടല്ലോ എന്നാണ് പറയുന്നത് അല്ലെ? The mother says thank God അല്ലെ? ദൈവത്തിന് ആദ്യം നന്ദി പറയണം. ദൈവത്തിന് 20 മണിക്കൂർ ആ വേദന സഹിച്ചിട്ട് അമ്മ എന്താ പറയുന്നത്? Thank God the scorpion picked on me and spared my children. ആ ഒരു വേർഡ് ഓർത്ത് വെക്കണം കേട്ടോ. Scorpion picked on me. Scorpion picked on me. Scorpion എന്നെയല്ലേ കഴിച്ചിട്ടുള്ളൂ. And spared my children. എന്റെ മക്കളെ വെറുതെ വിട്ടില്ലേ. Spared my children അല്ലേ? Showing her love and sacrifice. അതിലെന്താണ് അമ്മന്റെ ആ ഒരു സ്നേഹവും സാക്രിഫൈസും ആ ഒരു സെൽഫ്ലെസ് ലവ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? യെസ്. ഇനി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ദ പെസൻസ് ഇൻ ദ പോം. ഈ ഒരു പോയത്തിലുള്ള പെസന്റിന്റെ റോൾ എന്താണ് അല്ലെ? പെസന്റ് ആ ഒരു വേദന, ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി വന്ന പെസൻസ് ആണ് അല്ലെ? അവരുടെ ഒരു മെന്റാലിറ്റി, ഹെൽപ്പിംഗ് മെന്റാലിറ്റി നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് എന്താണ് ഇവിടെ റോൾ ഉള്ളത്? അവരെന്താണ് ഇവിടെ കാണിച്ചത് അല്ലെ? എന്താണ് അവരുടെ ആ ഒരു ക്യാരക്ടറിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ് നോക്കാം. When the scorpion stung the poet's mother, the peasants rushed to help. They chanted prayers, lit candles and hoped that their prayers would reduce her suffering. അല്ലെ? അവർ ഓടി വരികയാണ്, അവർ വീട്ടിലേക്ക് ഓടി വരികയാണ്. അവർ rush to their house, rush to their house അല്ല, അവരുടെ വീട്ടിലേക്കാണ് വന്നത്. rush to the poet's house അല്ലെ? പോയറ്റിന്റെ വീട്ടിലേക്കാണ് റഷ് ചെയ്ത് വരുന്നത്. എന്നിട്ട് എന്താണ്? they chanted prayers, അവർ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്. they lit candles, അവർ ക്യാൻഡിൽസ് കത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്? അവർ പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വേദന ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് അല്ലെ? reduce her suffering, ആ ഒരു വേദന കുറയാൻ വേണ്ടിയിട്ട്, അവർ ആ ഒരു സഫറിങ് കുറയാൻ വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. they believed the pain would wash away her sins and purify her souls. അതേപോലെ അവർ വിശ്വസിക്കുന്ന കാര്യം എന്താണ്? ഈ വേദന സഹിച്ചാൽ എല്ലാം ശരിയാവും, നിന്റെ കഴിഞ്ഞ ജന്മത്തിൽ ഈ ജന്മത്തിനും ചെയ്ത എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. അത് അവരുടെ വിശ്വാസമാണ്. ഓക്കെ, സ്കോപ്പിയോട് കടിച്ചു കഴിഞ്ഞാൽ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ള അവരുടെ വിശ്വാസമാണ്. So their beliefs were superstitious. അവരുടെ വിശ്വാസങ്ങൾ സൂപ്പർസ്റ്റീഷ്യസ് ആണ് അല്ലെ? അന്ധവിശ്വാസങ്ങളാണ്. The action came from kindness and concern. പക്ഷേ അവരുടെ ആ വിശ്വാസങ്ങളെല്ലാം അവരുടെ സൂപ്പർസ്റ്റീഷ്യസ് വിശ്വാസങ്ങളാണെങ്കിൽ പോലും അവർ അങ്ങനെയൊക്കെ ചെയ്യുന്ന എന്താണ്? മറ്റുള്ളവരോട് സഹതാപം ഉള്ളതുകൊണ്ടല്ലേ? മറ്റുള്ളവരുടെ വേദനയിൽ ഒരു കൺസേൺ ഉള്ളതുകൊണ്ടല്ലേ അല്ലെ? അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കി പോയാൽ പോരെ? എന്റെ അമ്മക്കൊന്നല്ലല്ലോ, അല്ലെങ്കിൽ എന്റെ പെങ്ങൾക്കൊന്നല്ലല്ലോ എന്ന് വിചാരിച്ച് പോയാൽ പോരെ? പക്ഷെ അവരെന്താ ചെയ്തത്? അടുത്ത വീട്ടിലുള്ള ഒരു സ്ത്രീക്കാണ്, പക്ഷെ എന്നാൽ പോലും അവർ കൺസേൺഡ് ആണ്, അവർ കെയർ ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത് അല്ലെ? അവരുടെ സൂപ്പർസ്റ്റീഷ്യസ് വിശ്വാസങ്ങൾ അവിടെ ഇരിക്കട്ടെ, പക്ഷെ അവരെ കെയർ ചെയ്യുന്നുണ്ട്. അപ്പുറത്തുള്ള വീട്ടിലാണ് സംഭവിച്ചെങ്കിലും അവർ കെയർ ചെയ്യുന്നുണ്ട്, അവർ കൺസേൺഡ് ആണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ്. യെസ്. The pressure shows how rural people come together in times of trouble. അല്ലെ? ഈ ഒരു പ്രഷർ നമുക്ക് എന്താണ് മനസ്സിലാക്കി തരുന്നത്? ഒരു ട്രബിൾ വരുമ്പോൾ സാധാരണക്കാർ റൂറൽ പീപ്പിൾ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ? റൂറൽ പീപ്പിൾ എങ്ങനെയാണ് ഒരുമിച്ച് വരുന്നത്? കം ടുഗെദർ ഇൻ ടൈംസ് ഓഫ് ട്രബിൾ. ഒരു ട്രബിൾ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് എങ്ങനെയാണ് വരുന്നത്? ആൻഡ് ഹൗ ഫെയ്ത്ത് ഗിവ്സ് ദം കംഫർട്ട് ഇൻ പെയിൻ. അപ്പോൾ എങ്ങനെയാണ് അവരുടെ വിശ്വാസങ്ങൾ അവർക്ക് ഒരു കംഫർട്ട് കൊടുക്കും? നമുക്ക് അല്ലെങ്കിലും ഈ മതങ്ങളിലുള്ള വിശ്വാസങ്ങൾ നമ്മൾ ഒരു വിധത്തിൽ സഹായിക്കുന്ന എങ്ങനെയാണ്? നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് ആരോടെങ്കിലും അത് പറയാനുണ്ടല്ലോ അല്ലെ? ആ ഒരു സമാധാനമാണ്. അത് നമ്മൾ ഫെയ്ത്തിലുള്ള ആ ഒരു വിശ്വാസം അവർക്കൊരു കംഫർട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വിശ്വാസങ്ങൾ അവർക്കൊരു കംഫർട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വേദന കുറയാൻ വേണ്ടിയിട്ട് അവർ ദൈവത്തിന്റെ നാമം ജപിക്കുന്ന സമയത്ത് അവർ ചിന്തിക്കുന്നത് എന്താണ്? ഇത് ചെല്ലുമ്പോൾ വേദന കുറയും എന്നുള്ള അവരുടെ ഒരു വിശ്വാസമാണ് അല്ലെ? യെസ്. അപ്പൊ അതും നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കണ്ടോ? ഓക്കെ, ഇനി അടുത്തത് കമ്പയർ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പെസൻസ് ആൻഡ് ദ പോയറ്റ്സ് ഫാദർ. ഓക്കെ, നമുക്കറിയാം അല്ലെ? പെസൻസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്? സയൻസ് വേഴ്സസ് സൂപ്പർസ്റ്റീഷ്യസ്. ആ ഒരു സംഭവമാണ് ഇവിടെ വരുന്നത്. നോക്കാം. ദ പെസൻസ് ആർ ട്രഡീഷണൽ ആൻഡ് സൂപ്പർസ്റ്റീഷ്യസ്. ആ ഒരു പെസൻസ് എങ്ങനെയുള്ള ആൾക്കാരാണ്? ട്രഡീഷണൽ ആണ്, സാധാരണ ഒരു പഴഞ്ചൻ ആൾക്കാരാണ്, ഓൾഡ് സ്കൂൾ ആയിട്ടുള്ള ആൾക്കാരെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എഡ്യൂക്കേറ്റഡ് അല്ല, ട്രഡീഷണൽ ബിലീഫ്സ് ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. സൂപ്പർസ്റ്റീഷ്യസ് ആണ് അല്ലെ? അതായത് അന്ധവിശ്വാസങ്ങളൊക്കെ നിറഞ്ഞ ആൾക്കാരാണ്. ദ ബിലീവ് സ്റ്റാൻഡിങ് ഗോഡ്സ് നെയിം ക്യാൻ ക്യൂർ ദ പോയ്സൺ. അവർ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണ്? ആ ഒരു പോയ്സൺ അല്ലെ? പോയ്സന്റെ ആ ഒരു എഫക്ട് കുറയണമെങ്കിൽ എന്താണ്? ദൈവത്തിന്റെ പേര് പറഞ്ഞാൽ മതി, ദൈവത്തിന്റെ പേര് മന്ത്രിച്ചാൽ മതി എന്ന് അവരുടെ വിശ്വാസമാണ്. ദേ ഡിപ്പെൻഡ് ഓൺ ഫെയ്ത്ത് ആൻഡ് റിച്വൽസ്. അവരെന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫെയ്ത്ത് ആൻഡ് റിച്വൽസ് അല്ലെ? ഫെയ്ത്ത് ആൻഡ് റിച്വൽസിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. ദ ഫാദർ ഓൺ ദ അതർ ഹാൻഡ് ഈസ് എ റാഷണൽ മാൻ. അച്ഛൻ എങ്ങനെയുള്ള ആളാണ്? ഒരു റാഷണൽ മാൻ ആണ് അല്ലെ? അച്ഛൻ ഒരു റാഷണൽ മാൻ ആണ്. ഹു ബിലീവ്സ് ഇൻ സയൻസ്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ്? സയൻസിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഹി ട്രൈസ് മെഡിസിൻ, ഹെർബ്സ് ആൻഡ് ഈവൻ ബേൺ ദ വൂണ്ട് ടു സ്റ്റോപ്പ് ദ പോയ്സൺ. അച്ഛൻ എന്താ ചെയ്തത്? ഹെർബ്സ് യൂസ് ചെയ്തു. ഞാൻ വീണ്ടും ഇത് പറയുന്നത് നിങ്ങൾക്ക് അത് തലയിൽ കയറാൻ വേണ്ടിയിട്ടാട്ടോ. ഈ ഒരു പോയിന്റ്സ് തന്നെ നിങ്ങൾ അന്ന് എക്സാമിൽ പോയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഹെർബ്സ് യൂസ് ചെയ്തു, വൂണ്ട്സ് ബേൺ ചെയ്തു, എന്നൊക്കെ നിങ്ങൾ അവിടെ ചെന്നിട്ട് എഴുതണം.
ഓക്കെ, മെഡിസിൻസ് യൂസ് ചെയ്ത് നോക്കി. സോ ത്രൂ ദിസ് ടു ക്യാരക്ടേഴ്സ് ദ പോയറ്റ് ഷോസ് ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഫെയ്ത്ത് ആൻഡ് റീസൺ അല്ലെ. ഈ രണ്ട് ക്യാരക്ടേഴ്സ്, പെസൻസിന്റെ ക്യാരക്ടേഴ്സും ഫാദർ ക്യാരക്ടേഴ്സും കാണിക്കുന്ന സമയത്ത് നമുക്ക് റീസൺ ആൻഡ് ഫെയ്ത്ത് അല്ലെ, ഒരാള് വിധിയിലാണ് വിശ്വസിക്കുന്നത്, ഒരാള് ദൈവത്തിന്റെ റിലീജിയനിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്, മറ്റേത് കുറച്ചുകൂടെ റീസൺ അല്ലെ, സയന്റിഫിക്കൽ ആയിട്ട് റാഷണൽ ആയിട്ട് ചിന്തിക്കുന്ന ആളാണ് ഫാദർ. ക്ലിയർ അല്ലേ? ബോത്ത് എക്സിസ്റ്റിംഗ് സൈഡ് ബൈ സൈഡ് ഇൻ ഇന്ത്യൻ കൾച്ചർ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് രണ്ട് എക്സ്റ്റെന്റ് ഉള്ള മനുഷ്യന്മാരും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ് യെസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ആരുടെ ക്യാരക്ടർ സ്കെച്ച് വരാനാണ് സാധ്യത കൂടുതൽ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറയാം കേട്ടോ ആരുടെ ക്യാരക്ടർ സ്കെച്ച്. അതായത് ഇനിയും നമുക്ക് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ചാപ്റ്ററിലൊന്നും ക്യാരക്ടർ സ്കെച്ച് വരാനില്ല അല്ലെ. ഫാദറെ പറ്റി ചോദിക്കും, പക്ഷെ അത് ക്യാരക്ടർ സ്കെച്ച് അല്ല. ഫാദർ എങ്ങനെയുള്ള ആളായിരുന്നു ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഫാദർ എങ്ങനെയായിരുന്നു, പെസൻസ് എങ്ങനെയാണ്, നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ക്യാരക്ടർ സ്കെച്ച് ആരുതാ ചോദിക്കാന്നുള്ള മിസ് പറയാം കേട്ടോ. അതായത് ഇനിയുള്ള ചാപ്റ്റേഴ്സിൽ കുറച്ച് കഥകൾ വരുന്നില്ലേ, നമ്മൾ ലാസ്റ്റ് ടൈഗർ ഇൻ ദ ടണലൊക്കെ വരുന്നില്ല, അതിലൊക്കെ വരുന്ന ക്യാരക്ടേഴ്സിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ മിസ് പറയാം കേട്ടോ. യെസ്. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് വരുന്നത് മെറ്റഫർ ആൻഡ് അലിട്രേഷൻ ആണ്. മെറ്റഫർ ആൻഡ് അലിട്രേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വാട്ട് ഈസ് മെറ്റഫർ? എന്താണ് മെറ്റഫർ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്ത് പഠിച്ചിട്ടുണ്ട്? ഫിഗർ ഓഫ് സ്പീച്ച് പഠിച്ചിട്ടില്ലേ? ഫിഗർ ഓഫ് സ്പീച്ച് പഠിച്ചിട്ടില്ലേ? അതിൽ വരുന്ന ഒരാളാണ് മെറ്റഫർ. ഫിഗർ ഓഫ് സ്പീച്ച് എന്തായിരുന്നു മക്കളെ? ഒരു പോയത്തിന് ഭംഗി കൂട്ടാൻ അല്ലേ, നമ്മൾ ഈ ലിപ്സ്റ്റിക്കും നമ്മൾ ഈ മാലയും കമ്മലൊക്കെ ഇടും പോലെ തന്നെ ഒരു പോയത്തിന് ഭംഗി കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മെറ്റഫർ. ഓക്കെ, മെറ്റഫർ എന്താണ്? ഒരു പോയത്തിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് പോയറ്റ് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഫിഗർ ഓഫ് സ്പീച്ചിൽ ഒന്നാണ് മെറ്റഫർ എന്ന് പറയുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ സിമിലി പഠിച്ചു. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റഫർ ആണ്. സിമിലി പേഴ്സോണിഫിക്കേഷൻ കഴിഞ്ഞ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമ്മൾ മെറ്റഫർ ആൻഡ് അലിട്രേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, മെറ്റഫർ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ സിമിലിയെ പറ്റി എന്താ പഠിച്ചത്? ലൈക്കോ ആസോ യൂസ് ചെയ്തിട്ട് രണ്ട് സാധനങ്ങളെ കമ്പയർ ചെയ്യുക അല്ലെ. ലൈക്ക് എ ഫ്ലവർ, ഷീ ഈസ് ലൈക്ക് എ ഫ്ലവർ എന്ന് പറയും. അപ്പം നമ്മൾ ലൈക്ക് എന്ന് യൂസ്, അവള് പൂ പോലെയാണ്, പോലെ എന്ന് നമ്മൾ യൂസ് ചെയ്തു അല്ലെ. ഇനി അവൾ പൂവാണ് എന്ന് പറയാണ്, അവള് പൂവാണ്. She is a flower. Okay, she is a rose. She is red rose എന്നൊക്കെ ഞാൻ പറയാണ്. She is red rose. Yes, അവളൊരു ചുവന്ന പൂവാണ് എന്നൊക്കെ പറയാണ്. അപ്പൊ അവൾ ശരിക്കും പൂവല്ല, അവളൊരു മനുഷ്യനാണ്. പക്ഷെ പൂവായിട്ട് ഞാൻ അവളെ കമ്പയർ ചെയ്യാണ്, ലൈക്കോ ആസോ യൂസ് ചെയ്യാതെ കമ്പയർ ചെയ്യാണ്. അപ്പൊ ഈ ലൈക്കോ ആസോ യൂസ് ചെയ്യാതെ കമ്പയർ ചെയ്യുന്നതിന്, ലൈക്കോ ആസോ യൂസ് ചെയ്യാതെ, ശ്രദ്ധിക്കണേ മക്കളെ, മെറ്റഫർ എന്ന് പറയുന്നത് ലൈക്കോ ആസോ യൂസ് ചെയ്യാതെ കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത്. ഓക്കെ, അവൻ എന്താണ്? അവന്റെ ഹൃദയം കല്ല് പോലെയാണ് അല്ലെ. അവന്റെ ഹൃദയം കല്ല് പോലെയാണ്. ഹിസ് ഹാർട്ട് ഈസ് ലൈക്ക് എ സ്റ്റോൺ എന്ന് പറയാണ്. അതെന്താണ്? അത് സിമിലിയാണ് അല്ലെ. ലൈക്ക് എ സ്റ്റോൺ എന്നല്ല മിസ് പറഞ്ഞത്, ഹിസ് ഹാർട്ട് ഈസ് എ സ്റ്റോൺ എന്ന് ഞാൻ പറയണം. അവന്റെ ഹൃദയം കല്ലാണെന്ന് മിസ് പറയാണ്. അപ്പൊ അതെന്താണ്? മെറ്റഫർ ആണ് അല്ലേ. ലൈക്കോ ആസോ യൂസ് ചെയ്താൽ അത് എന്താണ്? സിമിലിയാണ്. പക്ഷെ ലൈക്കോ ആസോ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, വേറൊരു സാധനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൈക്കോ ആസോ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് മെറ്റഫർ ആണ്. ക്ലിയർ അല്ലേ? ഒരു സാധനത്തിന് വേറൊരു സംഭവമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലൈക്കോ ആസോ യൂസ് ചെയ്താൽ സിമിലി, യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ മെറ്റഫർ. ഇത് പിന്നെയും പറയുന്നത് അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് അവിടെ ചെന്നിട്ട് തെറ്റി ചെയ്തി വെക്കരുത്. മെറ്റഫർ എന്താ, സിമിലി എന്താന്നുള്ളത് ക്ലിയർ ആക്കിയിട്ട് പോകണം കേട്ടോ. ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഹി ഹാസ് എ ഹാർട്ട് ഓഫ് ഗോൾഡ്. അവന്റെ ഹൃദയം ഗോൾഡ് പോലെയാണെന്ന് പറയുന്നുണ്ട്. ഹി ഹാസ് എ ഹാർട്ട് ഓഫ് ഗോൾഡ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗോൾഡ് പോലെയാണല്ലോ, അവന്റെ ഹൃദയം ഗോൾഡ് ആണ്. സോറി, പോലെയാണെന്ന് മിസ് പറഞ്ഞിട്ടല്ലേ, ഗോൾഡ് ആണ് എന്ന് പറയുന്നത്. അവന്റെ ഹൃദയം ഗോൾഡ് ആണെന്ന് പറയുന്നത്. ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? അവിടെ മെറ്റഫർ ആണ് അല്ലേ. ലൈക്ക് എ ഗോൾഡ് എന്ന് പറഞ്ഞാൽ അവ സിമിലിയാന്ന് നമുക്കറിയാം അല്ലെ. ലൈക്ക് എ ഗോൾഡ് എന്ന് പറയുമ്പോൾ അത് സിമിലിയാണ്. ഷീ ഈസ് ഷൈനിങ് സ്റ്റാർ. അവൾ എന്താണ്? ഒരു തിളക്കമുള്ള സ്റ്റാർ ആണെന്ന് പറയുന്നുണ്ട്. അവൾ തിളക്കമുള്ള ഒരു സ്റ്റാർ ആണ്. അപ്പൊ സ്റ്റാറുമായിട്ട് അവളെ കമ്പയർ ചെയ്യാണ്. ഷീ ഈസ് നൈറ്റ് ഔൾ. അവൾ ഒരു നൈറ്റ് ഔൾ ആണെന്ന് പറയുന്നുണ്ട്. നൈറ്റ് ഔൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നൈറ്റ് ഔൾ എന്നുള്ള എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നൈറ്റ് ഔൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഔൾ എന്ന് പറഞ്ഞാൽ മൂങ്ങ എന്ന് നമുക്കറിയാം അല്ലെ. ഔൾ എന്ന് പറഞ്ഞാൽ മുങ്ങിയാണ്. അപ്പൊ നൈറ്റ് ഔൾ എന്ന് ആരെയാ പറയാ? രാത്രി ഒന്നും ഉറങ്ങാതെ 12 മണിക്ക് 1 മണിക്കൊക്കെ ഇങ്ങനെ ഫോണിൽ കളിച്ച് രാത്രി ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. രാത്രി നമുക്ക് അസൈൻമെന്റ് ഒക്കെ തന്നാൽ രാത്രി എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ നൈറ്റ് ഔൾ എന്ന് പറയാം. ഓക്കെ, ഷീ ഈസ് എ നൈറ്റ് ഔൾ എന്ന് പറഞ്ഞാൽ അവളൊരു രാത്രിയൊക്കെ ഭയങ്കരമായിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ പൊതുവെ നൈറ്റ് ഔൾ എന്ന് പറയാം. ക്ലിയർ ആണോ? യെസ്, ഷീ ഈസ് എ നൈറ്റ് ഔൾ എന്നാണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? യെസ്. നോക്കാം. ഇനി അടുത്തത് അലിട്രേഷൻ ആണ്. ഓക്കെ, ഇവിടെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. സ്പീഡ് കുറയ്ക്കണോ? ഓക്കെ, സ്പീഡ് കുറയ്ക്കട്ടോ. ഒരുപാട് ചാപ്റ്റേഴ്സ് തീർക്കാനുള്ളത് കൊണ്ടാണ് മിസ് ഓടുന്നത്. സ്പീഡ് കുറയ്ക്കട്ടോ.
റാഷണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കുന്നുണ്ട്. യുക്തിവാദി, യുക്തിയോട് കൂടെ ചിന്തിക്കുക, കാര്യങ്ങളൊക്കെ നല്ല യുക്തിയോട് കൂടി ചിന്തിക്കുക എന്ന് പറയില്ല, അതിനാണ് യുക്തിവാദിയാണ് കേട്ടോ റാഷണലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് അലിട്രേഷൻ ആണ്. വാട്ട് ഈസ് അലിട്രേഷൻ? നോക്കാം. വാട്ട് ഈസ് അലിട്രേഷൻ? എന്താണ് അലിട്രേഷൻ? മക്കൾ എവിടെ ശ്രദ്ധിക്കണേ. ഞാൻ സ്പീഡ് കുറയ്ക്കാം. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പീറ്റേഷൻ ഓഫ് സൗണ്ട് ആണ് അലിട്രേഷൻ ട്ടോ. റിപ്പീറ്റേഷൻ ഓഫ് സൗണ്ട് ആണ്. എന്ത് സൗണ്ട് റിപ്പീറ്റ് ചെയ്യാണ്? കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ട്വിങ്കിൾ ട്വിങ്കിൾ എന്നുള്ള ലൈനിൽ തന്നെ എന്തൊക്കെ വന്ന് ടി സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നല്ലേ. ഈ കോൺസണന്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാത്ത ആൾക്കാരുണ്ടോ? ഒന്ന് ശ്രദ്ധിക്കേ. AEIOU ഇതെന്താണ്? AEIOU എന്താണ്? ഇത് വവൽ ലെറ്റേഴ്സ് ആണ് അല്ലെ. വവൽ ലെറ്റേഴ്സ്, കോൺസണന്റ് ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ BCD ഇതല്ലാതെ വരുന്ന ബാക്കിയുള്ള ഇംഗ്ലീഷിലെ എല്ലാ ലെറ്റേഴ്സും എന്താണ്? കോൺസണന്റ് ലെറ്റേഴ്സ് ആണ് അല്ലെ. കോൺസണന്റ് സൗണ്ട്സ് ആണ്. അങ്ങനെ കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിനാണ് നമ്മൾ അലിട്രേഷൻ, ഒരു എല്ല് കൂടുതൽ. അലിട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു എല്ല് കൂടുതൽ. റിപ്പീറ്റേഷൻ, ഓക്കെ, റിപ്പീറ്റേഷൻ ആണ്. റിപ്പീറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട് ആണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇപ്പം പഠിക്കണം, നാളെ പഠിക്കാന്ന് വിചാരിച്ചില്ല, നാളെയാണ് എക്സാം. അപ്പോൾ ഇപ്പം പഠിച്ചു പോവാ. അലിട്രേഷൻ ഒരു എല്ല് കൂടുതൽ ഉള്ളത് റിപ്പീറ്റേഷൻ ആണ്. റിപ്പീറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട് ആണ്. കോൺസണന്റ് സൗണ്ടിന്റെ റിപ്പീറ്റേഷൻ ആണ്. റിപ്പീറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. കോൺസണന്റ് സൗണ്ട് എന്ന് പറയുന്നത് എന്താന്നുള്ള ക്ലിയർ ആയില്ലേ? BCD, പിന്നെ E ഇല്ല, FGH എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലെറ്റേഴ്സ്, അതായത് AEIOU അല്ലാത്ത എല്ലാ ലെറ്റേഴ്സും എന്താണ്? കോൺസണന്റ് സൗണ്ട്സ് ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, പാർട്ടിംഗ് വിത്ത് ഹിസ് പോയ്സൺ, ഇതില് പ് സൗണ്ട് അല്ലെ. പ് സൗണ്ട് റിപ്പീറ്റ് ആയിട്ട്, പാർട്ടിംഗ് വിത്ത് ഹിസ് പോയ്സൺ എന്ന് പറയുന്നതില് പ് സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. പ് സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സൗണ്ട് റിപ്പീറ്റ് ആയി വരുമ്പോൾ കോൺസണന്റ് സൗണ്ട് ആണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് നമ്മൾ പറയാം. ഓക്കെ, ഒരു ലൈന് തന്നിട്ട് ഇതിൽ അലിട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചെല്ലി നോക്കുമ്പോൾ ആ ഏതെങ്കിലും ലെറ്റേഴ്സ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഇപ്പൊ ഇതിൽ P സൗണ്ട് ആണ് റിപ്പീറ്റഡ് ആയി ഫീൽ ചെയ്യും, നമുക്ക് കാണാൻ തന്നെ പറ്റുന്നുണ്ട് അല്ലെ. കോൺസണന്റ് കൂടുതലും കാണാൻ പറ്റും കേട്ടോ. അപ്പൊ കോൺസണന്റ് ലെറ്റർ റിപ്പീറ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് അത് പറയാം, ഈ സൗണ്ട് ആണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്, നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? യെസ്, അലിട്രേഷൻ എന്ന് പറയുന്നതും ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. ക്ലിയർ അല്ലേ? യെസ്, ആ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. ഒറ്റ സെക്കൻഡ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഗ്രാമർ മിസ്റ്റേക്ക് വന്നാൽ മാർക്ക് കുറയോ നമുക്ക് ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് അല്ലേ മക്കളെ, ഇംഗ്ലീഷിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടുണ്ടോ? മോശമല്ലേ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഗ്രാമർ മിസ്റ്റേക്ക്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പിന്നെയും വലിയ കാര്യമായിട്ട് ഇടൂല, കാരണം അവർ സ്പീഡിൽ വായിച്ചു പോവുക ചെയ്യുക. പക്ഷെ ഗ്രാമർ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഗ്രാമർ മിസ്റ്റേക്ക് വരുത്തരുത്. അല്ലാതെ ചെറിയ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. പക്ഷെ മാക്സിമം നിങ്ങൾ എഴുതുക. ഇംഗ്ലീഷ് എക്സാമിൽ എനിക്ക് അത്ര പറയാനുള്ളൂ, നിങ്ങൾ എഴുതണം, നല്ല രീതിയിൽ എഴുതണം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലേ, ഈ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരുപാട് പോയിന്റ്സ് കിട്ടുന്നില്ല. ആ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല. പേപ്പർ വാലിഡേറ്റ് ചെയ്യുന്ന ആൾക്ക് തോന്നണം, ഈ കുട്ടി എന്തോ വായിച്ചിട്ടുണ്ടെന്ന് തോന്നണം, അല്ലെങ്കിൽ ഈ ക്ലാസ് കണ്ടിട്ടുണ്ടെന്ന് തോന്നണം. ആ രീതിയിൽ നിങ്ങൾ എഴുതണം കേട്ടോ. എഴുതിയാൽ മാത്രമേ മാർക്കുള്ളൂ. ഗ്രാമർ മിസ്റ്റേക്കോ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഒന്നും കാര്യമാക്കണ്ട. എഴുതുക, നല്ല രീതിയിൽ എഴുതുക. പേപ്പർ ഒരു 10-20 പേപ്പർ വാങ്ങി അങ്ങനെ എഴുതുക. ഓക്കെ, യെസ്. ഇനി അടുത്തത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലെ. ഈ ഒരു ചാപ്റ്റർ അത്ര ഈസി അല്ല, പക്ഷെ അവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചിട്ട് പോകട്ടോ. നിങ്ങൾ ഇനി ടെക്സ്റ്റ് ബുക്ക് വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയെ. ഇന്ത്യ ഹർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. ഞാൻ കുറച്ച് സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കുറയ്ക്കാട്ടോ. ഞാൻ ഇത് ഒരുപാട് പോർഷൻസ് തീർക്കാനുള്ളതുകൊണ്ടാണ്. നമുക്ക് ഇന്ത്യ ഹർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. സ്പീച്ച് ബൈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആരാണ്? നമ്മളെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണ് അല്ലെ. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണ് നമ്മളുടെ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സ്പീച്ച് പൊതുവെ ആർക്കും ഇഷ്ടമല്ല അല്ലെ. സ്പീച്ച് എന്ന് പറയുമ്പോൾ ആർക്കും ഇഷ്ടമല്ല, പ്രഭാഷണം ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഒരു സ്പീച്ച് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ടോക്സ് അബൌട്ട് ഇന്ത്യസ് ഗ്രേറ്റ് പാസ്റ്റ്, ഹർ പ്രസന്റ് സ്ട്രഗിൾസ് ആൻഡ് ഹിസ് ഡ്രീം ഫോർ ദ ഫ്യൂച്ചർ. നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് മെയിൻ ആയിട്ട് പറയുന്നത് നോക്കാം. ജവഹർലാൽ നെഹ്റു നമ്മൾ ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്ത് നമ്മൾ ഇന്ത്യനെ പറ്റി ചിന്തിക്കുകയാണ്. ഇന്ത്യ പണ്ട് എങ്ങനെയായിരുന്നു? ഇന്ത്യ ഈ ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് മുമ്പ്, ഈ രാജാക്കന്മാരൊക്കെ വാഴുന്ന കാലത്തില്ലേ, അന്ന് ഇന്ത്യ എങ്ങനെയായിരുന്നു? ആൻഷ്യൻ ഇന്ത്യ എങ്ങനെയായിരുന്നു ചിന്തിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യന്റെ അവസ്ഥ എന്താ? ഇന്ത്യന്റെ അവസ്ഥ എന്താണ്? ആകെ മൊത്തം ഭയങ്കര പ്രശ്നമാണ്. ബ്രിട്ടീഷുകാരൊക്കെ വന്നു, കൊളോണിയൽ പീരീഡോ കഴിഞ്ഞു, ആകെ മൊത്തം സ്ട്രഗിൾസ് ആണ് അല്ലെ. ഒരു ഇൻഡിപെൻഡൻസ് ഒക്കെ എങ്ങനെയോ വാങ്ങിയതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഇന്ത്യന്റെ അവസ്ഥ, ഇനി ഫ്യൂച്ചറിൽ ഇന്ത്യ എങ്ങനെയായിരിക്കും? നമുക്കൊക്കെ ആഗ്രഹങ്ങളുണ്ട്. അതേപോലെ ജവഹർലാൽ നെഹ്റു, അതായത്
പ്രൈം മിനിസ്റ്റർ ആയി നിന്നുകൊണ്ട് അദ്ദേഹം ആഗ്രഹിക്കുകയാണ് എന്റെ ഇന്ത്യ അങ്ങനെ ആയിരുന്നെങ്കിൽ, എന്റെ ഇന്ത്യ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അതായത് ഭാവിയിൽ അങ്ങനെ ആവണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു ചാപ്റ്റർ ആണ് നമുക്ക് നോക്കാം. അങ്ങനെ ഒരു സ്പീച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹി ഷെയർസ് ഹിസ് ഡീപ് വോയിസ് ലവ് ഫോർ ദ കൺട്രി ആൻഡ് ഹിസ് കൺസേൺ അബൌട്ട് ഇറ്റ്സ് പ്രോഗ്രസ് ആൻഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം അദ്ദേഹം അതിന്റെ പ്രോഗ്രസിന് വേണ്ടിയിട്ട് അദ്ദേഹം പറയാണ്, ആൻഷ്യൻ ഇന്ത്യ അങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ ഇന്ത്യ ഇങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കണം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീച്ചാണ്. ഈസി അല്ലേ? ആൻഷ്യൻ ഇന്ത്യ അങ്ങനെയായിരുന്നു അല്ലെ, ഭയങ്കര സംഭവമായിരുന്നു, സ്ട്രഗിൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ, നമുക്ക് ഇനി നല്ല രീതിയിൽ മാറണം. ഏതൊരു പ്രൈം മിനിസ്റ്ററും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ അത്? യെസ്, നല്ല ഏതൊരു പ്രൈം മിനിസ്റ്ററും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ അത്. ഇനി ഇന്ത്യസ് ഗ്ലോറിയസ് പാസ്റ്റ്, ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഇന്ത്യസ് ഗ്ലോറിയസ് പാസ്റ്റ്. നമ്മളൊന്നും അന്ന് ജനിച്ചിട്ടില്ല, അപ്പൊ ഇന്ത്യന്റെ ഗ്ലോറിയസ് പാസ്റ്റ്, അതായത് ആൻഷ്യൻ ഇന്ത്യ, രാജാക്കന്മാരൊക്കെ ഉള്ള കാലത്ത് പിന്നെ പണ്ടത്തെ ആ ഒരു ഇന്ത്യ എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. ആൻഷ്യൻ ഇന്ത്യ ഹാസ് എ പവർഫുൾ എനർജറ്റിക് ആൻഡ് ഇന്റലിജന്റ് സിവിലൈസേഷൻ. ആൻഷ്യൻ ഇന്ത്യ, പണ്ടത്തെ ഇന്ത്യക്ക് എന്തുണ്ടായിരുന്നു? ഇന്ത്യക്ക് എന്തുണ്ടായിരുന്നു? പവർഫുൾ ആയിരുന്നു, എനർജറ്റിക് ആയിരുന്നു അല്ലെ. അന്നത്തെ ആൾക്കാർ വളരെ പവർഫുൾ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, വളരെ യൂണിറ്റിയിൽ അല്ലെ, ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ജീവിച്ച ആൾക്കാരായിരുന്നു. മറ്റേ മാവേലി വാഴ്ന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്നില്ലേ, അതുപോലെ പണ്ടത്തെ ഇന്ത്യയിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരുന്നു പണ്ടത്തെ ഇന്ത്യയിലുള്ളത് കേട്ടോ. പീപ്പിൾ വർ ക്യൂരിയസ്, ബ്രോഡ് മൈൻഡഡ് ആൻഡ് സ്പിരിച്വൽ. പണ്ടത്തെ ആൾക്കാർ സ്പിരിച്വൽ ആണ് ഓഫ് കോഴ്സ്, അതേപോലെ തന്നെ അവരെന്താണ്? ബ്രോഡ് മൈൻഡഡ് ആണ്, വിശാല മനസ്കരാണ്. എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാനുള്ള, ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുള്ള ആൾക്കാരാണ് അവര്. ഇന്ത്യ വാസ് നോൺ ഫോർ ഇറ്റ്സ് ടോളറൻസ്, വിഷ്ഡം ആൻഡ് പീസ്. ഇന്ത്യ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ആ ഒരു ടോളറൻസ് അല്ലെ, എല്ലാം ആക്സെപ്റ്റ് ചെയ്യാനും, എല്ലാം ടോളറേറ്റ് ചെയ്യാനും, പിന്നെ വിഷ്ഡത്തിനും പീസ് അല്ലെ, സമാധാനം, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ അറിയപ്പെട്ട ഒരു രാജ്യമായിരുന്നു നമ്മളുടെ ഇന്ത്യ. ക്ലിയർ ആണോ? പക്ഷെ എന്ത് പറ്റി ഇന്ത്യക്ക്? അങ്ങനെയുള്ള ഇന്ത്യക്ക് എന്താ പറ്റിയത് നോക്കാം. ബട്ട് ലേറ്റർ ദ കൺട്രി സ്റ്റാർട്ടഡ് ലൂസിങ് ഇറ്റ്സ് സ്പിരിറ്റ്. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞ സമയത്ത് ഇന്ത്യക്ക് അതിന്റെ സ്പിരിറ്റ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോയി. ഇന്ത്യ ലൂസ് ഇറ്റ്സ് സ്പിരിറ്റ് അല്ലെ, ലൂസിങ് ഇറ്റ്സ് സ്പിരിറ്റ്, ഇങ്ങനെ അതിന്റെ ആ ഒരു സ്പിരിറ്റ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. വാട്ട്സ് ദ റീസൺ? നാരോ കസ്റ്റംസ് അല്ലെ, ഓരോരുത്തർ അവരുടെ വിശ്വാസങ്ങളായി മുന്നോട്ട് പോവുക. എന്റെ വിശ്വാസം വലുത്, അവന്റെ വിശ്വാസം തെറ്റാണ്, അല്ലെങ്കിൽ അവനെ അടിക്കാൻ പോവാണ്, അവർ അതിൽ വിശ്വസിക്കുന്നതിൽ എല്ലാവരും അവരുടെ കാര്യങ്ങൾ മാത്രം പ്രയോറിറ്റൈസ് ചെയ്തു. അതായത് യൂണിറ്റി ഇല്ല, പിന്നെ എന്താ പറയാ, തൊട്ടുകൂടായ്മ, അങ്ങനെയുള്ള പല കാസ്റ്റ്, ക്ലാസ്, ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് വരികയാണ്. കാസ്റ്റ് ഡിവിഷൻ വന്നു, ബ്ലൈൻഡ് ട്രഡീഷണൽ സപ്പോർട്ട് പ്രോഗ്രസ് അല്ലെ, ഒരുപാട് ബ്ലൈൻഡ് ആയിട്ട് എന്താണ്, ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുക. അതായത് ഇങ്ങനെ ഒരുപാട് എന്താ പറയാ, സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ബിലീഫ്സ്, നമുക്ക് ഇങ്ങനെ പറയാം. പിന്നെ ഈ ഒരുപാട് ചാത്തൻ സേവ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളില്ലേ, അതായത് അന്ധവിശ്വാസങ്ങൾ, നമ്മൾ ഇങ്ങനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നല്ല രീതിയിൽ എത്തും എന്നൊക്കെയുള്ള രീതിയിൽ കുറെ സ്വാമികൾ, തട്ടിപ്പ് നടത്തുന്ന സ്വാമികളെ നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള റിലീജിയസ് വിശ്വാസങ്ങളല്ല, കുറച്ച് ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ വിശ്വസിക്കുക, അങ്ങനെയുള്ള രീതിയിലേക്ക് ആൾക്കാർ മാറിപ്പോയി. അങ്ങനെ സംഭവിച്ച സമയത്ത് എന്താ സംഭവിക്കുക? അങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ, അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്റെ വിശ്വാസം വലുത്, അവന്റെ വിശ്വാസം തെറ്റാണെന്നുള്ളൊരു ചിന്ത ആൾക്കാരുടെ ഉള്ളിലേക്ക് എത്തും. അത് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് ആൾക്കാരെ എന്താക്കി? വല്ലാതെ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. ആൾക്കാരുടെ ആ യൂണിറ്റി നഷ്ടപ്പെട്ടു. ഇന്ത്യ ഫേസ്ഡ് ഇൻവേഷൻ. അതേപോലെ ഇന്ത്യ എന്ത് ഫേസ് ചെയ്തു? ഇൻവേഷൻ, ഫസ്റ്റ് ബൈ മുസ്ലിംസ് ആൻഡ് ലേറ്റർ ബൈ വെസ്റ്റേൺ പവേഴ്സ്. ആദ്യം മുസ്ലിംസ് ആയിരുന്നു, പിന്നെ എന്താണ്, അത് അറബ്സ് ആണ് വന്നിട്ടുള്ളത് അല്ലെ. പിന്നെ എന്ത് സംഭവിച്ചു? ബൈ വെസ്റ്റേൺ പവേഴ്സ് വന്നു. അങ്ങനെ എന്താണ്, ഫോറിൻ ഇൻവേഷന് ശേഷം ഒരുപാട് വീണ്ടും സെപ്പറേറ്റ് ആയി മാറി ഇന്ത്യ. കൊളോണിയൽ റൂൾ ബോട്ട് സഫറിങ്സ് അല്ലെ. കൊളോണിയൽ റൂൾ വന്ന സമയത്ത് എന്താണ്, ഒരുപാട് സഫർ ചെയ്തു ഇന്ത്യ, ഒരുപാട് സഫർ ചെയ്തു. നമ്മളാകെ ഡിപ്പെൻഡഡ് ആയി, നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അവരെ നമ്മളെ കാര്യങ്ങളെല്ലാം, നമ്മളെല്ലാ സംഭവങ്ങളും തട്ടിയെടുത്ത് പോയി. അങ്ങനെ ഒരുപാട് സഫർ ചെയ്തു. ബട്ട് ഓൾസോ ന്യൂ ഐഡിയാസ് ആൻഡ് സയൻസ് ഫ്രം ദ വെസ്റ്റ്. പക്ഷേ അവർ വന്നിട്ടില്ല എന്നെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കോ? ഇപ്പം പറയും ഇംഗ്ലീഷ് വേണ്ടില്ലേ, ഇംഗ്ലീഷ് വരണ്ടില്ലേ എന്നൊക്കെ. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് എന്താണ്, അവർ വന്നിട്ടില്ലേ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കില്ല അല്ലെ. നമുക്ക് ഒരുപാട് ഐഡിയകൾ കിട്ടിയത്, ഒരുപാട് നമുക്ക് നല്ലൊരു ലാംഗ്വേജ് കിട്ടി, നമുക്ക് ഒരുപാട് നമ്മൾ കുറച്ചുകൂടി പ്രോഗ്രസീവ് ആയതിനൊക്കെ കാരണം നമുക്കൊരു ട്രെയിൻ, മെഷീൻസ്, ഒരുപാട് കാര്യങ്ങൾ വന്നത് എന്താണ്, ട്രാൻസ്പോർട്ടേഷനിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നത് ബ്രിട്ടീഷുകാർ വന്നുകൊണ്ടാണ് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കൊളോണിയൽ റൂൾ എന്താണ്, ഒരുപാട് സഫറിങ്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ എന്താണ്, ഒരുപാട് സയന്റിഫിക്കലി ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാക്കി തന്നത് അവരാണ്. ക്ലിയർ അല്ലേ? ഇവിടെ ഇപ്പം പഠിച്ചു പോവാട്ടോ. നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് റിവൈൻഡ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ലേ, ഇപ്പം തന്നെ പഠിച്ചു പോകണം കേട്ടോ മിസ് പറയുമ്പോൾ. ഓക്കെ, കടുക് പൊട്ടിക്കും പോലെ സ്പീഡ് കൂട്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. സോറി. ഓക്കെ, സ്പീഡ് കുറയ്ക്കാം. ദ കൺഫ്യൂഷൻ ഓഫ് ദി പ്രസന്റ്. എന്താണ് പ്രസന്റിലുള്ള പ്രശ്നം? എന്താ? ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യ സ്റ്റുഡ് അറ്റ് എ ക്രൂസ് റോഡ്സ്. ഇപ്പൊ ഇന്ത്യ നിൽക്കുന്ന എന്താണെന്നറിയോ? ഒരു ക്രൂസ് റോഡിലാണ്. ഓക്കെ, 2 റോഡുകളുണ്ട് ഇന്ത്യക്ക്, 2 റോഡുണ്ട്. അതെ, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ് കേട്ടോ. ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം 2 വഴികളാണ് ഇന്ത്യകളിൽ. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, വെസ്റ്റ് ട്രഡീഷനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക, എന്നിട്ട് കംപ്ലീറ്റ് വെസ്റ്റ് ചൂസ് ചെയ്യുക. ഓക്കെ, വെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്,
ഇംഗ്ലീഷുകാർ ജീവിക്കും പോലെ ആ ഒരു രീതിയിൽ അവരാണല്ലോ ഇവിടെ വന്ന് നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിച്ചത്. അപ്പൊ അവരുടെ രീതിയിൽ ട്രഡീഷൻ, പണ്ടത്തെ ഇന്ത്യ എങ്ങനെയെന്നൊക്കെ മറന്നിട്ട് അങ്ങനെ ജീവിക്കാം. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഓർ ഷുഡ് വി ഗോ ബാക്ക് ടു ദ പാസ്റ്റ് ആൻഡ് റിജക്ട് മോഡേൺ ഐഡിയസ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാസ്റ്റിലേക്ക് പോകാം. നമ്മൾ പണ്ട് കാലത്തുള്ള ആൾക്കാർ എങ്ങനെ ജീവിച്ചാൽ അങ്ങനെ ജീവിക്കാം. പ്രോഗ്രസ് ഒന്നും വേണ്ട, നമുക്ക് മോഡേൺ ലൈഫ് ഒന്നും വേണ്ട, നമുക്ക് ആ രീതിയിൽ ജീവിക്കാം. ഇങ്ങനെ രണ്ട് വഴികളാണ് ഇപ്പം ജവഹർലാൽ നെഹ്റുവിന് മുമ്പിലുള്ളത്. പ്രസന്റിലുള്ള കൺഫ്യൂഷൻ എന്താണ് ചോദിക്കട്ടോ മക്കളെ? പ്രസന്റിലുള്ള കൺഫ്യൂഷൻ എന്താണ്? ഒരു ക്രോസ് റോഡിന് നടുക്കാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെ. രണ്ട് വഴികളാണുള്ളത്. ഒരു വഴി എന്താണ്? ഒരു വഴി എന്താണ് പറയുന്നത്? ഒരു വഴിയിൽ എന്താ പറയുന്നത്? ട്രഡീഷൻ മറക്കാം, കംപ്ലീറ്റ്ലി ട്രഡീഷൻസ് ഒക്കെ മറന്നിട്ട് വെസ്റ്റേൺ ഐഡിയോളജീസും വെസ്റ്റേൺ ഐഡിയാസും ആയിട്ട് മുന്നോട്ട് പോവുക. പ്രോഗ്രസീവ് ആയിട്ട് മോഡേൺ ആയി ചിന്തിക്കാം. മറ്റേത് എന്താണ്? വെസ്റ്റേൺ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ട്രഡീഷണൽ ബിലീഫ്സിനെ നോക്കാം എന്നുള്ള രണ്ട് വഴികളാണ് ഉള്ളത്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണെ. നെഹ്റു സെഡ് ദാറ്റ് ബോത്ത് ആർ ഇമ്പോർട്ടന്റ്. രണ്ട് വഴികളാണുള്ളത്, രണ്ടും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, രണ്ടും വേണം. അതായത് നമ്മൾ ഇന്നത്തെ കാലത്ത് ചിന്തിക്കുകയാണ്, പണ്ടത്തെ കാലത്തുള്ള ഇന്ത്യക്കാരെ പോലെ നമ്മളിപ്പോൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷോ നമുക്ക് ഈ ഒരു ക്ലാസ്സോ യൂട്യൂബ് ലൈവോ ഒക്കെ ഉണ്ടാവുമോ? ഇല്ല. കുറച്ചൊരു പ്രോഗ്രസീവ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ത്യ എവിടെയെങ്കിലും എത്തുമോ? ഇല്ല. അപ്പൊ നമുക്ക് രണ്ടും വേണം. പക്ഷെ നമ്മൾ പഴയ ഇന്ത്യൻ്റെ ആ കൾച്ചർ വിട്ടു കളയാൻ പറ്റുമോ? അതല്ലേ ഇന്ത്യനെ യുണീക്ക് ആക്കുന്ന കാര്യം. അപ്പൊ അതും കൈവിടാൻ പറ്റില്ല. അതും വേണം, ഇതും വേണം. രണ്ടും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ്. യെസ്, വി ഷുഡ് ടേക്ക് ദ ഗുഡ് ഫ്രം ദ പാസ്റ്റ്. നമുക്ക് പാസ്റ്റിലുള്ള നല്ല കാര്യങ്ങളൊക്കെ എടുക്കാം. പാസ്റ്റിലുള്ള നല്ല കാര്യങ്ങളുണ്ട് അല്ലെ, പാസ്റ്റിൽ നമ്മളെ ആൻസിസ്റ്റേഴ്സ് തന്നിട്ടുള്ള നല്ല കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് കയ്യിൽ വെക്കാം. ആൻഡ് മൂവ് ഫോർവേഡ് വിത്ത് ചേഞ്ച്. എന്നിട്ട് നല്ല മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ, നല്ല രീതിയിൽ ഇന്ത്യ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ക്ലിയർ ആണോ മക്കളെ? യെസ്. He admired Gandhiji who mixed Indian tradition with modern ideas, truth, peace and non-violence. അപ്പൊ ഗാന്ധിജി എങ്ങനെയുള്ള ആളായിരുന്നു? ഗാന്ധിജി വിശ്വസിച്ച കാര്യം എന്താണ്? ഗാന്ധിജി അധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അല്ലെ, നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മോഡേൺ ചിന്തകളെ പറ്റി അറിയാം. പുറത്ത് പോയി പഠിച്ചിട്ടുള്ള ആളാണ്, ഫോറിൻ കൺട്രീസിൽ പോയി പഠിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് മോഡേൺ ഐഡിയോളജീസും അവരുടെ ചിന്തകളും അവരുടെ ഒരു രീതിയും അറിയാം. അറ്റ് ദ സെയിം ടൈം അദ്ദേഹം ജീവിച്ചത് ഇന്ത്യൻ ട്രഡീഷൻ കയ്യിൽ വെച്ചുകൊണ്ടാണ് അല്ലെ. എഡ്യൂക്കേറ്റഡ് ആണ്, അറ്റ് ദ സെയിം ടൈം പ്രോഗ്രസീവ് ആണ്. പക്ഷെ ആ ഒരു കൾച്ചറിനെ കയ്യിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. അതുപോലെ നമുക്ക് ഇന്ത്യ ലീഡ് ചെയ്യാമെന്നാണ് ആര് പറയുന്നത്? ജവഹർലാൽ നെഹ്റു പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ജവഹർലാൽ നെഹ്റു പറയുന്ന ട്രഡീഷനെ കംപ്ലീറ്റ് വിടണമെന്നോ വെസ്റ്റേൺ കംപ്ലീറ്റ് ഉൾക്കൊള്ളണമെന്നോ അല്ല, രണ്ടും മിക്സ്ഡ് ആയിട്ട്, രണ്ടും ഒരേപോലെ പാസ്റ്റിലുള്ള നല്ലതും പ്രസന്റിൽ ഫ്യൂച്ചറിലേക്ക് നമുക്ക് നല്ലതിനും വേണ്ടിയിട്ട് ജീവിക്കാം എന്നാണ് ആര് പറയുന്നത്? ജവഹർലാൽ നെഹ്റു പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. നെഹ്റു വാണ്ടഡ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ്. അതുപോലെ നെഹ്റുവിന് എന്താ വേണ്ടത്? സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ്. സയന്റിഫിക് ആയിട്ട് ആൾക്കാർ വളരണം. സയന്റിഫിക് ആയിട്ട് ആൾക്കാർ കുറച്ചും കൂടെ നോ ഇംഗ്ലീഷ് ഓക്കെ. അപ്പോൾ സയന്റിഫിക് ആയിട്ട് ഇംപ്രൂവ് ആവണം, അതാണ് വേണ്ടത്. ഹി ബിലീവ് ദാറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യാൻ റിമൂവ് പോവർട്ടി ആൻഡ് ഇംപ്രൂവ് ലിവിംഗ് സ്റ്റാൻഡേർഡ്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം, ഹി ബിലീവ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ നാട്ടിൽ ഇപ്പൊ അനുഭവിക്കുന്ന മെയിൻ പ്രശ്നം നമ്മളൊക്കെ വിചാരിക്കും അല്ലെ, ഇങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ പാവപ്പെട്ട ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് പോവേർട്ടിന് ഇഷ്യൂ ഉണ്ട്. അപ്പൊ സയൻസും ടെക്നോളജിയും പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ്, നമ്മൾ ഇന്ത്യയിൽ ഇപ്പോഴും സയൻസ് ആൻഡ് ടെക്നോളജി പുറകിലാണ് മറ്റുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അത് പ്രോപ്പർ ആണെങ്കിൽ ഈ പോവേർട്ടി ഉണ്ടാവില്ല. ആൻഡ് ഇംപ്രൂവ് ലിവിംഗ് സ്റ്റാൻഡേർഡ്, ഒരു പ്രോപ്പർ ലിവിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ടാവും അല്ലെ. പ്രോപ്പർ ലിവിംഗ്, എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ലേ ഈ പോവർട്ടി ഇല്ലാതെങ്കിൽ? യെസ്. ഹി ഡ്രീംഡ് ഓഫ് ആൻ ഇന്ത്യ ഫ്രീ ഫ്രം കാസ്റ്റ്. അതേപോലെ അദ്ദേഹത്തിന്റെ ഡ്രീമിലുള്ള ഇന്ത്യ എങ്ങനെയാണ്? കാസ്റ്റിന്റെ പേരിലോ അല്ലെങ്കിൽ ക്ലാസിന്റെ പേരിലോ റിലീജിയന്റെ പേരിലോ ഒരു തരത്തിലുള്ള കോൺഫ്ലിക്ട്സും ഇല്ലാത്ത, ഒരു അടിയും ഇല്ലാത്ത, ഒരു കോൺഫ്ലിക്ട്സും ഇല്ലാത്ത ഇന്ത്യയാണ് അദ്ദേഹത്തിന്റെ ഡ്രീമിലുള്ളത്. ഓക്കെ. ജവഹർലാൽ നെഹ്റു ഡ്രീം ചെയ്യുന്ന ഇന്ത്യ എങ്ങനെയാണ്? കാസ്റ്റ് സിസ്റ്റം, ക്ലാസ് സിസ്റ്റം, റിലീജിയൻ കോൺഫ്ലിക്ട്സ് ഇതൊന്നും ഇല്ലാത്ത ഒരു ഇന്ത്യയാണ് അദ്ദേഹം ഡ്രീം ചെയ്യുന്നത്. ഹി വാണ്ടഡ് എ കാസ്റ്റ്ലെസ് ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യലിസ്റ്റ് സൊസൈറ്റി വെർ എവ്രിവൺ ഹാസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരേപോലെ, എല്ലാവരും തുല്യരാണ്. ഓക്കെ. സയന്റിഫിക്കലി ടെക്നോളജിക്കലി വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള, വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇന്ത്യ. അവിടെ ആർക്കും പോവേർട്ടി ഇല്ല, അവിടെ എല്ലാവരും ഈക്വൽ ആണ്. ഇങ്ങനെ ഒരു ഇന്ത്യയാണ് ആര് സ്വപ്നം കാണുന്നത്? ജവഹർലാൽ നെഹ്റു സ്വപ്നം കാണുന്നത്. ക്ലിയർ അല്ല മക്കളെ? ക്ലിയർ അല്ല? മിസ് പറയുമ്പോൾ ക്ലിയർ ആയി വരുന്നില്ലേ? യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണേ. യെസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെ ചോദിക്കണേ. ഇപ്പം മിസ് സ്പീഡ് കുറച്ചിട്ടില്ലേ?
സിജു മാത്യു സ്പീഡ് കുറച്ചിട്ടില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ കൺക്ലൂഷൻ ആണ്. ഇനി ഈ ഒരു ചാപ്റ്ററിന്റെ കൺക്ലൂഷനിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിന്റെ കൺക്ലൂഷനിലേക്കാണ്. നെഹ്റു വാസ് ഹോപ്പ്ഫുൾ ബട്ട് കോഷ്യസ്. നെഹ്റു എങ്ങനെയാണെന്നാ പറഞ്ഞത്? ഹോപ്പ്ഫുൾ ആണ് അല്ലെ, അതായത് പ്രതീക്ഷയുണ്ട്, നെഹ്റുവിന് പ്രതീക്ഷയുണ്ട്. ബട്ട് കോഷ്യസ് അല്ലെ, ഇനി എന്താ വരാൻ പോവാന്നുള്ളൊരു പേടിയുണ്ട്, ഒരു കോഷ്യസ് ആണ്. ഹി വാണ്ടഡ് ഇന്ത്യ ടു ഗ്രോ ഇൻ ബോത്ത് മെറ്റീരിയൽ വെൽത്ത് ആൻഡ് സ്പിരിച്വൽ സ്ട്രെങ്ത്. ഹിസ് മെസ്സേജ് ഈസ് സ്റ്റിൽ ഇമ്പോർട്ടന്റ് ടുഡേ. മോഡേൺ പ്രോഗ്രസ് ഷുഡ് നോട്ട് ഡിസ്ട്രോയ് അവർ കൾച്ചറൽ റൂട്ട്സ്. അല്ലെ, ഇപ്പോഴും ഈ ഒരു മെസ്സേജ്, അന്ന് നടന്ന ഒരു സ്പീച്ച് അപ്പൊ നോക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു ആഗ്രഹിച്ച ഒരു ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ടോ? നമ്മൾ ഇപ്പോഴും നമ്മൾ ഇന്ത്യയിൽ ആ ഒരു ലെവലിലേക്കുള്ള ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടോ? പോവേർട്ടി ഇല്ലാത്ത, സയന്റിഫിക്കലി ടെക്നോളജിക്കലി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള, പ്രോഗ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യയിൽ നമ്മൾ എത്തിയിട്ടുണ്ടോ? ഇല്ല അല്ലെ. ഇക്വാലിറ്റി ആണോ ഉള്ളത് ഇപ്പോഴും? അല്ല, നമ്മൾ ഈക്വൽ അല്ല, ഇക്വാലിറ്റി വന്നിട്ടില്ല. നോട്ട് ദ ബേസ് ഓഫ് ജെൻഡർ, അല്ലെങ്കിൽ നമ്മൾ കാസ്റ്റിന്റെ പേരിലോ ക്ലാസിന്റെ പേരിലോ ഇപ്പോഴും ഡിസ്ക്രിമിനേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഇപ്പോഴും ജവഹർലാൽ നെഹ്റു ആഗ്രഹിച്ച ആ ഒരു ഫ്യൂച്ചറിലേക്ക് നമ്മൾ എത്തിയില്ല. ആ ഒരു ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളത് ക്ലിയർ ആണ്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഇപ്പോഴും ഈ ഒരു മെസ്സേജ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ എന്താണ്, ഇപ്പോഴും ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. യെസ്, അതുകൊണ്ട് തന്നെ ഷുഡ് നോട്ട് ഡിസ്ട്രോയ് അവർ കൾച്ചർ റൂട്ട്സ്. അതുപോലെ തന്നെ നമ്മൾ വന്ന വഴി അല്ലേ, നമ്മുടെ പാസ്റ്റ് ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. ഫ്യൂച്ചർ ബെറ്റർ ആക്കണം, അറ്റ് ദ സെയിം ടൈം പാസ്റ്റ് എപ്പോഴും നമ്മൾ കയ്യിൽ തന്നെ വെക്കണം. അതാണ് നമ്മൾ ഇന്ത്യനെ യുണീക്ക് ആക്കുന്ന കാര്യം. ക്ലിയർ അല്ലേ? യെസ്. യെസ്. ഇനി അടുത്തത് ഇതിലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. 2-3 ക്വസ്റ്റ്യൻസ് കേട്ടോ. നോക്കാം. വാട്ട് പ്രോബ്ലംസ് ഡിഡ് ഇന്ത്യ ഫേസ് ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ്? മിഡീവൽ പീരീഡിൽ ഇന്ത്യ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അനുഭവിച്ചത്? ഇന്ത്യ ലോസ് ഇറ്റ്സ് ഫ്രഷ്നസ് അല്ലെ. ഇന്ത്യന്റെ ആ ഒരു ഫ്രഷ്, ആൻഷ്യൻ ഇന്ത്യ വളരെ നല്ലതായിരുന്നു. ആൾക്കാരുടെ ഇടയിൽ യൂണിറ്റി ഉണ്ടായിരുന്നു. അവർ ഭയങ്കര വളരെ എന്താ പറയാ, പ്രോഗ്രസീവായി ചിന്തിച്ച ആൾക്കാരായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ എന്താ സംഭവിച്ചത്? കാസ്റ്റ് ഡിവിഷന്, നാരോ കസ്റ്റംസ്, ഫോറിൻ ഇൻവേഷൻ, ഇതൊക്കെ വന്നിങ്ങനെ ഇതൊക്കെ ശ്രദ്ധിക്കണേ. കാസ്റ്റ് സിസ്റ്റം, ക്ലാസ് സിസ്റ്റം, റിലീജിയൻ, അതേപോലെ നാരോ കസ്റ്റംസ്, ഫോറിൻ ഇൻവേഷൻ, ഈ പോയിന്റ്സ് ഒക്കെ അവിടെ ഉണ്ടാവണം കേട്ടോ. പോയിന്റ്സ് ഒക്കെ തല കയറ്റി വെച്ചേ. ഓക്കെ, ഇതൊക്കെ വന്നതിന് ശേഷം എന്തായി? ഇന്ത്യ വളരെ വീക്കായി മാറി. ഓക്കെ, ക്ലിയർ അല്ലേ? വാട്ട് ഡസ് നെഹ്റു സേ അബൌട്ട് സയൻസ് ആൻഡ് ടെക്നോളജി? നെഹ്റു എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജിയെ പറ്റി പറയുന്നത്? സയൻസ് ആൻഡ് ടെക്നോളജിയെ പറ്റി നെഹ്റു എന്താ പറയുന്നത്? യെസ്, അദ്ദേഹം വിശ്വസിച്ച ഒരു കാര്യം, സയൻസും ടെക്നോളജിയും ഉണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ അനുഭവിക്കുന്ന പോവേർട്ടി അല്ലെ, പ്രോബ്ലംസ് ലൈക്ക് പോവേർട്ടി ആൻഡ് ഹങ്കർ ആൻഡ് ഹെൽപ്പ് പീപ്പിൾ ലൈക്ക് ബെറ്റർ ലൈഫ്സ് അല്ലെ, മറ്റുള്ള മനുഷ്യന്മാർക്ക് നല്ലൊരു ബെറ്റർ ലൈഫ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ചാപ്റ്റർ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ചാപ്റ്റർ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതേപോലെ റിപ്പീറ്റഡ് ആയി വരുന്ന ഒരു ചാപ്റ്റർ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ചാപ്റ്റർ, അത് രണ്ടും എന്താണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഈ ചാപ്റ്റർ വരുമോ എന്ന് ചോദിച്ച ആൾക്കാർ ശ്രദ്ധിക്കുക. ഇതൊന്നുമില്ല മക്കളെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നടത്തിച്ചാൽ മതി. ഫ്യൂച്ചറിനെ പറ്റി എന്താണ് ജവഹർലാൽ നെഹ്റു പറയുന്നത്? പാസ്റ്റ് എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. പ്രസന്റിൽ അനുഭവിച്ച സ്ട്രഗിൾ എന്താണ്? ഈ 3 പോയിന്റ് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് എക്സാം എഴുതാം. ഓക്കെ, ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഈ 3 പോയിന്റ് നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണം കേട്ടോ. ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ച്. യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻറ്റ് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്. ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. വാട്ട് ഡസ് നെഹ്റു സേ അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്? കണ്ടിന്യൂറ്റി, ചേഞ്ച്, ഇതിനെപ്പറ്റി എന്താണ് നെഹ്റു പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. നെഹ്റു സേഡ് ബോത്ത് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് ആർ ഇമ്പോർട്ടൻറ്റ്. രണ്ടും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. വി കനോട്ട് ഡിനൈ ദ പാസ്റ്റ് കംപ്ലീറ്റ്ലി. നമുക്ക് പാസ്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. പക്ഷെ എന്താണ്, നമുക്ക് ഐഡന്റിറ്റി അല്ലെ, നമ്മൾ ആരാന്നുള്ള ഐഡന്റിറ്റി തരുന്നത്, നമ്മളെ ഇന്ത്യ എന്താണെന്നുള്ളത് തരുന്നത്. ആ ഒരു നമ്മളെ ഇന്ത്യ വളരെ ഹോസ്പിറ്റാലിറ്റി അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ പറയാ, വെൽക്കമിങ് പിന്നെ മൈൻഡുള്ള ആൾക്കാരാണ്, ഭയങ്കര പിന്നെ വൈഡ് ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെ പറയാറ്. അപ്പൊ ആ ഒരു സംഭവം നമുക്ക് ഒരിക്കലും കളയാൻ പറ്റില്ല. ബട്ട് വി ഓൾസോ മസ്റ്റ് ചേഞ്ച് വിത്ത് ടൈം ടു ഗ്രോ ആൻഡ് ഇംപ്രൂവ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യണം അല്ലെ, എന്നാലേ നമുക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ, എന്നാലേ നമുക്ക് പ്രോഗ്രസീവ് ആവാൻ പറ്റുള്ളൂ. ഹി അഡ്മയർഡ് ഗാന്ധിജി. അദ്ദേഹം ഗാന്ധിജിയെ അഡ്മയർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് അദ്ദേഹം എന്താണ്, ട്രഡീഷനെ ഒരേപോലെ, ട്രഡീഷനെയും അതേപോലെ ന്യൂ ഐഡിയസിനെ ഒരേപോലെ കമ്പൈൻ ചെയ്ത് ഒരേപോലെ ആ ഒരു ഐഡിയോളജിനെ മുന്നോട്ട് കൊണ്ടുവന്ന ആളാണ് ഗാന്ധിജി. ഓക്കെ, നെഹ്റു വാണ്ടഡ് ഇന്ത്യ ടു ബിൽഡ് മോഡേൺ ഫ്യൂച്ചർ ബേസ്ഡ് ഓൺ ദ ഫൗണ്ടേഷൻ ഓഫ് ദ പാസ്റ്റ്. അപ്പോൾ ആ ഒരു പാസ്റ്റിലെ ഫൗണ്ടേഷൻ വെച്ചിട്ട് ഒരു മോഡേൺ വേൾഡ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെ ഇന്ത്യക്ക് ഒരു മോഡേൺ ഫ്യൂച്ചർ ഉണ്ടാക്കുക എന്നതാണ് നെഹ്റു ആഗ്രഹിച്ചിരുന്നത്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? യെസ്. അല്ല, ഓക്കെ, നോക്കാം. ബാക്കി ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ.
How does Nehru balance tradition with modernity in his speech? എങ്ങനെയാണ് നെഹ്റു ട്രഡീഷനെയും മോഡേണിറ്റിനെയും ഒരേപോലെ കൊണ്ടുവന്നത്, ബാലൻസ് ചെയ്തത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. നെഹ്റു ഡിഡ് നോട്ട് വാണ്ട് ഇന്ത്യ ടു ബ്ലൈൻഡ്ലി കോപ്പി വെസ്റ്റ്. അതായത് ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ടും വെസ്റ്റിനെ കോപ്പി ചെയ്യണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല, നെഹ്റു ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ എന്നാണ് പാസ്റ്റിൽ നിന്നും പലതും അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ട്, ഫ്യൂച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഹി ബിലീവ് ദാറ്റ് ചേഞ്ച് വിത്തൗട്ട് റൂട്ട്സ് മേക്ക് ഇറ്റ് നാഷൻ വീക്ക്. അതായത് ചേഞ്ച് മാറ്റങ്ങളില്ലാതെ മാറ്റങ്ങളില്ലാതെ നമുക്ക് പുതിയൊരു നാഷൻ ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെ, ഒരു പ്രോഗ്രസീവ് ആയിട്ട് ഒരു നാഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ മാറ്റങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം, ചേഞ്ചസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതിരിക്കുന്നു. ബട്ട് ട്രഡീഷൻ നമ്മൾ ഒരിക്കലും എന്താക്കരുത്, ട്രഡീഷൻ നമ്മൾ ഒരിക്കലും കളയാൻ പാടില്ല. ദസ് ഹിസ് വിഷൻ ബാലൻസ് കൾച്ചർ ആൻഡ് മോഡേണൈസേഷൻ. അപ്പൊ നമ്മളെ കൾച്ചറും മോഡേണൈസേഷനും ഒരേപോലെ ബാലൻസ് ചെയ്യണം എന്നാണ് ആര് പറയുന്നത്, നെഹ്റു പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇതിലത്തെ ഗ്രാമർ പാർട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. ചാർജ് കുറവാണോ? ഓക്കെ. ടഫായിട്ട് തോന്നുന്നു ഈ ഒരു ചാപ്റ്റർ? അത് വളരെ സിമ്പിൾ ആണ്. എന്താ മക്കളെ ടഫായി തോന്നുന്നത്? മിസ് ഒന്നും കൂടെ പറയാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ടഫായി തോന്നുന്ന ആൾക്കാർ ഒന്നും ഇവിടെ ശ്രദ്ധിക്കുക. കമോൺ ഹിയർ, കമോൺ. ഓക്കെ. അതായത് ഈ ഒരു ചാപ്റ്ററിൽ നെഹ്റു നടത്തുന്ന ഒരു സ്പീച്ചാണ്. ഏത് സമയത്താണ് ഈ സ്പീച്ച് നടത്തുന്നത്? ഇൻഡിപെൻഡൻസിലെ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം എന്താണ് ഈ ഒരു സ്പീച്ച് നടത്തുകയാണ്. അപ്പൊ അദ്ദേഹം ചിന്തിക്കുകയാണ്, നമ്മൾ ഈ ഒരു ഇന്ത്യന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചു. ഇപ്പൊ ബ്രിട്ടീഷുകാർ വന്നു അല്ലെ, ബ്രിട്ടീഷുകാർ വന്നു, അതിന് മുമ്പ് അറബ് വന്നു. ഓക്കെ, ഹിസ്റ്ററി ഒന്നും അറിയാത്ത ആൾക്കാർ ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഓക്കെ, അറബ് വന്നു, അതിനുശേഷം വെസ്റ്റേൺ വന്നു, അതായത് ബ്രിട്ടീഷുകാർ വന്നു. അവർ വന്ന് ഇവിടെ മൊത്തം കുളം തോണ്ടി. ഓക്കെ, ഇവിടെ വന്ന് ഇങ്ങനെ കുളം തോണ്ടി മീൻസ് അവർ ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായി. കുളം തോണ്ടി എന്ന് വിചാരിച്ച് കേൾക്കരുത്, അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലേ ഒരുപാട്. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു, ഒരുപാട് പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയിട്ട് പോയി. അതൊന്നും പോരാത്ത ഇന്ത്യക്കാർ തന്നെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവരാണ് ഇവിടെ കാസ്റ്റ് സിസ്റ്റം, ക്ലാസ് സിസ്റ്റം, റിലീജിയൻ കോൺഫ്ലിക്ട്സ് ഒക്കെ ഇന്ത്യക്കാരെ ഉണ്ടാക്കിയതാണ്, ബ്രിട്ടീഷുകാരൊന്നും കൊണ്ടുവന്നതല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത്രയും പ്രശ്നങ്ങൾ ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പം ഉണ്ട് എന്ന് ആര് പറയാണ്? നെഹ്റു പറയാണ്. നെഹ്റു ആ ഒരു സമയത്ത് പറയാണ്. ഇത് ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? അപ്പൊ പ്രസന്റ് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗിൾ എന്തൊക്കെയാണ്? ഫോറിൻ ഇൻവേഷൻ വന്നു, പിന്നെ കാസ്റ്റ് സിസ്റ്റം, ക്ലാസ് സിസ്റ്റം, റിലീജിയൻ കോൺഫ്ലിക്ട്സ് ഇതൊക്കെ വന്നു. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? യെസ്. ഇനി പാസ്റ്റിലെ ഇന്ത്യ, പണ്ടത്തെ ഇന്ത്യ, ആൻഷ്യന്റ് ഇന്ത്യ എങ്ങനെയായിരുന്നു എന്നാ പറഞ്ഞത്? അതായത് ബ്രിട്ടീഷുകാർ വരുന്ന മുന്നേ ഈ കാസ്റ്റ് സിസ്റ്റം, ക്ലാസ് സിസ്റ്റം ഒന്നും ഇല്ലെന്ന് മുമ്പുള്ള ഇന്ത്യ, ആൾക്കാരെല്ലാം ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു. അതേപോലെ തന്നെ എല്ലാവരും വളരെ യൂണിറ്റിയോട് കൂടെ ജീവിച്ച ആൾക്കാരായിരുന്നു എന്നാണ് പറയുന്നത് ആൻഷ്യന്റ് ഇന്ത്യയെ പറ്റി. ഇനി ഫ്യൂച്ചർ ഇന്ത്യ എങ്ങനെയാണെന്നാ പറഞ്ഞത്? ഫ്യൂച്ചർ ഇന്ത്യ വളരെ സിമ്പിൾ ആണ്. ഫ്യൂച്ചർ ഇന്ത്യ എന്ന് പറയുമ്പോൾ അവിടെ സയൻസും ടെക്നോളജിയും ഒക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ആയിരിക്കണം. സയൻസും ടെക്നോളജി ഡെവലപ്പ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? സയൻസും ടെക്നോളജിയും നല്ല രീതിയിൽ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ പോവേർട്ടി ഉണ്ടാവില്ല, എല്ലാവരും ഈക്വൽ ആവും, പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ വേണം. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്, വളരെ ബേസിക് ആണ്. ക്ലാസിന്റെയും കാസ്റ്റിന്റെയും പേരിൽ ഒന്നും ഡിസ്ക്രിമിനേഷൻ പാടില്ല, എല്ലാവരും ഈക്വൽ. ഇതാണ് ഫ്യൂച്ചറിലെ ഇന്ത്യ. ഇങ്ങനെയായിരിക്കണം ഫ്യൂച്ചറിലെ ഇന്ത്യ. ഇത് അദ്ദേഹത്തിന് ഒരു ആഗ്രഹമാണ്. ഓക്കെ, അതേപോലെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണ്? നമ്മളെ ട്രഡീഷനെയും മോഡേണിറ്റി അതായത് പ്രോഗ്രസീവ് ആണോ, സയൻസ് ആണോ, ടെക്നോളജി ആണോ, അപ്പൊ നമ്മുടെ ട്രഡീഷൻ നമ്മൾ മറന്നു പോകാൻ രണ്ടും ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോകണം. അതാണ് ഇന്ത്യന്റെ ഒരു പ്രത്യേകത. അങ്ങനെ ആയിരിക്കണം ഇന്ത്യ എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ. ഇപ്പൊ എല്ലാവരും സ്റ്റേറ്റ്സ് അല്ല, സോറി, ഡിസ്ട്രിക്ട്സ് വിട്ട് കളിക്കുന്നുണ്ട്. ഓക്കെ, കൊച്ചി, വയനാട് എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാവരും നല്ല രീതിയിൽ ഈ ഒരു ചാപ്റ്റർ ഈ ചാപ്റ്റർ എന്ത് ചോദിച്ചാലും എഴുതണം കേട്ടോ. കാരണം സിമ്പിൾ ആണ്. മിസ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ മനസ്സിലായിട്ടില്ലേ ഈ ഒരു ചാപ്റ്ററിൽ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. കോട്ടക്കൽ, വടകര എവിടെ ശ്രദ്ധിക്കണേ എല്ലാവരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ക്ലിയർ ആയില്ല ഈ ചാപ്റ്റർ? ക്ലിയർ ആയിട്ടില്ല? പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. യെസ്. ഇനി നമ്മൾ നോക്കുന്നത് സിമ്പിൾ പ്രസന്റ് വേഴ്സസ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. സിമ്പിൾ പ്രസന്റ് വേഴ്സസ് പ്രസന്റ് കണ്ടിന്യൂസ്. വാട്ട് ഈസ് സിമ്പിൾ പ്രസന്റ്, വാട്ട് ഈസ് പ്രസന്റ് കണ്ടിന്യൂസ്? ഇതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇനി നോക്കാൻ പോകുന്നത്. സിമ്പിൾ പ്രസന്റ് എന്താണ് നോക്കാം. അതായത് നമ്മളിപ്പോ ചെയ്യുന്ന കാര്യം, മിസ് ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഐ ടീച്ച് അല്ലെ, ഞാൻ ടീച്ച് ചെയ്യാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്, ഞാൻ ടീച്ച് ചെയ്യാണ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? യു ലിസൺ അല്ലെ, നിങ്ങൾ എന്നെ കേൾക്കുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? യെസ്. അപ്പൊ പ്രസന്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യുക. ഓക്കെ, സിമ്പിൾ പ്രസന്റ് നമ്മൾ അങ്ങനെ ഫാക്ച്വൽ ആയിട്ടുള്ള ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, പ്രസന്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം സിമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യുക. സിമ്പിൾ ആണ്. പക്ഷേ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കണം, ഒരൊറ്റ കാര്യം വളരെ ബേസിക് ആണ്. ഇവിടെ ശ്രദ്ധിക്കണേ. ഷീ, ഹി, ഇറ്റ് കാണുന്നുണ്ടോ? ഷീ, ഹി, ഇറ്റിന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അവൾ, അവൻ, അത് അല്ലെ. അത് മീൻസ് ചിലപ്പോൾ ഒരു പൂച്ചയായിരിക്കാം, ചിലപ്പോൾ ഒരു പെട്ടിയായിരിക്കാം, ഒരു മരമായിരിക്കും, സ്റ്റോൺ ആയിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. അതാണ് വരുന്നെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബിന്റെ കൂടെ എസ് ഓർ ഇ എസ് ചേർക്കണം. അതായത് പ്ലേ ആണെങ്കിൽ പ്ലേസ്, റൺ ആണെങ്കിൽ റൺസ്, ഈറ്റ് ആണെങ്കിൽ ഈറ്റ്സ്, ഇങ്ങനെ ചേർക്കണം. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഷീ, ഹി, ഇറ്റ് ആണെങ്കിൽ യൂസ് ചെയ്യുന്ന വേർബിന് കൂടെ എസ് ഓർ ഇ എസ് ചേർക്കണം. ഇനി ഇതല്ല, ഷീ, ഹി, ഇറ്റ് അല്ല, ഐ, യു, ദേ, വി,
ഐ യു ദേവി ഇവരാര് വന്നാലും കുഴപ്പമില്ല, കാരണം SO ചേർക്കണ്ട. ഓക്കെ, ഇവരേറെ വന്നാലും ഒരു പ്രശ്നമില്ല, കാരണം SO ചേർക്കണ്ട. യെസ്, അപ്പൊ നമ്മൾ നോക്കാം. റിവർ ഗംഗ എന്ന് പറയുന്നത് ഇറ്റിന്റെ കാറ്റഗറി വരുന്ന ആളാട്ടോ. ഇറ്റ് അല്ലെ, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പിന്നെ വെള്ളമാണത്. റിവർ ഗംഗ എന്ന് പറയുന്നത് ഫ്ലോസ് ആണ് വരിക അല്ലെ. SOES ചേർക്കണം നമ്മൾ പറഞ്ഞു. ഫ്ലോസ് പ്രവൃത്തി എന്നാണ്, ഒഴുകുക എന്നത് ഒരു പ്രവൃത്തിയാണ്. അപ്പൊ ഫ്ലോസ് ഇൻ ടു ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്തത്? റിവർ ഗംഗ ഫ്ലോസ് എന്നാണ് പറഞ്ഞത്. വേർബിന് കൂടെ S ചേർത്താൽ മതി. ഓക്കെ, ദ വിൻഡ് ബ്ലോസ്, വിൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്, SOES ചേർത്തു. ഹി സിങ്സ്, ഹി എന്ന് പറയുന്നതും SOES വരുന്നതാണ്. യെസ്, ഹി സിങ്സ് എന്നാണ് പറഞ്ഞത്. വി വാച്ച്, ഞങ്ങൾ കണ്ടു. വി എന്നത് എന്താണ്? അയ്യോ ദേവിയിൽ വരുന്നതാണ് അല്ലെ, അതുകൊണ്ട് ഇവിടെ വാച്ച് ആണ്, വാച്ചസ് എന്ന് വന്നിട്ടില്ല. ക്ലിയർ ആണോ? ഇനിയും മനസ്സിലാത്ത ആൾക്കാർ ഇവിടെ നോക്കണേ. ഞാൻ ഇനി വേറൊരു പോയിന്റ് ചെയ്താണ്. ഷീ ആണ് കേട്ടോ, ഷീ ആണ്. ഷീ റൈറ്റ്സ് എന്നാണ് വരിക. ഷീ റൈറ്റ്സ്. ഓക്കെ, ഷീ റൈറ്റ് എന്ന് വരില്ല, കാരണം എന്തുകൊണ്ടാണ്? ഹി ഷീ ഇറ്റിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഷീ ഹി ഇറ്റിന്റെ കാറ്റഗറി വരുന്നത്. ഷീ റൈറ്റ്സ് എന്നാണ് പറയാ. ഓക്കെ, ഇനി ഐ ആണെങ്കിലോ? ഐ ടീച്ച്, SOES വരൂല അല്ലെ, ഐ ടീച്ച് എന്നാണ് പറയാ. യു ലേൺ, നിങ്ങൾ പഠിക്കുകയാണ് അല്ലെ, നിങ്ങൾ ലേൺ ചെയ്യാണ്. SOES വരൂല. ഓക്കെ, കാരണം ഐ യു ഒക്കെ ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. ക്ലിയർ ആണോ? ഇത്രേ ഉള്ളൂ സിമ്പിൾ പ്രസന്റ്. വേർബിനെ നമ്മൾ SOES ചേർത്ത് ഇങ്ങനെ എഴുതണമെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. സിമ്പിൾ പ്രസന്റ് വളരെ സിമ്പിൾ ആണ്. ക്ലിയർ ആയില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആയെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് നോക്കാൻ പോകുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. വാട്ടർ ഈസ് ഫ്ലോയിങ് ഡൗൺ ദ ഡ്രെയിൻ എന്ന് പറയുമ്പോൾ, യെസ്, പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണേ. കണ്ടിന്യൂസ് അല്ലേ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന, ഞാൻ പ്രസന്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന കാര്യം ഞാൻ ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയോ? ഇപ്പൊ ഞാൻ ഇത് വായിക്കുന്നുണ്ട് അല്ലെ, ഇപ്പൊ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ബ്രീത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് എന്റെ ബോഡിയിൽ ഓരോ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയാം. ഓക്കെ, കണ്ടിന്യൂസ്. ആരോട് തെറ്റിപ്പോയത് വളരെ സിമ്പിൾ ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, നമ്മൾ പ്രസന്റിൽ കണ്ടിന്യൂസ് ആയി ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഇപ്പൊ യൂട്യൂബ് ലൈവ് കാണുന്ന ആൾക്കാർ, ഈ കമന്റ് ഇടുന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നത്? നിങ്ങൾ എല്ലാവരും ക്ലാസ് കാണാം അല്ലെ. യു ആർ വാച്ചിങ്, നിങ്ങൾ എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ടീച്ചിങ്, ഞാൻ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ആർ വാച്ചിങ്, ഐ ആം ടീച്ചിങ്. യു ആർ വാച്ചിങ്, ഐ ആം ടീച്ചിങ്. നിങ്ങൾ വാച്ച് ചെയ്യാണ്, നിങ്ങൾ ലേൺ ചെയ്യാൻ. യു ആർ ലേണിംഗ്, യു മേ ബി റൈറ്റിംഗ് ചെയ്യുന്നുണ്ടാവും. യു ആർ റൈറ്റിംഗ്. ഐ ആം ടീച്ചിങ്, ഞാൻ പഠിപ്പിക്കുകയാണ്. ഐ ആം റീഡിങ്, ഞാൻ വായിക്കുകയാണ്. ക്ലിയർ ആണോ? നോക്കാം. അതായത് ഹിയോ ഷിയോ ഇറ്റോ ആരോ ആയിരിക്കട്ടെ അല്ലെ, രാജോ രാധോ ആരോ ആയിക്കോട്ടെ, അതിന്റെ കൂടെ ഈസ് അല്ലെ ആം ആർ യൂസ് ചെയ്യണം. ഓക്കെ, ഈസ് ആം ആർ യൂസ് ചെയ്യണം. ആരുടെ കൂടെയൊക്കെയാണ് ഈസ് യൂസ് ചെയ്യുക? ഹി ഷീ ഇറ്റ് ആണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഈസ് ആണ് യൂസ് ചെയ്യുക അല്ലെ. ദേ, വി, യു ഇവരാണെങ്കിൽ നമ്മൾ ആറാണ് യൂസ് ചെയ്യുക. ഇതൊന്നും ആരും തെറ്റിക്കില്ലാന്ന് വിചാരിക്കുകയാണ്. ആറാണ് യൂസ് ചെയ്യുക. ഐന്റെ കൂടെ നമ്മൾ എപ്പോഴും ആം ആണ് യൂസ് ചെയ്യുക. ഐ ആം ഫെബിൻ എന്ന് ഞാൻ പറയുന്നുണ്ടല്ലേ. അതേപോലെ ഐ ആം റണ്ണിങ്, ഐ ആം ടീച്ചിങ്, ഐ ആം റീഡിങ്. അതിന്റെ കൂടെ ഞാൻ ആം ആണ് യൂസ് ചെയ്തത്. പക്ഷെ യൂസ് ചെയ്യുന്ന വേർബ് ഏതും ആയിക്കോട്ടെ അതിന് കൂടെ ING ചേർക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ING ചേർത്തോ. ഒന്നും നോക്കണം, കണ്ണും പൂട്ടി ING ചേർക്കണം. ഓക്കെ, വേർബിന്റെ കൂടെ എന്ത് ചേർക്കണം? ING ചേർക്കണം കേട്ടോ. ING ചേർക്കണം മക്കളെ. യെസ്. ഓക്കെ, അപ്പൊ വേർബിന്റെ കൂടെ ING ചേർത്ത് കഴിഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയാം. ഓക്കെ, വാട്ടർ ഈസ് ഫ്ലോയിങ് ഡൗൺ ദ ഡ്രെയിൻ. വാട്ടർ എന്താ ചെയ്യുന്നത്? ഫ്ലോയിങ് ഡൗൺ അല്ലെ, അത് ഇറ്റിന്റെ കാറ്റഗറിയിൽ വരുന്ന, അതുകൊണ്ടാണ് ഈസ് ചേർത്തത്. വാട്ടർ ഈസ് ഫ്ലോയിങ് ഡൗൺ, വെള്ളം താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലോയിങ് ഡൗൺ ദ ട്രെയിൻ. ദ ട്രെയിൻ ഈസ് റണ്ണിങ് ലേറ്റ് ടുഡേ. എന്താണ്? ട്രെയിൻ ലേറ്റ് ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ദ ട്രെയിൻ ഈസ് റണ്ണിങ് ലേറ്റ്. ട്രെയിൻ ലേറ്റ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദ ട്രെയിൻ ഈസ് റണ്ണിങ് ലേറ്റ് എന്നാണ് പറയുന്നത്. ഐ ആം ലേണിംഗ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഐ ആം ലേണിംഗ്, ഞാൻ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ പഠിക്കണം. ഐ ആം ലേണിംഗ്. മൈ ഫാദർ ഈസ് ടീച്ചിങ് മീ, എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആരാണോ അതിന് കൂടെ ഒരു ഈസോ ആറോ ആമോ ചേർക്കുക, വേർബിന് കൂടെ ഒരു ING ചേർത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് പഠിക്കാം? പ്രസന്റ് കണ്ടിന്യൂസ് പഠിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? യെസ്. ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരികയെന്നാണോ ചോദിക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ഒരു സെന്റൻസ് വരും. ഇതിപ്പോ ഹി
ഹി റൈറ്റ് എന്നുള്ളൊരു സെന്റൻസ് തരണം വെച്ചോ. ഹി റൈറ്റ് എക്സാം എന്നുള്ളൊരു സെന്റൻസ് തന്നു. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഹി റൈറ്റ്സ് എക്സാം എന്ന്, ഹി റൈറ്റ്സ് എക്സാം എന്ന് എഴുതുന്നു. ഇത് സിമ്പിൾ പ്രസന്റിലുള്ളതാണ്. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആക്കുമ്പോൾ ഹി ഈസ് റൈറ്റിംഗ് എക്സാം. ഇങ്ങനെ ആക്കാൻ എന്തെങ്കിലും പണിയുണ്ടോ? ഹി ഈസ് റൈറ്റിംഗ് എക്സാം എന്നാക്കാൻ എന്തെങ്കിലും പണിയുണ്ടോ? ഈസി അല്ലേ? ഒന്നുകൂടി പറയാം കേട്ടോ, മിസ് ഒന്നുകൂടി പറയേ. ഇനി വേറെ ഏതെങ്കിലും ഒരു സെന്റൻസ് പറയണേ. ഷീ ഈറ്റ്സ് മാംഗോ. ഇതെന്താണ്? ഇത് സിമ്പിൾ പ്രസന്റിലെ സെന്റൻസ് ആണ് അല്ലേ? ഷീ ഈറ്റ്സ്, ഈറ്റിന് കൂടെ എസ് വന്നു, അതുകൊണ്ട് ഈറ്റ്സ് എന്നാണ് പറയാ. ഇത് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ആക്കാണ്. ഷീ ഈസ് ഈറ്റിംഗ് മാംഗോ. ഓക്കെ, ഷീ ഈസ് ഈറ്റിംഗ് മാംഗോ. ക്ലിയർ ആണോ? പ്രസന്റ് കണ്ടിന്യൂസ് ആയത് കണ്ടോ? ഷീ ഈസ് ഈറ്റിംഗ് മാംഗോ. ഐ ടീച്ച് ഇംഗ്ലീഷ്. ഇതെങ്ങനെയാ നമ്മൾ മാറ്റുക? ഐ ടീച്ച് ഇംഗ്ലീഷ് എങ്ങനെ മാറ്റുക? ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ അല്ലേ ഇപ്പൊ ചോദിക്കണേ. ഓക്കെ, അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ക്ലിയർ ആണെന്ന് വിചാരിക്കാണ് കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കാണേ. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് ക്ലിയർ അല്ലേ? യെസ്, വേർബിന്റെ കൂടെ ing ചേർത്ത് കഴിഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ആയി ഈസോ ആമോ ആറോ ആണ് വരിക ഓക്സിലറി വേർബ്സ് ആയിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്, ഇത് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണെന്ന് ആദ്യം നോക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റിന്റെ കൂടെ ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈ ഇങ്ങനെയുള്ള വാക്കുകളാണ് ആകെ കൺഫ്യൂസ്. എന്നോട് എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് ഇങ്ങനെ ഓരോ വാക്കുകൾ കണ്ടുപിടിച്ചത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട്? ഒന്നുമില്ല. വേർബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ? വേർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ് അല്ലെ? പ്രവൃത്തികൾ 3 വിധത്തിലാണ്. V1, V2, V3 ഇങ്ങനെ 3 രീതിയിലാണ് പ്രവൃത്തികൾ ഉള്ളത്. ഓക്കെ, അപ്പൊ ഒരു വേർബിന്റെ തേർഡ് ഫോം ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു വേർബിന്റെ തേർഡ് ഫോമിനെയാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3. ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈസ് ഈക്വൽ ടു എന്ത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, നമുക്ക് ഒന്നൊരു എക്സാമ്പിൾ നോക്കാം. ഷീ ഹാഡ് ഫിനിഷ് ദ ടെസ്റ്റ്. ഷീ ഹാഡ് ആണ് ഒന്നല്ലേ? പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ, പെർഫെക്റ്റ് എന്ന് കണ്ടാൽ അപ്പൊ ഓർക്കുക, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് കാണുമ്പോൾ ഓർക്കുക ഹാഡ് ആണ് വരിക. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വരുമ്പോൾ ഹാഡ് ആണ് വരിക. ഷീ ഹാഡ് ഫിനിഷ്ഡ്. അപ്പൊ V3 ഫോം ഓഫ് ഫിനിഷ് എന്താണ്? ഫിനിഷ്ഡ് ആണ് കേട്ടോ. V3 ഫോം ഓഫ് ഫിനിഷ് ഷീ ഹാഡ് ഫിനിഷ്ഡ് എന്നാണ് പറയാ. അവൾ ഫിനിഷ് ചെയ്തു. ഷീ ഹാഡ് ഫിനിഷ്ഡ് എന്നാണ് വരിക. ഓക്കെ, ഐ ഹാഡ് ഓൾറെഡി ഫിനിഷ്ഡ്. ഞാൻ ഓൾറെഡി ഫിനിഷ് ചെയ്തു. ഓൾറെഡി നോക്കണ്ട, ഒന്നും നോക്കാനില്ല, അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. ഐ ഹാഡ് ഓൾറെഡി ഫിനിഷ് മൈ വർക്ക് വെൻ ഹി കോൾഡ്. അവൻ വിളിച്ച സമയത്ത് ഞാൻ ഓൾറെഡി എന്റെ വർക്ക് ഒക്കെ ഫിനിഷ് ചെയ്തിരുന്നു. അപ്പൊ ഇതിൽ 2 പാസ്റ്റ് ആക്ഷൻസ് കാണാം. പാസ്റ്റ് പെർഫെക്റ്റിൽ എപ്പോഴും 2 പാസ്റ്റ് ആക്ഷൻസ് കാണാം. ഒന്നെന്താണ്? ഞാൻ ഓൾറെഡി വർക്ക് ഫിനിഷ് ചെയ്തു എന്നുള്ളതും പിന്നെ അവനെ വിളിച്ചു എന്നതും അല്ലെ? ആദ്യം കഴിഞ്ഞത് ഏതായിരിക്കും? ഞാൻ വർക്കൊക്കെ ഫിനിഷ് ചെയ്തപ്പോഴാണ് അവൻ വിളിച്ചത് അല്ലെ? ഐ ഹാഡ് ഓൾറെഡി ഫിനിഷ് മൈ വർക്ക് വെൻ ഹി കോൾഡ് എന്നാണ് പറഞ്ഞത്. ദേ ഹാഡ് ഗോൺ ടു ദ മൂവി ബിഫോർ ദ ട്രെയിൻ സ്റ്റാർട്ടഡ്. ബിഫോർ ട്രെയിൻ സ്റ്റാർട്ട് അല്ലെ? ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ അവരെന്ത് ചെയ്തു? ദേ ഹാഡ് ഗോൺ ടു ദ മൂവി. അവർ മൂവിക്ക് പോയി. ദേ ഹാഡ് ഗോൺ അല്ലെ? ഗോൺ എന്ന് പറയുന്നത് ഗോ, വെന്റ്, ഗോൺ. ഓക്കെ, V3 ഫോം ഏതാണ്? ഗോൺ ആണ് അല്ലെ? V1, V2, V3 ഫോം ഓഫ് ഗോ ആണ് ഗോൺ എന്ന് പറയുന്നത്. V1, V2, V3 അറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിൾ എടുത്ത് നോക്കണം കേട്ടോ. V1, V2, V3 പഠിക്കാതെ പോകരുത്. ഓക്കെ, ഇപ്പൊ V1, V2, V3 V3 ഫോം ആണ് പാസ്റ്റ് പെർഫെക്റ്റിൽ വരിക. പ്രസന്റ് പെർഫെക്റ്റിലും V3 തന്നെ വരിക കേട്ടോ. യെസ്, V3 ഫോം ഓഫ് ദി വേർബ് ആണ് ഇവിടെ വരിക. ദേ ആയതുകൊണ്ടും ആര് വന്നാലും ഹാഡ് എന്നുള്ളതിന് മാറൂല. ഹാഡ് എന്നുള്ളത് ഹാഡ് തന്നെയാണ് കേട്ടോ. ഐ ഹാഡ്, യു ഹാഡ്, ദേ ഹാഡ്, വി ഹാഡ്. ഈ ഹാഡ് അതേപോലെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാം. ഐ ഹാഡ് എ കാർ. എനിക്ക് ഒരു കാർ ഉണ്ടായിരുന്നു അല്ലെ? ഐ ഹാഡ് എ കാർ. ഐ ഹാഡ് എ ബൈസിക്കിൾ. എനിക്കൊരു ബൈസിക്കിൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഹാഡ് യൂസ് ചെയ്യും. അതേപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ നമ്മൾ ഹാഡ് യൂസ് ചെയ്യണം. ഐ ഹാഡ് വെന്റ് അല്ല വരിക. ഐ ഹാഡ് ഗോൺ അല്ലെ? ഞാൻ പോയിരുന്നു. ഐ ഹാഡ് റോട്ട് റിട്ടൺ എന്നാ പറയാ. ഐ ഹാഡ് റിട്ടൺ എന്നാണ് പറയാ. ഐ ഹാഡ് റിട്ടൺ. ഓക്കെ, തേർഡ് ഫോം ഓഫ് V3 ഫോം ഓഫ് റൈറ്റ് എന്നാണ് റിട്ടൺ. ഓക്കെ, ക്ലിയർ ആണോ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ക്ലിയർ ആണോ? യെസ്. ഇനി അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. വാട്ട് ഈസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്? സബ്ജക്ട് ഹാവ്, ഹാസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് പ്രസന്റ് പെർഫെക്റ്റ്. ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഹാഡ് ഇല്ലേ? ഹാഡ് ഇല്ലേ? അതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹാസോ ഹാവ് ആണ്. പ്രസന്റ് എന്ന് കണ്ടാൽ ഒന്നും നോക്കണ്ട, ഹാസോ ഹാവോ ആണ് യൂസ് ചെയ്യുക. എവിടെയാണ് ഹാസ് യൂസ് ചെയ്യുക? എവിടെയാണ് ഹാവ് യൂസ് ചെയ്യുക? ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയട്ടെ, എല്ലാവരും ഗ്രാമർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ വരുത്താൻ പോകുന്നൊരു മിസ്റ്റേക്ക് ആണ് മിസ് പറയാൻ പോകുന്നത്.
ഐ യു ദേവി. ഓക്കെ, ഐ യു ദേവി ആണ് വരുന്നെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. എല്ലാവരും വരുത്തുന്ന മിസ്റ്റേക്ക് ആണ് ഐ ഹാവ്, യു ഹാവ്, ദേ ഹാവ്. ഓക്കെ, ഷീ ആണ് വരുന്നെങ്കിൽ, ഷീയോ ഹിയോ ഇറ്റോ ആണ് വരുന്നെങ്കിൽ സെന്റൻസ് ചെയ്തപ്പോൾ ശ്രദ്ധിക്കണം, ഹാസ് ആണ് വരിക. ഓക്കെ, ഷീ ഹാവ് എന്ന് പറഞ്ഞ തെറ്റാണ് മക്കളെ. നിങ്ങൾ ആരും സെന്റൻസ് കൊണ്ടുപോയി അങ്ങനെ എഴുതി വെക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ കമലദാസിനെ പോകുമ്പോൾ എഴുതുമ്പോൾ എല്ലാവരും പറയും ഷീ ഹാസ് എ ഗ്രാൻഡ് മദർ. തെറ്റാണ്. സോറി, ഷീ ഹാവ് എ ഗ്രാൻഡ് മദർ അങ്ങനെ കൊണ്ടുപോയി എഴുതി വെക്കും. ഷീ ഹാവ് എ ഗ്രാൻഡ് മദർ, അവർക്ക് ഒരു ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു. തെറ്റല്ലേ? ഓക്കെ, ഇവിടെ ഒന്നാമത് ഹാസ് ആണ് യൂസ് ചെയ്യുക. ഹാസ് യൂസ് ചെയ്യുന്ന അവിടെ നിൽക്കട്ടെ. പക്ഷേ ഗ്രാൻഡ് മദർ മരിച്ചു പോയതുകൊണ്ട് ഷീ ഹാഡ് എ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നതാണ് ശരി. അല്ലെങ്കിൽ പറഞ്ഞാൽ ഷീ ഹാസ് എ കാർ എന്ന് പറയാം. അവർക്കൊരു കാർ ഉണ്ടായിരുന്നു അല്ലെ, അവർക്കൊരു കാർ ഉണ്ട്. ഷീ ഹാസ് എ കാർ, അവർക്കൊരു കാർ ഉണ്ട്. ഹി ഹാസ് എ ബോയ് അല്ലെ, ഹി ഹാസ് എ ബോയ് ഫ്രണ്ട്. അപ്പൊ സോറി, ഷീ ഹാസ് എ ബോയ് ഫ്രണ്ട്, അവർക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അല്ലെങ്കിൽ she has a beautiful hair, അവർക്ക് നല്ല ഭംഗിയുള്ള മുടി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഷീനെ ഹീനെ ഇറ്റിനെയും കൂടെ ഹാസ് എ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഹാസ് ഓർ ഹാവ് ആണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് യൂസ് ചെയ്യുക. കുറച്ച് എക്സാമ്പിൾ നോക്കിയാലോ. ഷീ ഹാസ് ലോസ് ഹെർ കീസ്, അതായത് നമ്മള് പാസ്റ്റിൽ സംഭവിച്ച ഒരു കാര്യം, അവർക്ക് ചാവി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് പാസ്റ്റിൽ കഴിഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ പ്രസന്റിൽ ഇപ്പോഴും അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, റെലവൻസ് ഉണ്ട്. ഇമ്പോർട്ടൻസ് ഉണ്ട്, റെലവൻസ് ഉണ്ട്. അതിനെ ഇപ്പോഴും കണക്ട് ചെയ്യുന്നുണ്ട്. പ്രസന്റിൽ ഇപ്പോഴും കണക്ട് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. ഓക്കെ, പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യമാണ്, പക്ഷെ പ്രസന്റിൽ ഇപ്പോഴും അതിന് ഒരു റെലവൻസ് ഉണ്ട്. അതിന് ഇപ്പോഴും ലിങ്ക് ചെയ്യുന്നുണ്ട്. പ്രസന്റിൽ ഇപ്പോഴും ലിങ്ക് ചെയ്യുന്നുണ്ട്. ഷീ ഹാസ് ലോസ് ഹെർ കീസ്, അവർക്ക് അവളുടെ ചാവി നഷ്ടപ്പെട്ടു എന്ന് പറയാണല്ലേ. ഷീ ഹാസ് ലോസ് ഹെർ കീസ്, അവർക്ക് അവളുടെ ചാവിയാണ് നഷ്ടപ്പെട്ടത്. ഷീ ഹാസ് ലോസ് ഹെർ കീസ്. ഇനി ഐ ഹാവ് ട്രാവൽഡ് ടു 20 കൺട്രീസ്, ഞാൻ 20ഓളം രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ട്രാവൽഡ് അല്ലെ, ട്രാവൽ എന്നുള്ള വാക്കിന്റെ V3 ഫോം ആണ് ട്രാവൽഡ്. ഐ ആയതുകൊണ്ട് ഹാവ് ആ യൂസ് ചെയ്തത്. മിസ് ഓൾറെഡി പറഞ്ഞു. ഐ യു ദേവിയാണ്, ഹാവ് ആണ് യൂസ് ചെയ്യുക. ഷീ ഹി ഇറ്റ് ആണ് ഹാസ്. നേരത്തെ ഒരാൾ ചോദിച്ചില്ല, ആരെയും ചോദിച്ചത് മിസ്സേ ഗ്രാമർ മിസ്റ്റേക്ക് വന്നാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ? ഗ്രാമർ മിസ്റ്റേക്ക് വന്നാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് ആരോ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. ആരെയും ചോദിച്ചത്? ആ ചോദിച്ച ആൾക്കാരോട് ശ്രദ്ധിക്കണേ. ഐ യു ദേവി ആണെങ്കിൽ ഹാവ് ആണ് വരിക. ഷീ ഹി ഇറ്റ് ആണെങ്കിൽ ഹാസ് ആണ് വരിക. ക്ലിയർ അല്ലേ? ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഒന്നുമില്ല. ഒന്ന് ഇവിടെ ശ്രദ്ധിക്കണേ. ഇനിയും മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്, ഒന്ന് ഇവിടെ ശ്രദ്ധിക്കണേ. യെസ്, സബ്ജക്ട്. ഇപ്പൊ ഞാനൊരു സബ്ജക്റ്റ് ആണ് അല്ലെ. ഞാൻ എന്ന് പറഞ്ഞാൽ എന്റെ പേര് ഫെബിൻ എന്നാണ്. ഓക്കെ, എന്നെ അറിയാത്ത ആൾക്കാർ ശ്രദ്ധിക്കുക. എന്റെ പേര് ഫെബിൻ ആണ്. ഫെബിന് ചാവി നഷ്ടപ്പെട്ടു എന്നാണ്. ഓക്കെ, അപ്പൊ ഐ ആണ് വരുന്നത് അല്ലെ. ഐ ഹാവ് ആണ്. ഐ ആയതുകൊണ്ട് ഹാവ് ആണ് യൂസ് ചെയ്യുക. ഐ ആയതുകൊണ്ട് ഇവിടെ കാറ്റഗറി നോക്കണേ. ഐ ആയതുകൊണ്ട് ഹാവ് ആണ് യൂസ് ചെയ്യുക. ഐ ഹാവ് ലോസ്റ്റ് അല്ലെ, നഷ്ടപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി നമ്മൾ ലോസ്റ്റ് എന്നാണ് പറയാ. V3 ഫോം ഓഫ് ലോസ്റ്റ് എന്നാണ്. ലോസ്റ്റിൽ നഷ്ടപ്പെട്ടു എന്ന് പറയാൻ വേണ്ടിയിട്ട് ലോസ്റ്റ് എന്നാണ് പറയാ. ലോസ് മൈ കീസ്, എനിക്ക് എന്റെ ചാവി നഷ്ടപ്പെട്ടു. ഓക്കെ, ഓക്കെ, ഇനി അവൾക്ക് അവളുടെ ചാവി നഷ്ടപ്പെട്ടു എന്ന് എങ്ങനെ പറയാ? ഷീ ഹാസ് ലോസ്റ്റ് അല്ലെ. അവക്ക് ഷീ ഹാസ് ആണ്. ഷീ ആയതുകൊണ്ട് ഹാസ് ആണ്. ഷീ ഹാസ് ലോസ് ഹെർ കീസ്. ഹി ഹാസ് ലോസ് ഹെർ കീസ്. ഇറ്റ് ഹാസ് ലോസ് ഹെർ കീസ്. ഹിസ് കീസ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഇറ്റ് എന്ന് പറയുമ്പോൾ ഒരു വസ്തുവാണ്, ഇതിന് കീസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, എന്തായാലും ഇനിയിപ്പോ പാവയായിക്കോട്ടെ, കീട്ട് പോകുന്ന പാവയാണെങ്കിൽ അതിന്റെ ചാവി നഷ്ടപ്പെട്ടു. ഇറ്റ് ഹാസ് ലോസ് ഇറ്റ്സ് കീസ്, അതിന്റെ കീസ് നഷ്ടപ്പെട്ടു. ഹാസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, V3 ഫോം എന്താണെന്ന് അറിയാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ എത്തിയിട്ട് V1, V2, V3 ഫോം ഓഫ് വേർബ്സ് എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. വളരെ സിമ്പിൾ ആയിട്ട് ഈറ്റ്, എയ്റ്റ്, പിന്നെ അതേപോലെ റൈറ്റ്, റോട്ട്, റിട്ടേൺ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് V3 ഫോം കാണാം. ആ V3 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, V3 ഫോമിനാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയാ. ഇത് ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇനി ഇവിടെ ശ്രദ്ധിക്കുക. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഹാസോ ഹാവ് യൂസ് ചെയ്യണം. പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഇതിൽ തന്നെ പറഞ്ഞുകൊണ്ടെന്നാലും ഇവിടെ സ്റ്റക്ക് ആയി പോകും. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഒന്നും കൂടെ ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. ആഫ്റ്റർ ക്ലാസ് നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് കേട്ട് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാഡ് യൂസ് ചെയ്യുക. ഹാവോ ഹാസോ യൂസ് ചെയ്യുന്നതിന് പകരം ഹാഡ് യൂസ് ചെയ്യുക. പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഹാസോ ഹാവോ യൂസ് ചെയ്യുക. V3 ഫോം ഓഫ് ദി വേർബ് യൂസ് ചെയ്യുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. നേരത്തെ മനസ്സിലായില്ല എന്ന് പറഞ്ഞ കുട്ടി മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ആന്റോണിം ആണ്. ആന്റോണിം വാട്ട് ഈസ് ആന്റോണിം? ആന്റോണി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് മക്കളെ? എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം, പക്ഷെ കൂടുതൽ ആൾക്കാർക്ക് ഇതെന്താണെന്ന് അറിയാത്തതുകൊണ്ട് മാത്രം വെറുതെ വിടും. ഓക്കെ, റൈറ്റ് ആന്റോണിംസ് ഓഫ് ഹാപ്പി എന്ന് പറയും. റൈറ്റ് ആന്റോണിം ഓഫ് ഹാപ്പി എന്നൊക്കെ ക്വസ്റ്റ്യൻ വരിക.
ഹാപ്പിന്റെ അന്റോണിയം ഒക്കെ ആരായിട്ട് വരും എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കും. ആരുമല്ല, ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, നമ്മൾ വിപരീത പദം എന്ന് പറയും മലയാളത്തിൽ. വിപരീതം അല്ലെ, വിപരീതം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ? ഓപ്പോസിറ്റ് അല്ലെ, വിപരീതം. മലയാളം പറയുമ്പോൾ മനസ്സിലാവുന്നില്ലേ? വിപരീതം എന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ആന്റോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ്, ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഹാപ്പി എന്നതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സാഡ് ആണ് അല്ലെ. ഹാപ്പിന്റെ ഓപ്പോസിറ്റ് സാഡ് ആണ്. നൈറ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്? മോർണിംഗ് ആണ്. നൈറ്റ് അല്ലെ, ബ്രൈറ്റ്. ലൈറ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡാർക്ക് ആണ്. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതറിയാത്ത ഒരാളും ഇല്ലല്ലോ. ഇതറിയാത്ത ഒരാളും ഇല്ലല്ലോ, ഇല്ല അല്ലെ? യെസ്. അപ്പൊ ആന്റോണിം ഓഫ് ഫ്രഷ്, ഫ്രഷ് എന്നുള്ള, ഫ്രഷ് ഫ്രൂട്ട് എന്നൊക്കെ പറയില്ലേ? ഫ്രഷ് ആപ്പിൾ. സ്റ്റെയിൽ എന്നാണ്. ഫ്രഷിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സ്റ്റെയിൽ എന്നാണ്. ഫ്രഷിന്റെ ഓപ്പോസിറ്റ് സ്റ്റെയിൽ ആണ്. വീക്ക്നെസ്, വീക്ക്നെസ്സിന് സ്ട്രെങ്ത് ആണ് അല്ലെ. എനിക്ക് എന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് അതാണ്, അല്ലെങ്കിൽ എന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് എന്റെ ഫാമിലി ആണെന്നൊക്കെ പറയും പോലെ തന്നെ എന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, എന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്റെ സ്കിൽസ് ആണെന്നൊക്കെ പറയും അല്ലെ. യെസ്. ഇനി ഫോർവേഡിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫോർവേഡിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫോർവേഡിന്റെ ഓപ്പോസിറ്റ് ബാക്ക്വേർഡ് ആണ്. ഫോർവേഡിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ബാക്ക്വേർഡ് ആണ്. നിയർ, നിയറിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫോർ ആണ്, ഫോർ ആണ്. ഓക്കെ, ഓപ്പോസിറ്റ് എന്ന് മിസ് പറയുന്നില്ല, ആന്റോണിം എന്നാണ് പറയുന്നത്. ഇനി ഓക്കെ, ഫ്യൂച്ചറിന്റെ ആന്റോണിം എന്താണ്? പാസ്റ്റ് ആണ്. ആന്റോണിം ഒരാളെ തെറ്റിക്കരുത്. ഇവിടെ നമ്മളെ ക്ലാസ് കാണും, നമ്മളെ ലൈവ് കാണും, ഒരാളും ആന്റോണിം തെറ്റിക്കാൻ പാടില്ല കേട്ടോ. ആന്റോണിം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് മീനിങ് വിപരീതം. ഓക്കെ, വിപരീതമാണ് ആന്റോണിം എന്ന് പറയുന്നത്. ഫ്രഷിന്റെ ഓപ്പോസിറ്റ് സ്റ്റെയിൽ ആണ്. നിയറിന്റെ ഓപ്പോസിറ്റ് ഫാർ ആണ്. ബ്ലാക്കിന്റെ ഓപ്പോസിറ്റ് വൈറ്റ് ആണ്. ഓർമ്മല്ലേ? ആന്റോണിം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? യെസ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇമെയിൽ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള റൈറ്റിംഗ്സിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മളെ ഷുവർ ഷോട്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഷുവർ ഷോട്ടിൽ ഞാൻ ഇങ്ങനെയുള്ള ഇമെയിൽ, ലെറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് നോക്കി പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഷുവർ ഷോട്ടിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ യൂട്യൂബിൽ കയറിയിട്ട് കാണുക. ഇപ്പൊ ഇവിടെ ഇരിക്കുക കേട്ടോ. ഇപ്പൊ ഇവിടെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് പോയി കാണാം. ഷുവർ ഷോട്ട് വളരെ കുറഞ്ഞ സെക്കൻഡാണ്, കുറഞ്ഞ മിനിറ്റ് ഉള്ളൂ. അത് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ട് തീർക്കാൻ പറ്റും. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് കഴിഞ്ഞ ശേഷം കാണാം കേട്ടോ. റൈറ്റിംഗ്സ് പെട്ടെന്ന് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. അത് വെറി ഇടാണ്ട. ഗ്രാമർ പോർഷന് വിടാൻ നോക്കുക. ഗ്രാമർ പോർഷനിൽ മാക്സിമം മാർക്ക് ഓക്കെ, ക്ലിയർ അല്ലേ? ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. മിസ് അടുത്തതിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, ഓക്കെ. പ്രസന്റിന്റെ ഓപ്പോസിറ്റ് പാസ്റ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രസന്റിന്റെ ഓപ്പോസിറ്റ് ഓക്കെ പാസ്റ്റ് ആണ് അല്ലെ. പ്രസന്റിന്റെ ഓപ്പോസിറ്റ് പാസ്റ്റ് ആണ്. യെസ്, അങ്ങനെ പറയാം. പ്രസന്റ് ഓപ്പോസിറ്റ് പാസ്റ്റ് ആണ്. ഇപ്പൊ ബ്രൈറ്റിന്റെ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഓപ്പോസിറ്റ് വേണേ ഫ്യൂച്ചർ അല്ല, പ്രസന്റ് ഓപ്പോസിറ്റ് പാസ്റ്റ് എന്നാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി അടുത്ത ഐ മസ്റ്റ് നോ ദ ട്രൂത്ത്. ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ. ഐ മസ്റ്റ് നോ ദ ട്രൂത്ത്. ഈ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ? ഒരു ഭരതനാട്യം പഠിക്കുന്ന ഒരു കുട്ടിന്റെ കഥയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് റിവോൾവ്സ് അറൗണ്ട് എ യങ് ഗേൾ നെയ്മഡ് ആരാധന. നമുക്ക് ഈ കോമഡി ഫണ്ണൊന്നും അടിച്ച് ഇങ്ങനെ ക്ലാസ് എടുക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. നമുക്ക് നാളെയാണ് എക്സാം, അതുകൊണ്ട് കേട്ടോ മക്കളെ. ബോർ അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. നമുക്കിത് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് നാളെ നല്ല രീതിയിൽ എക്സാം എഴുതിക്കൂടെ. അതിന് വേണ്ടിയിട്ടാട്ടോ മിസ് കുറച്ചൊരു സ്പീഡിൽ പോകുന്നത്. എല്ലാവരും എന്റെ കൂടെ തന്നെ വരണേ. ഓക്കെ, ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഐ മസ്റ്റ് നോ ദ, എനിക്ക് സത്യം അറിയണം. ഐ നീഡ് ടു നോ ദ ട്രൂത്ത്. ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് എന്നാണ് പറയുന്നത്. എനിക്ക് സത്യം അറിയണം. എനിക്ക് എന്താണ് സംഭവം, സത്യം അറിയണം എന്ന് പറയാണ്. ആരാണ് പറയുന്നത്? ഇതൊരു യങ് ഗേൾ, ആരാധന എന്ന് പറയുന്ന ഒരു യങ് ഗേളുടെ സ്റ്റോറിയാണ്. എ ടാലന്റഡ് ഡാൻസർ, നല്ല കഴിവുള്ള ഒരു ഡാൻസർ ആണ് കേട്ടോ. നല്ല കഴിവുള്ള ഒരു ഡാൻസർ ആണ്. ഹു ഈസ് അബൌട്ട് ടു പെർഫോം ഹർ സ്കൂൾസ് ആനുവൽ ഡാൻസ് ഷോ. അപ്പോൾ സ്കൂളിലെ ആനുവൽ ഡേന് ഇനാഗുറേഷൻ ആയിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് ആണ് ഇവളുടെ ഡാൻസ്. ഓക്കെ, ഭരതനാട്യം ഡാൻസർ ആണ്. അവളുടെ ഇനാഗുറൽ പ്രോഗ്രാം ആയിട്ടാണ് അവളുടെ ഡാൻസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനാഗുറൽ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ചീഫ് ഗസ്റ്റ് ഒക്കെ വന്നുള്ള പ്രോഗ്രാമാണ്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കളിക്കുന്ന ആൾക്കാരെ മാത്രമേ അവിടെ അങ്ങനെയുള്ള പെർഫോമൻസ് കൊടുക്കുള്ളൂ. അപ്പൊ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആളാണ് ആര്? നമ്മൾ ആരാധന. ഓക്കെ, പേര് ഓർത്ത് വെക്കണേ. എന്നിട്ട് എക്സാം ഹോളിൽ കുട്ടിന് എന്തായി ആ കുട്ടിന്റെ പേര് ആലോചിച്ചിരിക്കരുത്. ആരാധന എന്നാണ് കുട്ടിന്റെ പേര്. ആരാധന, ഇങ്ങനെ ഓർത്ത് വെക്കുക. ആരാധന. ഓക്കെ, അപ്പൊ അവളുടെ പാരന്റ്സ് ഒക്കെ വളരെ പ്രൗഡാണ് അവളുടെ കാര്യം. ബിക്കോസ് അവൾ അത്രയും ടാലന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഓക്കെ, ആൻഡ് ഷീ ഹാസ് ബീൻ ചൂസൺ ടു പെർഫോം ദ ഇനാഗുറൽ ഡാൻസ്. അതുകൊണ്ട് തന്നെ അവൾ ഇനാഗുറൽ ഡാൻസ് കളിക്കാൻ അവളെയാണ് ചൂസ് ചെയ്തത്. ബിക്കോസ് ഷീ ഈസ് വെരി ടാലന്റഡ്. ബട്ട് ബിഹൈൻഡ് ദിസ് മൊമെന്റ് ഓഫ് ഹാപ്പിനെസ് ലൈസ് എ പെയിൻഫുൾ സീക്രട്ട് ദാറ്റ് ചേഞ്ച് ഹർ ലൈഫ്. അപ്പോൾ ഇത്രയും ഹാപ്പി ആയിട്ട് സ്കൂളിൽ ഇനാഗുറൽ പ്രോഗ്രാമിന് അവളെ ഡാൻസ് വരാൻ നിൽക്കുന്ന സമയത്താണ് വളരെ വിഷമമുള്ള ഒരു കാര്യം നടക്കുന്നത്. സ്പീഡ് കുറയ്ക്കുമെന്ന് പറയുന്നുണ്ട്. വളരെ വിഷമമുള്ള ഒരു കാര്യം, ഒരു സീക്രറ്റ് അവൾ അറിയുന്നത്. ഓക്കെ, ഒരു ട്രൂത്ത് അവൾ അറിയാൻ പോവാണ്. എന്താണ് ആ സത്യം നോക്കാം. ഇനി ഇതിന്റെ മെയിൻ സമ്മറി നമ്മൾ നോക്കാൻ പോവാണ്. ആരാധന അവളുടെ യങ്ങർ സിസ്റ്റർ സിമി, അവൾ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്, ക്ലോസ് ബോണ്ടുള്ള നല്ല സിസ്റ്റേഴ്സ് ആണ്. ആനുവൽ ഡാൻസിന് അന്ന് ഫാമിലിയിലെ മദറും ഗ്രാൻഡ് മദറും
ഓൺ പ്രമീള. പ്രമീളനെ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് ഒരു കണ്ണ് വെച്ചേക്കണം കേട്ടോ. പ്രമീളന്റെ മുകളിൽ പ്രമീള. ഇവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്, അവളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ആനുവൽ ഡേ എന്ന പ്രോഗ്രാം ആണ്. ഇവളുടെ ഡാൻസ് ഉണ്ട്, ഇനാഗുറൽ പ്രോഗ്രാം ഇവളുടെ ഡാൻസ് ആണ്. ഓക്കെ, ഇനാഗുറൽ പ്രോഗ്രാം ഇവളുടെ ഡാൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവളുടെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ഫാമിലിയിൽ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഓൺ പ്രമീള വളരെ ഹാഷ് ആയിട്ടുള്ള വേർഡ്സ് അവളുടെ അടുത്ത് പറയുന്നത്. കാരണം ഇവളുടെ സ്കിൻ ടോൺ കുറച്ച് ഡാർക്ക് കോംപ്ലക്ഷൻ ഉള്ളതായതുകൊണ്ട് തന്നെ ഇവളോട് പറയാണ്. ഇവൾ അതിന്റെ പേരിൽ കളിയാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്, വളരെ മോശമായിട്ടൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഈ ഓൺ പ്രമീള ഒരു സത്യം പറയാണ്. എന്താണ് പറയുന്നത്? മെൻഷൻ ദാറ്റ് ആരാധന ഇസ് ആൻ അഡോപ്റ്റഡ് ചൈൽഡ്. ഇതുവരെ കഥ കേൾക്കാത്തവരൊന്ന് ഞെട്ടിക്കോ. എന്താണ് പറയുന്നത്? കുട്ടിയോട് എന്താ പറയുന്നത്? ഈ ചെറിയ കുട്ടിയോട് എന്താ പറയുന്നത്? നീ ഒരു അഡോപ്റ്റഡ് ചൈൽഡ് ആണ്, നിന്നെ ദത്തെടുത്തതാണ്, നീ അവരുടെ കുട്ടിയല്ല, നിന്റെ കൂടെയല്ല, നിന്റെ അച്ഛനും അമ്മയല്ല നമ്മളോട് പറയുമ്പോൾ ഷി വാസ് ഹേർട്ട് അല്ലേ, ഷി വാസ് ഷോക്ക്ഡ്. അത് കേൾക്കുന്ന സമയത്ത് അവൾ ആകെ ഞെട്ടി അല്ലെ. ആരാണെങ്കിലും എന്തായിരിക്കും, ഭയങ്കര ഡിസ്പ്രേറ്റ് ആവും, വളരെ ഡിസപ്പോയിന്റഡ്, വളരെ സാഡ് ആവും, വളരെ ഷോക്ക്ഡ് ആവും. കാരണം എന്താണ് അറിയുന്നത്? എന്താണ് സ്വന്തം കൂടെയുള്ള അച്ഛനും അമ്മയും സ്വന്തം അച്ഛനും അമ്മയും അല്ലാന്ന് പറയുമ്പോൾ ഷോക്കാവും അല്ലേ. യെസ്, അപ്പൊ അവൾ ആകെ സങ്കടത്തിലാവുകയാണ്. ദ വേർഡ് അഡോപ്റ്റഡ് ഷോക്ക് ആരാധന ഡീപ്ലി. ഷീ ഫീൽസ് ബിട്രയൽ. അവൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഷീ ഫീൽസ് ബിട്രയൽ. അവൾക്ക് അവളെ ചതിച്ച പോലെ തോന്നുകയാണ്. ആൻഡ് ഹാർട്ട് ബ്രോക്കൺ. അതുകൊണ്ട് അതേപോലെ അവളുടെ ഹൃദയം ആകെ പൊട്ടിപ്പോയി അല്ലേ. ഫ്രാക്ചേർഡ് ആയില്ലേ കംപ്ലീറ്റ്ലി. പിന്നെന്താണ്, ആകെ ഹൃദയം പൊട്ടിപ്പോയി എന്ന് പറയാൻ പറ്റും. ബിക്കോസ് നോബഡി ഹാഡ് ടോൾഡ് ഹർ ദ ട്രൂത്ത് ബിഫോർ. ആരും ഇതിനു മുന്നേ അങ്ങനെ ഒരു സത്യം അവളോട് പറഞ്ഞില്ല. ആരാ പറഞ്ഞ ആൾ ഒരിക്കലും മറക്കരുത്. ആരാ പറഞ്ഞത്? പ്രമീള. ആൺ പ്രമീളയാണ് എന്ത് പറഞ്ഞത്? നീ ഒരു ദത്തെടുത്ത കുട്ടിയാണ്, നിന്റെ അച്ഛനമ്മയല്ല നിന്റെ കൂടെ അല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിലാകെ അവള് ഷോക്കായി പോവാണ്. Her grandmother tries to stop on Pramila. On Pramilane stop ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് സിമിയോട് എന്താണ് ആരാധന അമ്മേനെ വിളിക്കാൻ, സുനിതയെ വിളിക്കാൻ. സുനിത മീൻസ് ആരാധന അമ്മയാണ് കേട്ടോ. സുനിത ആരാണ്? ആരാധന അമ്മയാണ്. സിമി അല്ല അമ്മ. സിമി അനീത്തിയാണ് കേട്ടോ, സിസ്റ്റർ ആണ്. എന്നിട്ട് സിസ്റ്ററോട് പറയാണ്, അമ്മയെ വിളിച്ചു വരാൻ പറയാണ്. അമ്മ വന്ന സമയത്ത് ആരാധന കരയാണ് അല്ലേ. ഇത്രയും കാലം അവള് വിശ്വസിച്ചതെല്ലാം നുണയാണെന്നുള്ളത് അറിഞ്ഞപ്പോൾ അവള് കരയാണ്. In next scene, Sunita finds Aradhana outside and tells her with tears that being a mother is not just about giving birth അല്ലേ. ജന്മം നൽകിയതുകൊണ്ട് മാത്രം അമ്മയാവില്ല, ഞാൻ നിനക്ക് കർമ്മം കൊണ്ട് അമ്മയാണെന്ന് പറഞ്ഞു ഞാൻ മനസ്സിലാക്കുകയാണ്. അവള് വല്ലാതെ കരയുന്നുണ്ട്, അമ്മയും കരയുന്നുണ്ട്. ഷീ റിമൈൻഡ്സ് ആരാധന ദാറ്റ് ഷീ ഹാസ് ബീൻ ഹർ മദർ ഫോർ 18 years. 18 വർഷത്തോളം ഞാൻ നിന്റെ അമ്മയല്ലായിരുന്നു. ഞാനല്ലേ നിന്റെ അമ്മ. 18 വർഷം നിന്നെ നോക്കിയത് ഞാനല്ലേ നിന്നെ കെയർ ചെയ്തത്. നിന്റെ ഓരോരോ ഹാർഡ്ഷിപ്പിലെ ലൈഫിലുള്ള ഓരോ ഹാർഡ്ഷിപ്പിലും ഓരോ സോറോസിലും ഹാപ്പിനെസ്സിലും ജോയിലും ഒക്കെ ഞാനല്ലേ നിന്റെ കൂടെ ഉള്ളത്. ഞാനാണ് നിന്റെ അമ്മ എന്ന് അവളോട് പറയാണ്. ഓക്കെ, സുനിത tells her that nothing has changed between us. അതായത് സുനിത പറയാണ്, നീ സത്യം പറഞ്ഞു, പക്ഷെ നമ്മളിടയിൽ ഒന്നും മാറിയിട്ടില്ല മോളെ, നമ്മളിടയിൽ ഒന്നും മാറിയിട്ടില്ല, ഞാനാണ് നിന്റെ അമ്മ എന്ന് പറയാണ്. gives her a necklace as a symbol of love. എന്നിട്ട് അമ്മ എന്ത് നൽകുകയാണ്? അവൾക്കൊരു നെക്ലേസ് കൊടുക്കുകയാണ് as a symbol of love അല്ലെ. അവൾക്ക് ആ ഡാൻസ് കളിക്കാൻ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു നെക്ലേസ് കൊടുക്കുകയാണ്. ഓക്കെ, ഫൈനലി ആരാധന realizes that her parents truly love her. അങ്ങനെ അവള് അവസാനം റിയലൈസ് ചെയ്യാണ് അല്ലെ. അവളുടെ കൂടെ ഉള്ളത് അവളുടെ അച്ഛനും അമ്മയല്ല, യഥാർത്ഥ അച്ഛനും അമ്മയെ അറിയാം, പക്ഷെ അവർ ശരിക്കും അവളെ സ്നേഹിക്കുന്നുണ്ട്, സ്വന്തം മോളെ പോലെ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ അറിയാണ്. ആൻഡ് ഗോ സ്റ്റേജ് ടു ഡാൻസ് നോട്ട് ഫോർ ദ ഫെയിം അല്ലെ. അവൾ ഡാൻസ് കളിക്കാൻ പോകുന്നു, അതിനുശേഷം അവള് ഡാൻസ് ചെയ്യാൻ പോവാണ്. ഇനാഗുറൽ പ്രോഗ്രാമിന് ഡാൻസ് ചെയ്യാൻ പോവാണ്. അത് ഫെയിമിന് വേണ്ടിയിട്ടൊന്നും അല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, ഓൺ പ്രമീളാണ് അഡോപ്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. യെസ്, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് അവൾ ഡാൻസ് കളിക്കുന്നത്? അവളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അവൾ അമ്മ മുന്നിലിരിക്കുന്നുണ്ട്, ആ അമ്മയോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട്, ടു ഷോ ദാറ്റ് ഷീ ലവ്സ് ഹർ മോം. അതിന് വേണ്ടിയിട്ട് അവൾ ഡാൻസ് കളിക്കുകയാണ്. ക്ലിയർ ആണോ? ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിൾ അല്ലേ, ഈസി ബീസി ചാപ്റ്റർ അല്ലേ? യെസ്. ഓക്കെ, ഇനി അടുത്തത് തീംസ് ഓഫ് ദ സ്റ്റോറി. ഇനി ഈ ഒരു സ്റ്റോറിന്റെ തീമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മദർഹുഡ് ഈസ് ലവ് ആൻഡ് കെയർ. മദർഹുഡ് എന്ന് പറയുന്നത് എന്താണ്? ലവ് ആൻഡ് കെയർ ആണ്, നോട്ട് ജസ്റ്റ് ഗിവിംഗ് ബർത്ത് അല്ലെ. അതായത് ഈ മദർഹുഡ് എന്നുള്ളത് എന്താണ്? രക്തബന്ധത്തിലുള്ള ഒരു ബോണ്ടല്ല. ശരിക്കും അമ്മ മകളിലുള്ള ബോണ്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലാകുന്നത് എന്താണ്? അവർ തമ്മിലുള്ള ഒരു ബോണ്ട് വല്ലാത്തൊരു ബോണ്ടാണ് അല്ലെ. യെസ്, ട്രൂത്ത് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് സ്ട്രെങ്ത് ആൻഡ് റിലേഷൻഷിപ്പ്. അതായത് ഒരു നല്ല രീതിയിൽ നമ്മളൊരു പറയുന്ന കാര്യങ്ങൾ ട്രൂത്ത്, ആ ഒരു സത്യവും അതേപോലെ പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പും വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതേപോലെ ഫാമിലി, ഫോർഗിവ്നെസ്, ഇമോഷണൽ ഹീലിംഗ്, ഇങ്ങനെയുള്ള ഒരുപാട് തീംസ് ഇതിൽ വരുന്നുണ്ടോ. സെൻട്രൽ തീമായിട്ട് ഫാമിലി ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഫോർഗിവ്നെസ് അല്ലെ, ക്ഷമിച്ചു കൊടുക്കുക. അവൾ എന്താ ചെയ്തത്? അവള് ഇത്രയും കാലം അവളോട് കള്ളം പറഞ്ഞാൽ അവളെ ബിട്രേ എന്താ? അവളെ പറ്റിക്കുക അല്ലെ. പറ്റിച്ചാൽ അവൾക്ക് വിഷമമുണ്ട്, പക്ഷെ അവൾ എന്താണ്? ക്ഷമിച്ചു കൊടുക്കുകയാണ്, ഫോർഗീവ് ചെയ്യാണ് അവളുടെ പാരന്റ്സിന്. ഓക്കെ, യെസ്. ഓക്കെ, ഇനി അടുത്തത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്.
Why was Aradhana upset before her dance performance? എന്തുകൊണ്ടാണ് ആരാധന ആകെ അപ്സെറ്റ് ആയത് ഡാൻസ് പെർഫോമൻസിന് മുമ്പായിട്ട്? കാരണം ഓൺ പ്രമീൾ എന്താ ചെയ്തത്? അവളെ ഇൻസൾട്ട് ചെയ്തു. എന്ത് പറഞ്ഞിട്ടാ? നിന്റെ ഡാർക്ക് കോംപ്ലക്ഷൻ അല്ലെ, അവളുടെ ഡാർക്ക് കോംപ്ലക്ഷൻ മെൻഷൻ ചെയ്തിട്ട് അവളെ കളിയാക്കി. അതിൽ അവൾ ആകെ അപ്സെറ്റ് ആയിരുന്നു ഡാൻസിന് മുമ്പായിട്ട്. അതിനുശേഷമാണ് പറയുന്നത് അഡോപ്റ്റഡ് ചൈൽഡ് ആണ്. ഓക്കെ. അതിനുശേഷം എന്താണ് റിവീൽ ചെയ്യാണ് നീ ഒരു അഡോപ്റ്റഡ് ചൈൽഡ്. ആദ്യം അവളുടെ ഡാർക്ക് കോംപ്ലക്ഷൻ പറഞ്ഞ് കളിയാക്കി, അതിനുശേഷം അവർ റിവീൽ ചെയ്യാണ് ഷീ വാസ് ആൻ അഡോപ്റ്റഡ് ചൈൽഡ്. ഓക്കെ. What was the special gift given by Aradhana's mother? എന്താണ് ആരാധന അമ്മ കൊടുത്ത? യെസ്, ഭരതനാട്യം ഡാൻസർ ആണ് കേട്ടോ. യെസ്, ഓക്കെ. സസ്പെൻസ്. വാട്ട് വാസ് ദ സ്പെഷ്യൽ ഗിഫ്റ്റ് ഗിവൺ ബൈ ആരാധന ബൈ ഹർ പാരന്റ്സ്? എന്താ പാരന്റ്സ് കൊടുത്ത ഗിഫ്റ്റ്? എന്താണ്? നെക്ലേസ് ആണ് അല്ലെ, ഒരു നെക്ലേസ് കൊടുക്കുകയാണ്. അത് ധരിച്ചുകൊണ്ടാണ് അവൾ ഡാൻസ് ചെയ്തത്. ഓക്കെ. ഗേവ് ഹർ എ ബ്യൂട്ടിഫുൾ നെക്ലേസ് ആസ് എ സിംബൽ ഓഫ് അഫെക്ഷൻ, ആസ്കിങ് ഹർ ടു വിയർ ഇറ്റ് ഫോർ ഹർ ഡാൻസ് പെർഫോമൻസ്. എന്നിട്ട് അവളോട് ഡാൻസ് പെർഫോമൻസിന് ആ നെക്ലേസ് ധരിക്കാൻ പറയാണ്. ക്ലിയർ ആണോ? ഓക്കെ. വൈ ഡിഡ് ആരാധന ഫൈനലി ഗോ ഓൺ ദ സ്റ്റേജ് ടു ഡാൻസ്? എന്തുകൊണ്ടാണ് ആരാധന ലാസ്റ്റ് സ്റ്റേജിൽ പോയി ഡാൻസ് കളിക്കാന്ന് വിചാരിക്കുന്നത്? കാരണം അവള് റിയലൈസ് ചെയ്യാണ് അവളുടെ അമ്മയുടെ ആ ഒരു സ്നേഹം അല്ലെ, ആ ഒരു സ്നേഹം അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ അവള് മനസ്സിലാക്കാണ്. എന്നിട്ട് അവള് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? അവരുടെ ഇടയിൽ, അമ്മന്റെയും മോളുടെ ഇടയിൽ ഈ ഒരു സത്യം റിയലൈസ് ചെയ്തിട്ട് പോലും അവരുടെ ഇടയിൽ ഒന്നും മാറിയിട്ടില്ല, അവരുടെ ഇടയിലുള്ള ആ ഒരു ബോണ്ട് ഒരിക്കലും മാറില്ല എന്ന് അവള് മനസ്സിലാക്കാണ്. എന്നിട്ട് അവൾ പോയി ഡാൻസ് ചെയ്യുന്ന എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടിയിട്ട്? അമ്മക്ക് വേണ്ടിയിട്ട്. ടു എക്സ്പ്രസ് ഹർ ലവ് അല്ലെ ടുവേർഡ്സ് ഹർ മദർ. ആ അമ്മനോടുള്ള ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷീ ഡാൻസ്ഡ് ഓൺ ദ സ്റ്റേജ്. ഓക്കെ. അവൾ അവസാനം അവളുടെ അമ്മക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഇത്രയും കാലം കള്ളം പറഞ്ഞതിലുള്ള വിഷമമുണ്ട്, ബട്ട് സ്റ്റിൽ ഷീ ഫോർഗീവ്സ് ടു ഹർ മദർ. ഓക്കെ. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? കുറച്ച് സ്പീഡായി പോകുന്നുണ്ടോ? സ്പീഡ് കുറയ്ക്കാട്ടോ. ഓക്കെ, സ്പീഡ് കുറയ്ക്കാം. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. 2 questions, that's it. 2 questions നമുക്കൊന്ന് നോക്കാം. ഡിസ്ക്രൈബ് ആരാധനാസ് ഇമോഷൻ വെൻ ഷീ ലേൺ ഷീ ഈസ് അഡോപ്റ്റഡ്. ആരാധന അഡോപ്റ്റഡ് ആണെന്ന് അറിഞ്ഞ സമയത്ത് അവളുടെ ഇമോഷൻ എങ്ങനെയായിരുന്നു? അവളുടെ ഇമോഷൻസ് എങ്ങനെയായിരുന്നു? എങ്ങനെയായിരിക്കും? ആർക്കാണെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾക്ക് ആ ഒരു സിറ്റുവേഷന് നമ്മളെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് നമ്മൾ ഡീൽ ചെയ്യുക എങ്ങനെയാണ്? നമ്മൾ ആകെ ഷോക്ക്ഡ് ആവും അല്ലെ? ആദ്യം ഷോക്ക് ആവും, നമുക്ക് ആകെ ഹേർട്ട് ആവും, ആംഗ്രി ആയിരിക്കും അല്ലെ, ദേഷ്യം വരും. അപ്പൊ അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ആകെ മൊത്തം ദേഷ്യമാക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഷീ ഫീൽസ് ബിട്രയൽ. അതേപോലെ നമ്മൾ ഇത്രയും കാലം എന്നെ പറ്റിച്ചാണോ എന്നുള്ള രീതിയിലുള്ള ഫീലിംഗ് അല്ലേ? എനിക്ക് ബിട്രയൽ അല്ലേ, ഫീലിംഗ് ഓഫ് ബിട്രയൽ ഉണ്ടാവും. അവളെ ബിലീവ് ചെയ്തതെല്ലാം എന്താണ്? എല്ലാം ഇല്ലാതെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായ പോലെ അവൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഷീ ക്രൈസ് ആൻഡ് റൺസ് ഓഫ് എവേ. അവള് കരഞ്ഞുകൊണ്ട് ഓടുകയാണ് ചെയ്യുന്നത്. ഫീലിംഗ് അൺവാണ്ടഡ്. ആ സമയത്ത് തോന്നുന്നു എന്നെ ആർക്കും വേണ്ട അല്ലെ, അമ്മനോട് തല്ലുകൊണ്ടാൽ മതി, അപ്പം വിചാരിക്കും ഇന്നെ ആർക്കും വേണ്ട തോന്നും. അപ്പൊ എനിക്ക് എന്നെ ആർക്കും വേണ്ട എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് വന്നു. ബട്ട് ലേറ്റർ ആഫ്റ്റർ ഹർ മദർ എക്സ്പ്ലെയിൻസ് ദ ട്രൂത്ത് ഷീ റിയലൈസസ് ദാറ്റ് ലവ് ആൻഡ് കെയർ മേക്ക് എ റിയൽ ഫാമിലി. അമ്മ ആ ഒരു കാര്യം പറഞ്ഞ സമയം അമ്മ അടുത്ത് വന്ന് ഇങ്ങനെ കൺസോൾ ചെയ്ത് അല്ലെ, സമാധാനിപ്പിച്ച് കൺസോൾ ചെയ്ത് ആ സമയത്ത് അവൾക്ക് മനസ്സിലാവും എന്താണ്? അമ്മയുടെ അവളുടെ ഇടയിൽ ഒന്നും മാറിയിട്ടില്ല. ഷീ റിയലി ലവ്സ് ഹർ അല്ലെ, അമ്മ ശരിക്കും അവളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവൾ തിരിച്ചറിയാണ്. Her pain turns into understanding and forgiveness by the end. അപ്പൊ ആ ഒരു അവസാനത്തില് അവളുടെ പെയിൻ എന്താണ്? അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് എത്തുകയാണ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഫോർഗിവ്നെസ്സിലേക്ക് എത്തുകയാണ്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആന്നൊക്കെ പറയുന്നുണ്ട് മക്കളെ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് വേഗം അടുത്ത ചാപ്റ്ററിലേക്ക് നോക്കാം. ഹൗ ഡസ് ആരാധനാസ് ഡാൻസ് അറ്റ് ദ എൻഡ് ബിക്കം മീനിങ്ഫുൾ? എങ്ങനെയാണ് ആരാധന ഡാൻസ് ആ ഒരു എൻഡിങ്ങിൽ എങ്ങനെയാണ് അത് മീനിങ്ഫുൾ ആവുന്നത്? ആരാധന ഡാൻസ് എങ്ങനെയാണ് അവളുടെ അമ്മക്ക് വേണ്ടിയിട്ട് ആ ഒരു ഡാൻസ് പെർഫോം ചെയ്യുന്നത് അല്ലെ, ഒരു ഫോർഗീവ്നെസ് അല്ലെ, അക്സെപ്റ്റൻസ് ഓഫ് ലവ് ആയിട്ടാണ് ആ ഒരു ഡാൻസിനെ കാണുന്നത്. ഇറ്റ് ഷോസ് ദാറ്റ് ഷീ ഹാസ് അണ്ടർസ്റ്റുഡ് ദ റിയൽ ട്രൂത്ത് അല്ലെ, അവൾക്ക് യഥാർത്ഥ സത്യം എന്താണെന്ന് നമ്മൾ റിയലൈസ് ചെയ്തു. അതേപോലെ തന്നെ ദാറ്റ് ലവ് ഇസ് വാട്ട് മേക്സ് എ ഫാമിലി കംപ്ലീറ്റ്. അതേപോലെ സ്നേഹമാണ് ഒരു ഫാമിലിനെ കംപ്ലീറ്റ് ചെയ്യുന്നത്, അല്ലാതെ ബ്ലഡ് ബോണ്ട് അല്ല ഒരു ഫാമിലിനെ കംപ്ലീറ്റ് ചെയ്യുന്ന സ്നേഹബന്ധങ്ങളാണ്, സ്നേഹമാണ്, ലവ് ആണ് ഒരു ഫാമിലിനെ കംപ്ലീറ്റ് ചെയ്യേണ്ടതുള്ള ആ ഒരു സത്യം അവള് റിയലൈസ് ചെയ്യാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്തായാലും നിങ്ങൾ പേപ്പറിൽ ഉണ്ടാവണം കേട്ടോ. ഉണ്ടാവണേ. ഓക്കെ, ഉണ്ടാവും വിചാരിക്കാം കേട്ടോ മിസ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേറ്റീവ് ക്ലോസ് ആണ്. വാട്ട് ഈസ് റിലേറ്റീവ് ക്ലോസ്? ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ പണ്ടങ്ങാ പഠിച്ച ഗ്രാമർ ഓർമ്മ വരും. പക്ഷേ അല്ലേ, സത്യം പറയട്ടെ, നിങ്ങൾ അന്ന് അത് ശ്രദ്ധിക്കാതെ പോയത് നന്നായി. കാരണം ഈ ക്ലാസ്സോട് നിങ്ങൾ അത് പഠിക്കാൻ പോവാണ്. ഓക്കെ, വാട്ട് ഈസ് റിലേറ്റീവ് ക്ലോസ്? റിലേറ്റീവ് ക്ലോസ് എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് നമുക്കൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ തരാണ്. എക്സ്ട്രാ ഇൻഫർമേഷൻ ശ്രദ്ധിക്കണേ. ഒരു സെന്റൻസിൽ നമുക്ക് എക്സ്ട്രാ ഇൻഫർമേഷൻ തരാണ് അബൌട്ട് എ നൗൺ ഓർ എ പ്രോനൗൺ. ഒരു പ്രോനൗണിനെ പറ്റി, ഒരു നൗണിനെ പറ്റി. ഇപ്പോൾ നൗൺ പ്രോനൗൺ എന്ന് പറയുന്ന സമയത്ത് ഒരു സാധനമായിരിക്കാം, ഒരു സ്ഥലമായിരിക്കാം, അല്ലെ ഒരാളുടെ പേരായിരിക്കാം അല്ലെ. അപ്പൊ അതിനെപ്പറ്റി ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ തരാണ്. അതിനെപ്പറ്റി ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ തരികയാണ്. ഓക്കെ, അതിനെപ്പറ്റി ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ തരുന്നതാണ് റിലേറ്റീവ് ക്ലോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് യൂഷ്വലി ബിഗിൻസ് വിത്ത് ഹൂ, വിച്ച് ഓർ ദാറ്റ് വെച്ചിട്ടാണ് ഇത് പൊതുവെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഹൂ, വിച്ച് ഓർ ദാറ്റ് വെച്ചിട്ടാണ് ഇത് പൊതുവെ സ്റ്റാർട്ട് ചെയ്യുക. നോക്കാം.
റൈസ് ഇസ് എ സെറിയൽ. റൈസ് എന്ന് പറയുന്നത് ഒരു സെറിയൽ ആണ് അല്ലെ, അരി എന്ന് പറയുന്നത് ഒരു സെറിയൽ ആണ്. ഒരു സെന്റൻസ് ആണ്, ഞാൻ ഇത് ക്ലിയർ ചെയ്ത് വരില്ല. വിച്ച് ഈസ് ഗ്രോൺ ഇൻ ദ ട്രോപ്പിക്കൽ കൺട്രീസ്. അപ്പൊ ഈ വിച്ച് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? റൈസിനെ പറ്റിയാണ് അല്ലെ, റൈസിനെ പറ്റിയാണ് സെന്റൻസിൽ പറയുന്നത്. വിച്ച് എന്ന് പറയാൻ വേണ്ടി റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുമ്പോൾ അങ്ങനെ എഴുതി സ്റ്റാർട്ട് ചെയ്യാം. വിച്ച് ഈസ് ഗ്രോൺ ഇൻ ദി ട്രോപ്പിക്കൽ കൺട്രീസ്. ചാർജ്. ഓക്കെ, അപ്പൊ റൈസ് ഇസ് സെറിയൽ വിച്ച് ഇസ് ഗ്രോൺ ഇൻ ദി ട്രോപ്പിക്കൽ കൺട്രീസ് എന്ന് പറഞ്ഞതിൽ വിച്ച് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്തായിട്ട് കാണാം അല്ലെ, വിച്ച് എന്നുള്ളത് യൂസ് ചെയ്തായിട്ട് കാണാം. അപ്പൊ അതെന്താണ്? അതൊരു റിലേറ്റീവ് ക്ലോസ് ആണ്, എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ഇനി അടുത്തത് ഐ ലൈക്ക് യങ് പീപ്പിൾ. എനിക്ക് യങ് പീപ്പിളിനെ ഇഷ്ടമാണ്. ഐ ലൈക്ക് യങ് പീപ്പിൾ ഹു റീഡ് എ ലോട്ട്. ഹു റീഡ് എ ലോട്ട് എന്ന് പറയാണ് അല്ലെ, ഹു റീഡ് എ ലോട്ട് എന്ന് പറയാണ്. ഹു റീഡ് എ ലോട്ട് എന്ന് പറയുമ്പോൾ ഹു ആരെ പറ്റിയാ പറയുന്നത്? യങ് പീപ്പിളിനെ പറ്റിയാണല്ലേ പറയുന്നത്. നല്ല രീതിയിൽ വായിക്കുന്ന, നന്നായിട്ട് വായിക്കുന്ന യങ് പീപ്പിളിനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ യങ് പീപ്പിൾ എന്നുള്ളതിനെ ഒന്നും കൂടെ എംഫസൈസ്, ഒന്നും കൂടെ ഇൻഫോർമേറ്റീവ് ആക്കുകയാണ് അല്ലെ. അതായത് റൈസ് ഇസ് സെറിയൽ. റൈസ് ഏത് ടൈപ്പ് ഓഫ് റൈസ് സെറിയല്? ട്രോപ്പിക്കൽ റീജിയനിൽ ഉണ്ടാവുന്ന റൈസ് ആണ് സെറിയല്. യങ് പീപ്പിളിനെ എനിക്ക് ഇഷ്ടമാണ്. എങ്ങനെയുള്ള യങ് പീപ്പിള്? നല്ല രീതിയിൽ വായിക്കുന്ന. ഹു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എംഫസൈസ് ചെയ്യാണ്. ഐ കുഡന്റ് സ്ട്രഗിൾ ഔട്ട് ഓഫ് ദി ഫോഗ്. എനിക്ക് ഫോഗ് അല്ലെ, കൂടെ മൂടുന്ന സമയത്ത് അധികം സ്ട്രഗിൾ ആവാറില്ല. ദാറ്റ് എൻവലപ്ഡ് മീ എന്ന് പറയാണ്. ദാറ്റ് എന്ന് ആ ഫോഗിനെ പറ്റി ഒന്നുകൂടെ പ്രിസൈസ് ചെയ്ത്, അല്ലെങ്കിൽ എംഫസൈസ് ചെയ്ത് പറയാണ്. ക്ലിയർ ആണോ? എക്സ്ട്രാ ഇൻഫർമേഷൻസ് നടക്കണം. ഒരു നൗണിനെ റിപ്പീറ്റഡ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ആ നൗൺ പിന്നെ പറയല്ല. റൈസ് എന്ന് ഞാൻ പറയല്ല അല്ലെ, വിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എംഫസൈസ് ചെയ്യാണ്. ഹു എന്ന് പറഞ്ഞതുകൊണ്ട് എംഫസൈസ് ചെയ്യാണ്. ഇതിനാണ് നമ്മൾ റിലേറ്റീവ് ക്ലൗസ് എന്ന് പറയുന്നത്. ഓക്കെ, റിലേറ്റീവ് ക്ലൗസസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. റിലേറ്റീവ് ക്ലൗസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഹൂ വിത്ത് ഹൂ വിച്ച് ദാറ്റ്, ഇത് ആൻസർ ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും നമ്മളെ ഇതിലുണ്ടാവും, സെന്റൻസിൽ ഉണ്ടാവും. ഓക്കെ, അതാണ് റിലേറ്റീവ് ക്ലൗസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതുവരെ പഠിക്കാത്ത ആൾക്കാർ ശ്രദ്ധിക്കണേ. ഇതുവരെ ഇത് പഠിക്കാത്ത ആൾക്കാർക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. യെസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രേസൽ വെർബ്. ഇത് ആർക്കും ഇഷ്ടമല്ല, എനിക്കറിയാം. ഇത് ആർക്കും ഇഷ്ടമുണ്ടാവില്ല. ഫ്രേസൽ വെർബ് എന്ന് പറയുമ്പോൾ ഫ്രേസൽ വെർബ് ഇതെന്താ സാധനം പോലെ അറിയില്ല. അതെന്താ സംഭവം എന്നറിയോ? ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത് ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആണ്. അതായത് രണ്ട് വാക്കുകൾ, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വാക്കുകളായിരിക്കും. പക്ഷെ രണ്ടും ഒരുമിച്ച് വരുമ്പോൾ വേറെ തന്നെ ഒരു അർത്ഥം കിട്ടും. അത് പഠിക്കാൻ ഒരു ഷോർട്ട് കട്ടുമില്ല, നമ്മൾ അതിന്റെ അർത്ഥം പഠിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ടഫായി തോന്നുന്നത്. കുറച്ച് ഫ്രേസൽ വെർബ് പഠിച്ചു പോയാൽ, പുട്ട് ഓൺ, പുട്ട് വിത്ത് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഫ്രേസൽ വെർബ് പഠിച്ചു പോയാൽ അല്ലേ, ലുക്ക് വെച്ച് ഒരുപാട് ഫ്രേസൽ വെർബ് ഉണ്ട്. അത് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിന്റെ മീനിങ്, അത് സെന്റൻസിൽ വരുന്ന സമയത്ത് അത് എന്താ മീൻ ചെയ്യുന്നത്, ഇത് എങ്ങനെ എക്സാമ്പിൾ വരാറിയോ? ഷീ ലുക്ക്ഡ് ഫോർ ഹെർ സിസ്റ്റർ. വാട്ട് ഇറ്റ് മീൻസ്? ലുക്ക്ഡ് ഫോർ എന്നത് എന്താണ് മീൻ ചെയ്യുന്നത് എന്നോട് ചോദിക്കും. ലുക്ക്ഡ് ഫോർ ഹെർ സിസ്റ്റർ. ഷീ ലുക്ക്ഡ് ഫോർ ഹെർ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഷീ സെർച്ച്ഡ് അല്ലെ, അവൾ അന്വേഷിച്ചു. ഷീ സെർച്ച്ഡ് ഫോർ ഹെർ സിസ്റ്റർ, അവളുടെ സിസ്റ്റർ എവിടെയെന്ന് അന്വേഷിച്ചു. ഓക്കെ, ഷീ സെർച്ച്ഡ് ഫോർ ഹെർ സിസ്റ്റർ. ഷീ സെർച്ച്ഡ് ഫോർ എന്നാണ് മീൻ ചെയ്യുന്നത്. ലുക്ക്ഡ് ഫോർ എന്നത് മീൻ ചെയ്യുന്നത് എന്താണ്? searched for. She searched for her sister. Okay, she looked for her sister, she searched for her sister. Yes, looked after എന്ന് പറഞ്ഞാൽ എന്താ? took care of. അതായത് ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറെ കെയർ ചെയ്തു എന്ന് പറയാം. ഗ്രാൻഡ് മദർ ലുക്ക്ഡ് ആഫ്റ്റർ ദ ചിൽഡ്രൻ. കുട്ടികളെ നോക്കിയത് ഗ്രാൻഡ് മദർ അല്ലേ. ഗ്രാൻഡ് മദർ ലുക്ക്ഡ് ആഫ്റ്റർ ദ ചിൽഡ്രൻ. കുട്ടികളെ കെയർ ചെയ്തത് ആരാണ്? ടേക്ക് കെയർ ചെയ്ത ആരാണ്? ഗ്രാൻഡ് മദർ ആണ്. ഗ്രാൻഡ് മദർ took care, looked after എന്ന് took care എന്നുള്ള അർത്ഥമാണ് കേട്ടോ. looked after the children എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ looked after എന്നാ മീൻ ചെയ്യുന്നത്? കെയർ ചെയ്തു എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെ പഠിച്ചേക്കണം കേട്ടോ. looked for എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്തു, looked after എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ചെയ്തു. ഓക്കെ, അടുത്തത് ലുക്ക്ഡ് അറ്റ് ആണ്. ലുക്ക്ഡ് അറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലാൻസ്ഡ് അറ്റ്. ലുക്ക്ഡ് അറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലാൻസ്ഡ് അറ്റ്. ഷി ലുക്ക്ഡ് അറ്റ് ഹർ ഗ്രാൻഡ് മദർ. ഷി ലുക്ക്ഡ് അറ്റ് ഹർ ഗ്രാൻഡ് മദർ ആണ്. ഷി ഗ്ലാൻസ്ഡ് അറ്റ് ഹർ ഗ്രാൻഡ് മദർ. ഓക്കെ, ലുക്ക്ഡ് ഇൻടു എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമിൻഡ്. ഓക്കെ, ലുക്ക്ഡ് ഇൻടു എന്ന് പറഞ്ഞാൽ എക്സാമിൻ. പാരഗ്രാഫ് ഉണ്ടാക്കുമെന്നോ? പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. ഇംഗ്ലീഷിൽ പാരഗ്രാഫ് ഉണ്ടാവുമെന്നോ, എസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവുമെന്നോ ഉറപ്പല്ലേ? അതെന്ത് ഡൗട്ടാ? ഓക്കെ, ലുക്ക്ഡ് അറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലുക്ക്ഡ് അറ്റ് ഹിം, ഹി ഈസ് സോ ഹാൻസം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഐ ലുക്ക്ഡ് അറ്റ് ഹിം. ലുക്ക്ഡ് അറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലാൻസ്, നോക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ലുക്ക്ഡ് അറ്റ് എന്ന് പറഞ്ഞാൽ നോക്കുക എന്നുള്ള അർത്ഥമാണ്. ലുക്ക്ഡ് ഇൻ ടു അല്ലെ, ലുക്ക്ഡ് ഇൻ ടു എന്ന ഉള്ളിലേക്ക് നോക്കുക അല്ലെ, ഒരു സംഭവം അതിനെപ്പറ്റി നല്ല രീതിയിൽ അറിയാൻ വേണ്ടി ലുക്ക്ഡ് ഇൻ ടു എന്ന് പറഞ്ഞാൽ എക്സാമിൻ ചെയ്യാൻ. ദ കമ്മിറ്റി ലുക്ക്ഡ് ഇൻ ടു ദ പ്രോബ്ലംസ്, നോക്കുക അല്ലെ, എക്സാമിൻ ചെയ്യുക നോക്കുക. ലുക്ക്ഡ് അറ്റ് അല്ലെ, ആ നോട്ടമല്ല, എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സാമിൻ ചെയ്യുക അല്ലെ, ഫുൾ പരിശോധിക്കുക നമ്മൾ പറയും. അതാണ് ലുക്ക്ഡ് ഇൻ ടു എന്ന് പറയുന്നത്. ലുക്ക്ഡ് ഇൻ ടു എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക. ഓക്കെ,
ഇനി അടുത്ത ലുക്ക്ഡ് ത്രൂ എന്ന് പറഞ്ഞാൽ റീഡ് കെയർഫുള്ളി, നല്ല കെയർഫുൾ ആയിട്ട് വായിക്കുക, അതാണ് ലുക്ക്ഡ് ത്രൂ. നമ്മൾ എന്താ പറയാ, ന്യൂസ് പേപ്പർ ഒക്കെ നമ്മൾ ലുക്ക് ത്രൂ അല്ലെ, ലുക്ക് ത്രൂ ദ ന്യൂസ് പേപ്പർ എന്ന് പറയും. ഷി ലുക്ക് ത്രൂ ഹർ നോട്ട്സ് അല്ലെ, നല്ല കെയർഫുൾ ആയിട്ട് വായിക്കാം, കെയർഫുൾ ആയിട്ട് ഒരു വരി പോലും വിടാതെ നല്ല പക്ക. ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി എല്ലാവരും അങ്ങനെ പഠിക്കണോ, യു ഷുഡ് ലുക്ക് ത്രൂ യുവർ നോട്ട്സ്, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറയാണ്. ഓക്കെ, അപ്പൊ ലുക്ക്ഡ് അറ്റ്, ലുക്ക്ഡ് ഫോർ, ലുക്ക് ആഫ്റ്റർ, ഇതൊക്കെ നല്ല രീതിയിൽ പഠിച്ചു പോകണം. ഇപ്പൊ ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിൽ അങ്ങനെ കയറ്റി വെച്ചിട്ടോ, അതിന് നാളെ ഇതൊന്ന് പേപ്പറിൽ കൊണ്ടുപോയി ഇങ്ങനെ ഇട്ടാൽ മതി, അത്രയുള്ള പണിയുള്ളൂ. നിങ്ങൾ നല്ല രീതിയിൽ ഇത് ഉള്ളിലേക്ക് എടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എക്സാം എഴുതാൻ പറ്റും കേട്ടോ മക്കളെ. ഓക്കെ, യെസ്. ഇനി അടുത്ത ചാപ്റ്റർ നോക്കുകയാണെ, ദ റോഡ് നോട്ട് ടേക്കൺ എന്നുള്ള ചാപ്റ്റർ ആണ്. ഹൂസ് ദ പോയിറ്റ് റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. ഈ ഒരു ചാപ്റ്റർ ഭയങ്കര സിമ്പിൾ അല്ലേ? ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. റോഡ് നോട്ട് ടേക്കൺ എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഈ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റോഡ് നോട്ട് ടേക്കൺ. The poem Road Not Taken talks about the importance of choices we make in life. ലൈഫിൽ എപ്പോഴും അല്ലെ നമുക്ക് ചോയ്സസ് ഉണ്ടാവും. നമുക്കിപ്പോൾ ലൈഫിൽ മാരേജ് ആണെങ്കിലും, നമ്മൾ ഒരു കോഴ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ +2 ഇപ്പോൾ കൊമേഴ്സ് എടുക്കണോ, സയൻസ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, അത് കഴിഞ്ഞ് ഇങ്ങനെ ഡിഗ്രിക്ക് എത്തുമ്പോൾ ഏതെടുക്കണം, ഇങ്ങനെ പറഞ്ഞ ലൈഫിൽ എപ്പോഴും നമുക്ക് ചോയ്സസ് വരും. അപ്പോൾ നമുക്കൊരു കരിയർ ആണെങ്കിലും 2-3 കരിയർ ഓപ്ഷൻസ് ഉണ്ടാവും. ഇതെടുത്ത് കഴിഞ്ഞാൽ എന്താവും, അതെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിനെ കൂടെ പോകണോ, അല്ലെങ്കിൽ നമ്മളെ ഫ്യൂച്ചർ കുറച്ചുകൂടി സേഫ് ആക്കുന്ന ഏതെങ്കിലും ജോബിലേക്ക് നോക്കണോ, അല്ലെങ്കിൽ റിസ്ക് എടുക്കണോ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ ലൈഫിൽ വരും. അപ്പോൾ ചോയ്സസിനെ പറ്റിയാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. ഓക്കെ, ചോയ്സിനെ പറ്റിയാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. ഇതുവരെ ഈ പോയത്തിനെ പറ്റി കേൾക്കാത്ത ആൾക്കാർ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. യെസ്. The poet stands at a crossroad in a forest where 2 roads diverge. 2 റോഡുകൾ ഡൈവേർജ് ചെയ്യുന്ന ഒരു ക്രോസ് റോഡിൽ ആര് നിൽക്കുകയാണ്, നമ്മുടെ പോയറ്റ് നിൽക്കുകയാണ്. ഓക്കെ, ഇവിടെ സ്പ്ലിറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സ്പ്ലിറ്റിൽ നിൽക്കുന്ന സമയത്ത് 2 റോഡുകൾ ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് റോഡിന് പോകണം എന്ന് ഇങ്ങനെ നോക്കുകയാണ് അല്ലെ. 2 റോഡ് ഉണ്ട്, രണ്ടും 2 വ്യത്യസ്തമായ റോഡുകളാണ്. അപ്പൊ ഇതിൽ ഏത് റോഡിന് പോകണം നോക്കുകയാണ്. ഹി വാണ്ട്സ് ടു ട്രാവൽ ബോത്ത് അല്ലെ, രണ്ടിലും ട്രാവൽ ചെയ്യാൻ അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. അതായത് നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകണം, ഇപ്പൊ രാജസ്ഥാനോ അല്ലെ അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്സിലേക്ക് പോവാണ്. സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാണ് 2 സ്ഥലത്തും പോകണമെന്ന് ഫീൽ ചെയ്യാണ്. പക്ഷെ അതായത് റോഡിലെത്തുന്ന സമയത്ത് എന്താണ്, അവിടെ നല്ല പൂക്കളും മരങ്ങളും ഉണ്ട്, ഇവിടെ ഉണ്ട്. പക്ഷെ ആകെ എന്റെ ലൈഫിലേക്ക് ഒരു ചാൻസ് ആണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ. ഇനി മേ ബി ഞാൻ ആ ഒരു റോഡിലൂടെ പോകില്ല, പക്ഷെ ഞാൻ ഒരാളല്ലോ, എനിക്ക് ഒരു റോഡിലേ പോകാൻ പറ്റുള്ളൂ. ആ രീതിയിൽ നിൽക്കുകയാണ്, ഞാൻ പെട്ടെന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇമ്പോസിബിൾ, ഹി ഈസ് ഓൺലി 1 person. അപ്പൊ 2 റോഡിന് പോകാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്, ബിക്കോസ് ഹി ഈസ് 1 person അല്ലേ, ഇയാൾ ഒരൊറ്റാളേ ഉള്ളൂ. അപ്പൊ ഒരു റോഡിനെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഹി ലുക്ക് ഡൗൺ 1 road കെയർഫുള്ളി, എന്നിട്ട് ഒരു റോഡിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. അപ്പൊ ഈ റോഡ് ബെൻഡ് ആവുന്നുണ്ട്, അതുകൊണ്ട് ആ അറ്റത്താണ്, ആ റോഡിന് അപ്പുറത്തെ സൈഡിലേക്ക് എന്താന്നുള്ളത് കാണുന്നില്ല. റോഡിന്റെ അവിടേക്ക് ഒരുപാട് ട്രീസ് ഒക്കെ വന്ന് കവേർഡ് ആയിട്ടുണ്ട്. ട്രൈങ് ടു സീ where it leads, ആ വഴി എങ്ങോട്ടാണ് ലീഡ് ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ആ വഴിയിലേക്ക് നോക്കുകയാണ്. ബട്ട് ഇറ്റ് ബെൻഡ്സ് ഇൻ ടു ദ ബുഷസ്. പക്ഷേ ബുഷസ് അല്ലേ, ചെടികളൊക്കെ വന്നിട്ട് അതിങ്ങനെ അവിടെ ബെൻഡ് ആവുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല, റോഡ് എങ്ങോട്ടാന്നുള്ളത് കാണാൻ പറ്റുന്നില്ല. ദെൻ ഹി ടേക്സ് ദ അതർ റോഡ്. അതുകൊണ്ട് തന്നെ അയാൾ മറ്റേ റോഡ് ചൂസ് ചെയ്യാണ്. എങ്ങനെയുള്ള റോഡായിരുന്നു അത് വളരെ ഗ്രാസി ആയിട്ട് അല്ലേ, നമ്മൾ ഈ കണ്ടത്തിലൂടെ നടക്കുന്ന സമയത്ത് നല്ല പുല്ലുള്ള വഴിയില് ആൾക്കാർ പാസ് ചെയ്യുന്ന വഴി മാത്രം പുല്ലുണ്ടാവില്ല അല്ലെ. ആൾക്കാർ പാസ് ചെയ്യുന്ന വഴിയിൽ പുല്ലും ഉണ്ടാവില്ല, ഇലകളും ഉണ്ടാവില്ല, കുറച്ചുകൂടി ഒരു പാത നമുക്ക് കാണാൻ പറ്റും. അതായത് ആൾക്കാർ സ്ഥിരമായിട്ട് നടക്കുന്നിടത്ത് പുല്ലുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള വഴികൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു റോഡ് എങ്ങനെയാണ്, അധികം ആൾക്കാർ നടന്നിട്ടില്ല എന്ന് മനസ്സിലാവും. കാരണം പുല്ലുണ്ട്, നല്ല രീതിയിൽ പുല്ല് കാട് നിറഞ്ഞിട്ടുണ്ട്. അതേപോലെ വാണ്ടഡ് വേഴ്സ് അല്ലെ, ആരും സഞ്ചരിക്കാത്തൊരു റോഡ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. Yes. Later the poet realizes that both roads were almost the same. 2 റോഡും ഓൾമോസ്റ്റ് സെയിം ആണെന്നുള്ളത് ആര് റിയലൈസ് ചെയ്യാണ്, നമ്മളെ പോയിട്ട് റിയലൈസ് ചെയ്യാണ്. പക്ഷെ ഒന്നിൽ എന്താണ്, ആരും നടന്നിട്ടില്ല അല്ലെ, കാരണം പുല്ലൊക്കെ മുളച്ചെടുക്കേണ്ട ആരും നടന്നിട്ടില്ല. അങ്ങനെ ഹി ഡിസൈഡ് ടു കീപ് ദ ഫസ്റ്റ് വൺ ഫോർ ദ അനദർ ഡേ. എന്നിട്ട് മറ്റേ റോഡ് എന്നാണ് ഞാൻ പിന്നെ ഒരു ദിവസം ആ റോഡിലൂടെ പോവാ, ഇപ്പൊ ആരും നടക്കാത്ത ഈ ഒരു വഴി ചൂസ് ചെയ്യാന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കാണ്. ബട്ട് ഡീപ് ഡൗൺ ഹി നോസ് ദാറ്റ് വൺ ചോയ്സ് ലീഡ്സ് ടു അനദർ ആൻഡ് ഹി മേ നെവർ റിട്ടേൺ അല്ലെ. ഈ ഒരു റോഡ് ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ വഴിയിലേക്ക് അങ്ങ് എത്തിപ്പോകും. എന്റെ ഈ ഒരു ചോയ്സ് എന്നെ വേറെ പല ചോയ്സിലേക്ക് ലീഡ് ചെയ്യും. എനിക്ക് ഒരിക്കലും ഈ റോഡിൽ ഇനി എന്റെ ലൈഫിൽ പോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം എന്നാര് പറയാണ്, റോബർട്ട് ഫ്രോസ്റ്റ് പറയാണ്. അതായത് ഞാൻ ഈ ചോയ്സ് അല്ലെ, ഞാനിപ്പം നിങ്ങൾ റോഡായിട്ട് മാത്രം കൺസിഡർ ചെയ്യേണ്ട, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സയൻസ് ആണ് എടുത്തെങ്കിൽ എനിക്ക് ഒരിക്കലും ഹ്യൂമാനിറ്റീസ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും കൊമേഴ്സ് എടുക്കാൻ പറ്റില്ല, പോട്ടെ എനിക്ക് BA ഇംഗ്ലീഷ് എടുക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ അല്ലെ നഴ്സിംഗ്. ഇപ്പൊ കൊമേഴ്സ് എടുത്ത അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികളാണെങ്കിൽ ഇനി എനിക്ക് ഒരിക്കലും ഡോക്ടർ ആവാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം അല്ലെ. എനിക്ക് ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു രീതിയിൽ അയാൾക്ക് മനസ്സിലായി, അയാൾ റിയലൈസ് ചെയ്യാണ്. ഓക്കെ,
Yes, in the end, the poet says that taking the roads less traveled by the made all the difference. അല്ലെ അദ്ദേഹം എടുത്ത് ചൂസ് ചെയ്ത റോഡ് എന്താ, ആരും ചൂസ് ചെയ്യാത്ത റോഡ്. പണ്ടൊക്കെ എല്ലാവരും ഒരേ വഴിക്കേയും പോകും, അതായത് ഡോക്ടർ, എഞ്ചിനീയർ ഇങ്ങനെയുള്ള ഇത് മാത്രമേ എല്ലാവരും ചൂസ് ചെയ്യാറില്ലായിരുന്നു. ഇപ്പൊ ആൾക്കാർ കുറച്ചൊക്കെ CA, CMA എന്നുള്ളൊക്കെ പറഞ്ഞ റോഡ്. അപ്പോൾ പുതിയ പുതിയ വഴികളിലേക്ക് ആൾക്കാർ പോകാൻ തുടങ്ങി, പുതിയ പുതിയ കോഴ്സുകൾ ആൾക്കാർ കണ്ടുപിടിക്കാൻ തുടങ്ങി അല്ലേ. ഇപ്പൊ ഒരുപാട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കോഴ്സുകൾ ഇപ്പോൾ ആൾക്കാർ അറ്റംപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ എന്താ പുതിയതാണ്, പുതിയ വഴികളാണ്. അപ്പൊ പുതിയ അധികം ആൾക്കാർ പോവാത്ത വഴികൾ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് അതെന്താണ് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും അല്ലെ. ലൈഫിൽ ഏത് വഴി ചൂസ് ചെയ്താലും നമുക്ക് ലൈഫിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മളെ ചോയ്സ് ആണ്, നമ്മളെ ചൂസ് ചെയ്യുന്നത് ആരാണ്, നമ്മളാണ്. അപ്പൊ നമ്മളെ ചോയ്സ് കൊണ്ട് ലൈഫിൽ ഇമ്പാക്ട് ഉണ്ടാവുക ആർക്കാണ്, ആരുടെ ലൈഫിൽ ഇമ്പാക്ട് ഉണ്ടാവുക, നമ്മളെ ചോയ്സ് കൊണ്ട് നമുക്ക് എന്താണ് ഇമ്പാക്ട് ഉണ്ടാവുക. ഓക്കെ, ആ ഒരു സംഭവമാണ് ഇതിൽ പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? വീണ്ടും മിസ്സസ് സ്പീഡ് കൂടിയോ? ഓക്കെ, ഇതിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലൈഫ് ഈസ് ഫുൾ ഓഫ് ചോയ്സസ് ആൻഡ് ഡിസിഷൻ. നമ്മളെ ലൈഫ് എന്താണ്, ഒരുപാട് ചോയ്സസ് എന്ന് പറഞ്ഞാൽ അല്ലേ. നമ്മളെ ലൈഫിൽ ഒരുപാട് ചോയ്സസ് ഉണ്ട്. എപ്പോഴും നമുക്ക് എന്താണ്, നമുക്ക് ഇനി ഉച്ചക്ക് എന്താ വേണ്ടെന്ന് വരെ നമുക്ക് ചോയ്സസ് ആ അല്ലേ. നമുക്ക് ഉച്ചക്ക് തന്നെ കഴിയാം, നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ കേട്ടോ, ഉമ്മ ഉണ്ടാക്കി തരികയാണ്, അത് വെട്ടി വയ്ക്കണം, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, അപ്പൊ ചോയ്സസ് നമ്മുടെ ലൈഫിൽ ഒരുപാട് ചോയ്സസ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, ഈച്ച് ഡിസിഷൻ എഫക്ട്സ് അവർ ഫ്യൂച്ചർ. നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷനും നമ്മളെ ലൈഫിനെ എഫക്ട് ചെയ്യും അല്ലേ, നമ്മളെ ഫ്യൂച്ചറിനെ എഫക്ട് ചെയ്യും. വി ഷുഡ് ഹാവ് കറേജ് ടു ചൂസ് അവർ ഓൺ പാത്ത്. നമ്മളെ പാത്ത് ചൂസ് ചെയ്യാൻ, നമ്മളെ വഴി ചൂസ് ചെയ്യാനുള്ള കറേജ് നമുക്ക് ഉണ്ടാവണം. നമ്മളെ പാത്ത് ചൂസ് ചെയ്യാൻ, നമുക്ക് ഏത് വഴി വേണമെന്ന് ചൂസ് ചെയ്യാനുള്ള കറേജ് അല്ലേ. അതായത് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, സയൻസ് എടുക്കണോ, ഞാൻ ഇംഗ്ലീഷ് എടുക്കണോ, ഞാൻ മാത്സ് എടുക്കണോ, അത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നമ്മളാണ് നമ്മളെ ലൈഫ് ചൂസ് ചെയ്യേണ്ടത്. ആ ചൂസ് ചെയ്യാനുള്ള ധൈര്യം നമുക്ക് വേണം, അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം നമുക്ക് വേണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. ഇനി ഈ ഒരു പോയത്തിന്റെ മോറൽ അല്ലെങ്കിൽ മെസ്സേജ് എന്താണ്? വി മസ്റ്റ് മേക്ക് അവർ ഓൺ ഡിസിഷൻ ഇൻ ലൈഫ് ആൻഡ് ആക്സെപ്റ്റ് ദ റിസൾട്ട്സ് ആൻഡ് ബ്രേവ്ലി. നമ്മളെ ലൈഫിലെ ഡിസിഷൻ നമ്മൾ എടുക്കുക, എന്നിട്ട് അത് എന്താണോ വരുന്നത് അത് നമ്മൾ നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുക. ചൂസിങ് എ യൂണിക് പാത്ത് മേ ബി ഡിഫിക്കൽട്ട് ബട്ട് ക്യാൻ മേക്ക് അവർ ലൈഫ് മീനിങ് ആൻഡ് ഡിഫറെന്റ്. അപ്പൊ നമ്മളെ ലൈഫ് പിന്നെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ബേസ് ചെയ്ത് നിൽക്കും, നമ്മളെ ലൈഫിനെ ഡിഫിക്കൽട്ട് ആക്കാനും ഡിഫറെന്റ് ആക്കാനും ഒക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി ഇതിലത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കുകയാണ്. വൈ ഡസ് ദ പോയറ്റ് ഫീൽ സോറി? ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതിലിപ്പോ സോറി വരാനുള്ള, അല്ലെങ്കിൽ ഇയാൾക്ക് എന്താ ഭയങ്കര വിഷമം അല്ലെ, ഇതിന് റോഡ് ചൂസ് ചെയ്യുന്നതിൽ എന്താ അത്ര വിഷമിക്കാനുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കും. നോക്കാം എന്താണെന്നുള്ളത് നോക്കാം. യെസ്, നോക്കാം. യെസ്, ദ റോഡ് റെപ്രസെന്റ് അവർ ലൈഫ്. യെസ്, നമ്മുടെ ലൈഫിലെ ചോയ്സസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. റോഡ് റെപ്രസെന്റ് ചെയ്യുന്ന ലൈഫിലെ ചോയ്സസ് ആണ്. ടു റോഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. യെസ്, ഹി ഫീൽ സോറി ബിക്കോസ് ഹി കനോട്ട് ട്രാവൽ ബോത്ത് റോഡ്സ്. രണ്ട് റോഡിലും യാത്ര ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അതാണ് അയാളെ വിഷമം ഉണ്ടാക്കുന്ന കാര്യം കേട്ടോ. ഹി ഹാസ് ടു ചൂസ് ഓൺലി വൺ. ഒന്നേ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും മൂന്നും പഠിക്കാൻ പറ്റിയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഡോക്ടറും എഞ്ചിനീയറും എല്ലാം ഒരുപോലെ ആവാൻ പറ്റിയിരുന്നെങ്കിലോ. അപ്പൊ ലൈഫിൽ ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അതാണ് അയാളെ വിഷമിപ്പിച്ച കാര്യം. പക്ഷെ ഇപ്പൊ അത് പോസിബിൾ ആണ് അല്ലേ. ഇപ്പൊ നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രൊഫഷൻ ഉണ്ടാകുന്നതിനൊന്നും തെറ്റൊന്നുമില്ല, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, വാട്ട് ഡസ് ദ ഫ്രേസ് ഗ്രാസി ആൻഡ് വാണ്ടഡ് വെയർ മീൻ? എന്താണ് ഗ്രാസിയിലെ പുല്ല് നിറഞ്ഞ, വാണ്ടഡ് വെയർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഇറ്റ് മീൻസ് ദാറ്റ് ദ റോഡ് സീം ലെസ് ട്രാവൽ. ആരും അധികം ട്രാവൽ ചെയ്യാത്ത റോഡാന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അധികം ആരും വാക്ക് ചെയ്യാത്ത അല്ലെ, നടക്കാത്തൊരു റോഡാണതെന്ന് മനസ്സിലാവുന്നുണ്ട്. യെസ്, ഇനി അടുത്തത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദ സിംബോളിക് മീനിങ് ഓഫ് ടു റോഡ്. എന്താണ് ടു റോഡ്, എന്താണ് സിംബലൈസ് ചെയ്യുന്നത്? ഇപ്പൊ ആരോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ടു റോഡ് സിംബലൈസ് ചെയ്യുന്നത് എന്താണ് മക്കളെ? ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള ക്യാരക്ടർ സ്കെച്ച്. ആ ക്യാരക്ടർ സ്കെച്ച് വിട്ടിട്ടില്ല, എപ്പോഴും ഉണ്ട് അവിടെ. ഓക്കെ, ഞാൻ പറഞ്ഞു കേട്ടോ, ക്യാരക്ടർ സ്കെച്ച് ഞാൻ പറഞ്ഞുതരും. ആ ചാപ്റ്റർ എത്തിയിട്ട് പറയാൻ വിചാരിച്ചിട്ടോ കേട്ടോ. ജെറാൾഡിന്റെ ആ ചാപ്റ്ററില്ലേ, അത് വരുന്ന സമയത്ത് മിസ് പറയൂ കേട്ടോ. യെസ്, അതായത് ലൈഫ് ചോയ്സസ് അല്ലേ, നമ്മളെ ലൈഫിൽ ഉണ്ടാവുന്ന ചോയ്സസ്, നമ്മളെ ലൈഫിൽ ഉണ്ടാകുന്ന, ലൈഫല്ല രണ്ട് റോഡായിട്ട് കാണുന്നത്, ലൈഫിൽ ഉണ്ടാകുന്ന ചോയ്സസ്, ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, രണ്ടെണ്ണാണ്. ലൈഫിൽ ഉണ്ടാകുന്ന ചോയ്സസും ഓപ്പർച്യൂണിറ്റീസും ആണ് ടു റോഡ് സിംബലൈസ് ചെയ്യുന്നത്. വി ഓൾ ഫേസ് മൊമെന്റ്സ് വെൻ വി മസ്റ്റ് ഡിസൈഡ് ബിറ്റ്വീൻ ടു ഓർ മോർ പാത്സ്. നമ്മൾ ചിലപ്പോൾ ലൈഫിൽ രണ്ടിൽ കൂടുതലൊക്കെ ആയിട്ട് ഡിസിഷൻസ് അല്ലേ എടുക്കേണ്ട ആവശ്യങ്ങൾ വരുന്ന മൊമെന്റ്സിലാണ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ഒന്നിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ആ ഒരു നമ്മൾ ചൂസ് ചെയ്യുന്ന പാത്ത് ഏതും ആയിക്കോട്ടെ, അത് നമ്മളെ യുണീക്ക് ആകും. നമ്മൾ വളരെ ബുദ്ധിയോടുകൂടെ ചിന്തിക്കേണ്ടതുണ്ട്. ദ റോഡ്സ് റിഫ്ലക്ട് ദ അൺസർട്ടനിറ്റി ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫിന്റെ അൺസർട്ടനിറ്റി അല്ലെ. നമ്മുടെ ലൈഫിൽ എല്ലാം അല്ലേ, നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ മാത്രമാണോ നടക്കുന്നത്? അല്ലെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെ അൺസർട്ടൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് അത് സിംബലൈസ് ചെയ്യുന്നത്. വി ക്യാൻ നെവർ നോ വാട്ട് ലൈസ് എഹെഡ്. എന്താണ് നമ്മുടെ മുമ്പിൽ വരാനുള്ളത് എന്ന് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ദിസ് സിമ്പിൾ ടീച്ചേഴ്സ് us the importance of decision making. ഈ ഒരു സിമ്പൽ, ഈ റോഡ് എന്നുള്ള സിമ്പല് നമ്മൾ കാണിച്ചു തരുന്ന ഡിസിഷൻ മേക്കിംഗ് അല്ലെ. നമ്മുടെ ലൈഫിലെ ഡിസിഷൻ നമ്മൾ എത്ര ശ്രദ്ധിച്ചെടുക്കണം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചിരുന്നത്. ക്ലിയർ ആണോ?
ഓക്കെ, ഐ ടുക്ക് വൺ ലെസ് ട്രാവൽഡ് ബൈ. ഇതോട് മീൻ ചെയ്യുന്നത് എന്താണ് പോയിട്ട് എങ്ങനെയുള്ള റോഡാ ചൂസ് ചെയ്ത? അൺകോമൺ പാത്ത് ആണ് അല്ലെ, ആരും അധികം ചൂസ് ചെയ്യാത്ത, ക്രൗഡ് അല്ലാത്ത, വളരെ ശാന്തമായിട്ടുള്ള സ്ഥലമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വാലിറ്റി, ധൈര്യം അല്ലെ. ആരും ചൂസ് ചെയ്യാത്ത റോഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് വളരെ കറേജിയസ് ആയിരിക്കണം, കോൺഫിഡൻസ് ഒക്കെ ആണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ സിംബോളിസം ആൻഡ് ഇമാജിനറി. വാട്ട് ഈസ് സിംബോളിസം? സിംബലൈസ് ചെയ്യുന്നത്. വെള്ളപ്രാവ് അല്ലേ, വെള്ളപ്രാവ് എന്താ സിംബലൈസ് ചെയ്യുന്നത്? പീസ് ആണ്, സമാധാനമാണ് അല്ലെ. സമാധാനത്തിന് സിംബലാണ് വെള്ളപ്രാവ്. വെള്ളരിപ്രാവ് നമ്മളെ സമാധാനത്തിന്റെ സിംബലാണ്. വെള്ളക്കൊടിയൊക്കെ സമാധാനത്തിന്റെ സിംബലാണ് നമുക്കറിയാം. അതേപോലെ ഈ രണ്ട് റോഡ് എന്താ സിംബലൈസ് ചെയ്യുന്നത്? സിംബോളിസം എന്ന് പറഞ്ഞാൽ വാട്ട് ഇറ്റ് സിംബലൈസ് അല്ലെ. സിംബോളിസം എന്നാൽ എന്താണ് സിംബലൈസ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അതിനൊക്കെ സിംബോളിസത്തിന് ഒരു പ്രത്യേകത, ഉള്ളിൽ ഡീപ്പ് മീനിങ് ഉണ്ടാവും. ഓക്കെ, ഈ രണ്ട് റോഡിന് ഒരുപാട് ഡീപ്പ് മീനിങ് ഉണ്ട് അല്ലെ. ഓപ്പർച്യൂണിറ്റീസ്, ചോയ്സസ് എന്നൊക്കെ പറഞ്ഞ് ഡീപ്പ് മീനിങ്സ് ഉണ്ട്. അതേപോലെ തന്നെ റോഡ് ലെസ് ട്രാവൽഡ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അതിന് ഒരുപാട് സിംബൽസ് ഉണ്ട്. എന്താണ് അധികം അൺകോമൺ ലൈഫ് ചോയ്സസ്. ലൈഫിൽ അധികം ആരും കോമൺ ആയിട്ട് എടുക്കാത്ത ലൈഫ് ഡിസിഷൻസ് അല്ലെ, ലൈഫ് ചോയ്സസ് ആണ് സിംബോളിസം ആയിട്ട് വരുന്നത്, റോഡ് ലെസ് ട്രാവൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? യെസ്. പീസ് പ്രാവുകളൊക്കെ അത് പറക്കുന്ന. യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. സിംബോളിസം എന്താണെന്നുള്ളത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. യെസ്. അടുത്തത് ഇമാജിനറി. വാട്ട് ഈസ് ഇമാജിനറി? നോക്കാം. ഇമാജിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം, ഈ പോയിട്ടില്ലേ ഇവർ എഴുതല്ലേ ചെയ്യുന്നത്, പക്ഷെ നമുക്ക് വായിക്കുന്ന സമയത്ത് നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് കാണും പോലെ തോന്നും, അല്ലെങ്കിൽ ചിലപ്പോൾ കേൾക്കും പോലെ തോന്നും, ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കാണും പോലെ അല്ലേ, നമ്മളിവിടെ ഗ്രാസി റോഡ് എന്ന് പറയുന്ന സമയത്ത് നല്ല പുല്ലൊക്കെ നിറഞ്ഞ റോഡ് നമ്മുടെ മൈൻഡിൽ വരുന്നില്ല, അങ്ങനെ ഒരു പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നില്ലേ? യെസ്. അണ്ടർ ഗ്രൗത്ത്, യെല്ലോ വുഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് യെല്ലോ മഞ്ഞ കളറുള്ള മരങ്ങൾ അല്ലേ, നമ്മൾ ഈ സിസ്റ്റം ഓപ്പൺ ചെയ്യുമ്പോൾ മഞ്ഞ ഇലകളൊക്കെ ഉള്ള ഓട്ടം സീസണിലുള്ള മരങ്ങളൊക്കെ അല്ലേ, അതുപോലെ ഒരു വഴിയൊക്കെ മനസ്സിൽ തെളിഞ്ഞു വരുന്നില്ല. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ രണ്ട് റോഡുകളുണ്ട്, ആ രണ്ട് റോഡിൽ ഏതിൽ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ കവി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആ പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇതിനാണ് ഇമാജിനറി എന്ന് പറയുന്നത്. ഓക്കെ, പിക്ചറൈസ് ചെയ്യാൻ പറ്റുക, വാക്കുകളിലൂടെ കാര്യങ്ങൾ പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ ഇമാജിനറി എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് ഇമാജിനറി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഇനി അടുത്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്താണ്? സിമ്പിൾ പ്രസന്റ് എന്നാ നമ്മൾ പഠിച്ചു അല്ലെ. സിമ്പിൾ പ്രസന്റിന്റെ പ്രത്യേകത എന്താണ്? ഷീ റൈറ്റ്സ് എക്സാം. ഇത് സിമ്പിൾ പ്രസന്റ് ആണ് അല്ലെ, എക്സാം. ഓക്കെ, ഇത് സിമ്പിൾ പ്രസന്റ് ആണ്, നമുക്കറിയാം. സിമ്പിൾ പാസ്റ്റ് ആവുന്ന സമയത്ത് ഒന്നും ഇവിടെ ശ്രദ്ധിക്കണേ. ഷീ എന്നുള്ളത് ഇവിടെ തന്നെ ഉണ്ടാവും, എക്സാം എന്നുള്ളതും ഇവിടെ തന്നെ ഉണ്ടാവും. ഈ റൈറ്റ്സിലാണ് സിമ്പിൾ പ്രസന്റിൽ മാറ്റം വരിക. റൈറ്റ് എന്നുള്ളത് എന്താവും? റോട്ട് ആവും. ഓക്കെ, റോട്ട് ആവും. അതായത് ഒന്നുമില്ല. ഈറ്റ് എന്നുള്ളത് എയ്റ്റ് ആവും, റൺ എന്നുള്ളത് റാൻ ആവും, സിംഗ് എന്നുള്ളത് സാങ് ആവും, ഡ്രിങ്ക് എന്നുള്ളത് ഡ്രാങ്ക് ആവും, പിന്നെന്താണ് സ്ലീപ്പ് എന്നുള്ളത് സ്ലെപ്റ്റ് ആവും. പിന്നെ അങ്ങനെയുള്ള വാക്കുകളിൽ വരുന്ന ചേഞ്ചസ്. ഓക്കെ, വാക്കുകളിൽ വരുന്ന ചേഞ്ചസ് ആണ് അല്ലെ, ഒരു വേർബിൽ വരുന്ന ചേഞ്ചസ്. V1 V2 ഫോമിലേക്ക് മാറുക ചെയ്യുക. ഓക്കെ, ഒരുവിധം V2 ഫോമൊക്കെ അറിയുന്നതാണ്. പ്ലേ എന്നുള്ളത് എന്താണ്? പ്ലേഡ് എന്നാവും അല്ലെ. പ്ലേ എന്നുള്ളത് പ്ലേഡ് ആവും. ഓക്കെ, ഒന്നുമില്ല കേട്ടോ മക്കളെ, പ്ലേ എന്നുള്ളത് പ്ലേഡ് എന്നാവും, ഒന്നുമില്ല. V1 ഫോമിൽ നിന്ന് V2 ഫോമിലേക്ക് മാറും. ഇതാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ദ പോയിറ്റ് ലുക്ക്ഡ് ഡൗൺ ദ റോഡ്. ലുക്ക് ഡൗൺ എന്ന് പറയുന്ന സമയത്ത് ലുക്ക്ഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ് അല്ലെ, ലുക്കിന്റെ പാസ്റ്റ് ആണ് ലുക്ക്ഡ്. ഹി റിയലൈസ്ഡ് എന്ന് പറയുന്നത് റിയലൈസിന്റെ പാസ്റ്റ് ആണ് റിയലൈസ്ഡ്. ഹി ഡിസൈഡഡ് എന്ന് പറയുമ്പോൾ ഡിസൈഡിന്റെ പാസ്റ്റ് ആണ് ഡിസൈഡഡ്. ഒന്നുമില്ല, സിമ്പിൾ അല്ലേ? യെസ്. ഇനി അടുത്ത ചാപ്റ്റർ നമ്മൾ നോക്കാൻ പോണേ ദ ടൈഗർ ഇൻ ദി ടണൽ എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. ദ ടൈഗർ ഇൻ ദ ടണൽ എന്നുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, സെക്കൻഡ് കമന്റ് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ്. യെസ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ദ ടൈഗർ ഇൻ ദ ടണൽ ബൈ റസ്കിൻ ബോണ്ട് എന്ന് കേൾക്കുന്ന സമയത്ത്, ഈ പിക്ചർ കാണുന്ന സമയത്തൊക്കെ നമ്മൾ വിചാരിക്കും ഏതോ നാട്ടുകാരനെ, റഷ്യക്കാരനാന്നൊക്കെ തോന്നുന്നു. ഒന്നും അല്ല, നമ്മൾ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു റൈറ്റർ ആണ് റസ്കിൻ ബോണ്ട് കേട്ടോ. ഓക്കെ, അത് പുതിയ അറിവായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യാം. റസ്കിൻ ബോണ്ട് എന്ന് പറയുന്നത് ഇന്ത്യക്കാരനാണ് കേട്ടോ. അപ്പൊ ഇന്ത്യ ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. ഇന്ത്യ എന്ന് കമന്റ് ചെയ്ത്. യെസ്, ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു റൈറ്റർ ആണ് റസ്കിൻ ബോണ്ട് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു നല്ലൊരു വർക്കാണ് ദ ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്നത്. ഒരു ഫാദറിന്റെ, ഇത്രയും നേരം മദറിന്റെ കാര്യമല്ലേ പറഞ്ഞുള്ളൂ. ഫാദർ കഥ എവിടെ എന്ന് ചോദിച്ച ആൾക്കാർക്ക് ഇതാ ഫാദർ കഥ. ദ ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറഞ്ഞ സ്റ്റോറി ഒരു ഫാദറിന്റെയും ഒരു സണിന്റെയും ഇടയിലുള്ള നല്ലൊരു ബോണ്ട് അല്ലെ, നല്ലൊരു സ്നേഹം, നല്ലൊരു ഫാദർ സൺ ലവ് ആണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. നോക്കാം.
The story of the tiger in the tunnel is about a brave tribal man. നല്ല ബുദ്ധിയുള്ള ഒരു ട്രൈബൽ മാൻ, ബാൽഡിയോ എന്ന് പറഞ്ഞ ഒരു ട്രൈബൽ മാന്റെ കഥയാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ടെമ്പു. 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകനാണ് കേട്ടോ. ടെമ്പു എന്ന് പറയുന്നത് 12 വയസ്സ് മാത്രം. അഴിച്ചു പെറുക്കി വായിക്കുകയല്ലേന്നോ? അരിച്ചു പെറുക്കി വായിക്കുകയല്ല മോനെ. നാളെയാണ് എക്സാം. അപ്പോൾ നല്ല രീതിയിൽ പഠിപ്പിച്ചാലേ നാളെ നിങ്ങൾ എന്തെങ്കിലും എഴുതുള്ളൂ. അതിന് വേണ്ടിയിട്ടാട്ടോ. എനിക്കറിയാം ഈ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററോടും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത് ഇറ്റ്സ് റിയലി എ ബിഗ് ടാസ്ക്. പക്ഷേ നിങ്ങൾ ഇത് കേട്ടിട്ട് നാളെ എക്സാമിന് ഇത് യൂസ്ഫുൾ ആണ്, നാളെ ഇവിടെ കമന്റ് സെക്ഷനിൽ വന്ന് പറയില്ല മിസ്സേ യൂസ്ഫുൾ ആയി, അത് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് മിസ് എല്ലാ ചാപ്റ്ററിലുള്ള ഓരോന്നും അരിച്ചു പെറുക്കി പറയുന്നത്. ഓക്കെ പ്ലീസ്. അപ്പോൾ എല്ലാവരും ഒന്ന് കേട്ട് നിൽക്കുക. നിങ്ങൾ ജസ്റ്റ് കേട്ടാൽ മതി. കേട്ടാൽ തന്നെ നിങ്ങൾ പഠിക്കുന്നുള്ള എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് കേൾക്കുക കേട്ടോ. ഓക്കെ യെസ്. അപ്പോൾ ഇതിൽ 2 മെയിൻ ക്യാരക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് ബാൽഡിയോ ആണ്, രണ്ടാമത്തത് ടെമ്പു ആണ്. ഓക്കെ, ടെമ്പു എന്ന് പറയുന്നത് ആരാണ്? ടെമ്പു എന്ന് പറയുന്നത് 12 വയസ്സ് മാത്രം പ്രായമുള്ള ബാൽഡിയോന്റെ മകനാണ്. ഓക്കെ, അപ്പൊ ഈ ബാൽഡിയോ ടെമ്പു ഒക്കെ എവിടെ ജീവിക്കുന്നത്? ഇവരൊരു ജംഗിൾ, അതായത് ട്രൈബൽ ഏരിയയിലാണ് ജീവിക്കുന്നത്. ഓക്കെ, ട്രൈബൽ ഏരിയ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അതായത് കാട്ടില് ആ ഒരു ഏരിയയിൽ ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ ട്രൈബൽസ് എന്ന് പറയാം. ഓക്കെ, പാവപ്പെട്ടവരാണ്. അപ്പൊ അവിടെ അച്ഛൻ എന്താ ഡ്യൂട്ടി? അച്ഛൻ ഒരു വാച്ച്മാൻ ആണ് കേട്ടോ. ഡോക്ടർ ഒന്നും എഴുതി വെക്കരുത്, വാച്ച്മാൻ ആണ്. ബാൽഡി ഒരു വാച്ച്മാൻ ആണ്. കലാസി എന്ന് പറയും. അറ്റ് സ്മോൾ റെയിൽവേ സ്റ്റേഷൻ, ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഒരു ടണൽ ഉണ്ട്. അവിടെ ഫോറസ്റ്റിലൂടെയാണ് ആ ടണൽ പോകുന്നത്. ആ ടണലിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ നോക്കുന്ന ഒരു വാച്ച്മാൻ ആണ് ആര്? നമ്മളുടെ ബാൽഡിയോ. ഓക്കെ, അപ്പോൾ ഈ ഒരു പിന്നെ റെയിൽവേ സ്റ്റേഷൻ, ഈ ഒരു ടണൽ വരുന്നത് എവിടെയാണ്? നമ്മളുടെ ഒരു ജംഗിളിനുള്ളിലായിട്ടാണ് വരുന്നത്. ഓക്കെ, ഹിസ് ജോബ് ഇസ് ടു ചെക്ക് വെദർ ദ ടണൽ ഈസ് ക്ലിയർ ബിഫോർ ദ ട്രെയിൻ പാസ് ചെയ്യുന്നതിന് മുന്നേ ടണലിൽ ക്ലീൻ അല്ലേ, അതിന് എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ നോക്കുന്നതാണ് നമ്മുടെ ബാൽഡിയോന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. യെസ്, ഇന്ത്യ വന്നു. ഇന്ത്യ കഴിഞ്ഞു മക്കളെ. ഇനി അടുത്തതാണ് നമ്മൾ നോക്കുന്നത്. എവറി നൈറ്റ് ഹി ഗോസ് ഔട്ട് ഇൻ ദ ഡാർക്ക് ഫോറസ്റ്റ് വിത്ത് ഹിസ് ലാമ്പ്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്യും? എന്നും രാത്രി ലാമ്പുമായിട്ട് പോകും അല്ലെ? എന്നും രാത്രി ലാമ്പുമായിട്ട് പോകുന്നത് എന്തിനാണ്? ലാമ്പ് ഉണ്ടാവും, അതേപോലെ ആക്സ് ഉണ്ടാവും. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ആയുധം, നമ്മള് പിന്നെ പുലിമുരുകലിനൊക്കെ ഉള്ള പോലെ എന്താണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ആക്സ് ഉണ്ട് കേട്ടോ. ആക്സ് ഉണ്ട്, സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആക്സ് ഉണ്ട്. അപ്പൊ അത് ആൻസിസ്റ്റേഴ്സ് കൊടുത്ത് അവരുടെ ഫാദർ കൊടുത്തിട്ടുള്ള ഒരു ആക്സ് ആണ്. അപ്പൊ ആക്സും കൊണ്ട് ആ ലൈറ്റും കൊണ്ടാണ് അദ്ദേഹം ജംഗിളിൽ പോവാന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. കുറച്ച് ധൈര്യം വേണം അല്ലെ? പുലിമുരുകനെ പോലെയൊക്കെ നല്ല ധൈര്യം വേണം. അപ്പൊ അദ്ദേഹം കാട്ടിലേക്ക് പോകുന്ന അവിടെയുള്ള ടണലിൽ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ, ട്രെയിൻ സ്മൂത്ത് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ചില ദിവസങ്ങളിലൊക്കെ ടെമ്പു അച്ഛൻ്റെ കൂടെ പോകാറുണ്ട്. എന്നിട്ട് അവിടെ ഹട്ടില്ലേ, സ്റ്റേഷൻ്റെ അടുത്തായിട്ട് ഒരു ഹട്ട് ഉണ്ട്, അവിടെ അവർ രണ്ടുപേരും സ്റ്റേ ചെയ്യാറുണ്ട്. ഒരു രാത്രി ബാൽഡിയോ ഇങ്ങനെ പോകുന്ന സമയത്ത്, സിഗ്നല് ലാമ്പും കൊണ്ട് അങ്ങനെ പോകുന്ന സമയത്ത്, ടണലിലേക്ക് പോകുന്ന സമയത്ത് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സൗണ്ട് കേൾക്കാണ്. ആ സൗണ്ട് കേൾക്കുന്ന സമയത്ത് അവിടെ എന്താണ്? ടൈഗർ, അതായത് മാൻ ഈറ്റിംഗ് ടൈഗർ അല്ലെ? മാൻ ഈറ്റിംഗ് ടൈഗർ എന്ന് പറയുന്നത് എന്താണ്? മാൻ ഈറ്റിംഗ് ടൈഗർ ആണ്. മനുഷ്യനെ കഴിക്കുന്ന അല്ലെ, മനുഷ്യനെ തിന്നുന്ന ഒരു ടൈഗർ ഉണ്ട് അവിടെ. ആ ടൈഗറിന്റെ സൗണ്ട് ആണ് കേൾക്കുന്നത്. അവിടെ ഇങ്ങനെ നാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ടായും അങ്ങനെ ഒരു ടൈഗർ ഉണ്ട്, ശ്രദ്ധിക്കണം എന്നൊക്കെയാണ്. അപ്പോൾ ഈ ടൈഗർ ഇങ്ങനെ എന്താണ്? ടൈഗറെ കാണുന്ന സമയത്ത് ടൈഗർ ഇങ്ങനെ ബാൽഡിയോന്റെ അടുത്തേക്ക് പോവാ. ഒരു രക്ഷയില്ല. ടൈഗർ ഈസ് അപ്രോച്ചിങ് ഹിം അല്ലേ? ടൈഗർ ഇയാൾ തിന്നാൻ വേണ്ടി ഇങ്ങനെ അടുത്തേക്ക് വരികയാണ്. ഇയാൾ എന്താ രണ്ടും കൽപ്പിച്ച് വളരെ ധൈര്യത്തോടെ കറേജിയസ് ആയിട്ട് ഈ ടൈഗറിനെ നേരിടാൻ റെഡിയായി നിൽക്കുകയാണ്. ഓക്കെ, ഇയാൾ മനസ്സിലാക്കാണ് എനിക്കിനി ഈ ഒരു എസ്കേപ്പില്ലല്ലേ, ഈ ടൈഗറിന് മുമ്പിൽ ഒരു എസ്കേപ്പില്ല. ആകെ ഒറ്റ കാര്യം ചെയ്യാൻ പറ്റും, ഫൈറ്റ് ചെയ്യാം. ഈ ടൈഗറുമായിട്ട് ഫൈറ്റ് ചെയ്യാം. മനുഷ്യനാണോ പറഞ്ഞാൽ മനസ്സിലാവോ? പുലിയല്ലേ? യെസ്. അങ്ങനെ പുലി വന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? ആക്സ് ഉണ്ട് കയ്യിൽ ഒരു ആക്സ് ഉണ്ട്, എപ്പോഴും ഒരു ആക്സ് ഉണ്ട് കേട്ടോ. ആക്സ് വെച്ച് ബ്രേവ്ലി അദ്ദേഹം ഫൈറ്റ് ചെയ്യാണ്. ഹി സ്ട്രൈക്സ് ദ ടൈഗർ ട്വൈസ്. 2 വട്ടം ആ ടൈഗറിന്റെ മേലെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് ആക്സ് യൂസ് ചെയ്തിട്ട്. പക്ഷെ അത് കൊള്ളുന്നത് ആ ടൈഗറിന്റെ ബോണിലാണ്. ഓക്കെ, എല്ലിലാണ് കൊള്ളുന്നത്. ആ ടൈഗർ ഒന്നും പറ്റില്ല. അവസാനം ബാൽഡിയോനെ ടൈഗർ എന്ത് ചെയ്യാണ്? കൊല്ലാണ് കേട്ടോ. ടൈഗർ ബാൽഡിയോനെ കൊന്നു. അതിനുശേഷം ടൈഗർ എന്താണ്? ട്രെയിന് ടണലിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് പോയി. അതിൽ ടൈഗറും മരിച്ചു. ഓക്കെ, ടൈഗറും മരിച്ചു. അതിനുശേഷം ടെമ്പു അങ്ങോട്ട് വരികയാണ്. ടെമ്പു വരുന്ന സമയത്ത് കാണുന്ന ആരാണ്? അച്ഛന്റെ മൃത ശരീരം അല്ലെ? അച്ഛനെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ആ സമയത്ത് അവൻ എന്താ ചെയ്യുന്നത്? അവിടെ ഇങ്ങനെ അച്ഛാന്ന് പറഞ്ഞ് കരയാണോ ചെയ്യുന്നത്? അവന് വളരെ ധൈര്യത്തോടെ അച്ഛന്റെ ബോഡിക്ക് വേണ്ടി കാവൽ നിൽക്കാം. ഗാഡ് ഇൻ ദ ഹോൾ നൈറ്റ് വിത്തൗട്ട് ഫിയർ. ഒരു പേടിയും കൂടാതെ ആ രാത്രി മുഴുവൻ അച്ഛന്റെ മൃതശരീരത്തിന് മുമ്പിൽ കാവൽ നിൽക്കുകയാണ് കേട്ടോ. ആ അച്ഛന്റെ ഡെഡ് ബോഡിക്ക് മുമ്പിലായിട്ട് കാവൽ നിൽക്കുകയാണ്. വളരെ പിന്നെ കറേജിയസ് ആയിട്ട്, ഒരു പേടിയും ഇല്ലാതെ അച്ഛന്റെ മുമ്പിൽ കാവൽ നിൽക്കുകയാണ്. ക്ലിയർ അല്ലേ?
ക്ലിയർ അല്ലേ? ആഫ്റ്റർ ഹിസ് ഫാദേഴ്സ് ഡെത്ത് ടെമ്പു ടേക്സ് അപ്പ് ഹിസ് ഫാദേഴ്സ് ഡ്യൂട്ടി. അച്ഛന്റെ മരണത്തിന് ശേഷം അച്ഛന്റെ ഡ്യൂട്ടി ഏറ്റെടുക്കുകയും വാച്ച്മാൻ ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യാണ്. അതായത് അച്ഛന്റെ സ്പിരിറ്റ് എപ്പോഴും അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളത് അവന്റെ ഒരു വിശ്വാസമാണ് കേട്ടോ. അതായത് അവന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ വളരെ പുവർ ആയിട്ടുള്ള ഫാമിലിയാണ്, ട്രൈബൽ ഫാമിലിയാണ്. അപ്പോൾ ട്രൈബൽസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അവരുടെ ഫാമിലി നോക്കുന്നത് ഇത്രയും കാലം അച്ഛനായിരുന്നു. ആ ഡ്യൂട്ടി അച്ഛന്റെ മരണത്തിന് ശേഷം മകൻ ഏറ്റെടുക്കുകയാണ്. ആ ഒരു ടണൽ സ്റ്റേഷനിൽ വാച്ച്മാൻ ആയിട്ട് പിന്നീട് 12 വയസ്സുള്ള ഈ ഒരു മകന് നിൽക്കുകയാണ്. അച്ഛനെ കൊന്നത് ഒരു പുലിയാണ്, ഇനിയും പുലിന്റെ ആക്രമണമൊക്കെ വരാം, അതിൽ പേടിച്ചോടാണോ ചെയ്തത്? അല്ല, ഹി ഈസ് വെരി കറേജിയസ്, ഹി ഈസ് വെരി ബ്രേവ്. ഓക്കെ, യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഇനി ഇതിലത്തെ മെയിൻ തീം എന്താ നോക്കാം. കറേജ് ആൻഡ് സാക്രിഫൈസ്. വളരെ കറേജ് ആയിട്ടുള്ള ബാൽഡ്യൂറെ കാണുന്നുണ്ട്, സാക്രിഫൈസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ആ ഒരു ട്രെയിൻ അല്ലെ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിൽ അദ്ദേഹം എന്താണ് വളരെ റെസ്പോൺസിബിൾ ആണ്. ആ ഒരു എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സ്വന്തം ജീവൻ സാക്രിഫൈസ് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ കാണുന്നത്. റെസ്പോൺസിബിലിറ്റി അല്ലെ, വളരെ ഡെഡിക്കേറ്റഡ് ആണ്. വാച്ച്മാൻ ആണ് അല്ലെ, വാച്ച്മാൻ ആയ ആ ഒരു ഡ്യൂട്ടിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ഒരു രാത്രിയിലും അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആവാണ്. ജംഗിളിലാണ്, മാൻ ഈറ്റിംഗ് ടൈഗർ ഉണ്ടെന്ന് അറിയാം, എന്നിട്ടും അവിടെ വർക്ക് ചെയ്യാൻ റെഡി ആയി നിൽക്കുന്ന ബാൽഡ്യൂറിനെ കാണാൻ പറ്റുന്നുണ്ട്. ഹെറിറ്റേജ് ആൻഡ് സ്ട്രെങ്ത്, അതേപോലെ ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു കറേജും അവരുടെ ഫാദർ ടു സൺനുള്ള ആ ഒരു ബോണ്ടും അവരുടെ കാര്യങ്ങളൊക്കെ കൈമാറുന്ന രീതിയും ആൻസിസ്റ്ററിന്റെ ആ ഒരു അവരിങ്ങനെ അച്ഛന്റെ ആക്സ് പിന്നെ അവന്റെ കയ്യിലാണുള്ളത്. അപ്പൊ ആ ഒരു കൈമാറ്റമൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മാൻ വേഴ്സസ് നാച്ചർ അല്ലെ, ബ്രേവറി അഗെയിൻസ്റ്റ് വൈൽഡ് ആനിമൽസ്. അപ്പോൾ ഒരു മാന്റെ ബ്രേവറി അഗെയിൻസ്റ്റ് വൈൽഡ് ആനിമൽ നമ്മൾ കാണുന്നുണ്ട്. നാച്ചേഴ്സ് ഡേഞ്ചർ, ഈ ഒരു പുലി അല്ലെ, ഇങ്ങനെയുള്ള ഒരു ജംഗിളിൽ ജീവിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇനി മോറൽ ഓഫ് ദി സ്റ്റോറി നോക്കുകയാണെങ്കിൽ ട്രൂ ബ്രേവറി ഈസ് ഫേസിങ് ഡേഞ്ചർ ഫോർ ദ സേക്ക് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അല്ലെ, മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ധൈര്യം സംഭരിച്ച് ഇങ്ങനെ ഒരു ഡേഞ്ചറിനെ ഫേസ് ചെയ്യാന്നുള്ളത് ഒരു വളരെ ബ്രേവറി ഉള്ള പറഞ്ഞൊരു കാര്യമാണെന്നാണ് പറയുന്നത്. പിന്നെ കറേജ്, ഡ്യൂട്ടി, ലവ്, നെവർ ഡൈ, ദേ ലിവ് ത്രൂ ദ നെക്സ്റ്റ് ജനറേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് തീംസ് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഹൂവർ ബാൽഡിയോ ആൻഡ് ടെമ്പു. ആരാണ് ബാൽഡിയോ? ബാൽഡിയോ എന്ന് പറയുന്നത് ഒരു വാച്ച്മാൻ ആണ്. ഒരു സ്മോൾ റെയിൽവേ സ്റ്റേഷൻ, ജംഗലിന്റെ ഉള്ളിലുള്ള സ്മോൾ റെയിൽവേ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ടെമ്പു എന്ന് പറയുന്നത് 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകനാണ്. അദ്ദേഹം അത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഹൗ ഡി ടെമ്പു ഷോ കറേജ് അറ്റ് ദ എൻഡ്? ഈ ഒരു സ്റ്റോറിന്റെ എൻഡിൽ ടെമ്പു എങ്ങനെയാണ് കറേജ് കാണിക്കുന്നത്? ടെമ്പു ആ ഒരു ഡാർക്ക് ജംഗിളിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, അച്ഛന്റെ ബോഡി കാവൽ നിൽക്കുകയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇതിലെ ഒരു എസ്സേ വരുന്നത് വാട്ട് ലെസൺ ഡസ് ദ സ്റ്റോറി ടീച്ചേഴ്സ്. ഈ ഒരു സ്റ്റോറിയിലൂടെ നമ്മൾ പഠിച്ച കാര്യം എന്താണ്? ബ്രേവ് ആൻഡ് റെസ്പോൺസിബിൾ ഇൻ ലൈഫിലെ എങ്ങനെ റെസ്പോൺസിബിൾ ആവാം, എങ്ങനെ ബ്രേവ് ആവാം. ബാൽഡിയോന്റെ ആ ഒരു കറേജ്, ടൈഗറുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ അദ്ദേഹം കാണിച്ചൊരു പിന്നെ കറേജ് നമുക്ക് കാണാം. ടെമ്പു കണ്ടിന്യൂസ് ഹിസ് ഫാദേഴ്സ് വർക്ക് വിത്ത് കോൺഫിഡൻസ് അല്ലെ. അതിനുശേഷം അച്ഛന്റെ ഡ്യൂട്ടി ഏറ്റെടുക്കാനുള്ള ആ ഒരു ധൈര്യവും ആ ഒരു മനസ്സും മകന്റെ ആ ഒരു മനസ്സും നമുക്ക് കാണാം. ഇറ്റ് റിമൈൻസ് അസ് ദാറ്റ് ട്രൂ സ്ട്രെങ്ത് കംസ് ഫ്രം ഡ്യൂട്ടി, ലവ് അല്ലെ. ശരിയായിട്ടുള്ള സ്ട്രെങ്ത് വരുന്നത് എവിടെ നിന്നാണ്? നമ്മളുടെ ആ ഉള്ളിൽ നിന്നാണ് അല്ലെ. ആൻഡ് കറേജ് നോട്ട് ഫ്രം ഫിയർ ആൻഡ് വീക്ക്നെസ്. നമുക്ക് ഒരിക്കലും പേടി പാടില്ല. എന്തൊക്കെയാണ് കമന്റിൽ നടക്കുന്നത്? ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് പറയും, എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ് മോനെ. ഇതിൽ ഈ ഒരു ടെമ്പുവിന്റെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത് വരാൻ പോകുന്ന ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ഇനി അടുത്ത് ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ഗ്രാമർ പാർട്ടോട് മിസ് പറയുകയാണ്. ഒന്നുമില്ല, സിമ്പിൾ ആട്ടോ. സിമ്പിൾ ആയതുകൊണ്ട് മാത്രമാണ് മിസ് പെട്ടെന്ന് പറയുന്നതും. ടു ഇൻഫിനിറ്റ് ആണ്, ടു ഇൻഫിനിറ്റ്. ഇതൊക്കെ ഉണ്ടല്ലോ, ടു ഇൻഫിനിറ്റ് എന്നുള്ള പേര് കേട്ടിട്ട് ആരും ഓടരുത്, അവിടെ ഇരിക്കുക. കാരണം ടു ഇൻഫിനിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്. അതായത് ടു എന്ന് വന്നിട്ട് വരുന്ന വേർബ്സ് ആണ് ടു ഇൻഫിനിറ്റ് എന്ന് പറയുന്നത്. ടു പോസ്റ്റ്പോൺ, കണ്ടോ? He agreed to postpone. Okay, to postpone the meeting postpone ചെയ്യാൻ വേണ്ടി അവൻ എഗ്രി ചെയ്തു അല്ലെ. ടു പോസ്റ്റ്പോൺ. അടുത്ത വേർഡ് നോക്കി, ടു പ്ലേ, കളിക്കാൻ വേണ്ടി അല്ലെ. ടു ഓപ്പൺ, തുറക്കാൻ. ടു ഡെപ്പോസിറ്റ്. അപ്പൊ ടു വന്നിട്ട് വരുന്ന വേർബ്സിനെയാണ് ടു ഇൻഫിനിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? വേർബ് എന്ന് പറഞ്ഞ പ്രവൃത്തിയാണ് അല്ലെ. ടു വന്നിട്ടുള്ള പ്രവൃത്തികൾക്കാണ് നമ്മൾ ടു ഇൻഫിനിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടു ഉണ്ടാവും എന്തിന്റെ കൂടെ? ടു പ്ലസ് വേർബ് വന്നു കഴിഞ്ഞാൽ, ബേസ് ഫോം ഓഫ് ദ വേർബ് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അതെന്താണ്? ടു ഇൻഫിനിറ്റ് ആണ്. ബേസ് ഫോം ഓഫ് ദ വേർബ് വന്നു കഴിഞ്ഞാൽ അത് ടു ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ജെറൻഡ് ആണ്. ജെറൻഡ് എന്ന് പറയുന്ന സമയത്ത് ഒരു ജെറൻഡിന് എക്സാമ്പിൾ ചെയ്താൽ നോക്കാണ് ക്വസ്റ്റ്യനിൽ വരിക. ജെറൻഡ് എന്ന് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ജെറൻഡ് ആണ്. സ്മോക്കിംഗ് എന്ന് കണ്ടോ? ഓക്കെ, നൗണിന് ING കൊടുക്കുക. നൗണ് പൊതുവെ INGയിൽ വരില്ല അല്ലെ, പക്ഷെ നൗണ് ING ഫോമിൽ വരുന്ന സെന്റൻസുകളാണ് നമ്മൾ ജെറൻഡ് എന്ന് പറയാ കേട്ടോ. ഓക്കെ, നൗൺ ING ഫോമിൽ വരുന്ന സെന്റൻസുകളാണ് നമ്മൾ എന്ത് പറയാ? ജെറൻഡ് എന്ന് പറയാ. ഓക്കെ,
സ്മോക്കിംഗ് ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത്. അതേപോലെ രണ്ട് സെന്റൻസ് പഠിച്ചാൽ മതിയെ. ഒന്ന് സ്മോക്കിംഗ് ഈസ് ഇൻജുറി ടു ഹെൽത്ത്, രണ്ടാമത്തെ സെന്റൻസ് സ്വിമ്മിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്, സ്വിമ്മിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ഈ രണ്ട് സെന്റൻസ് നിങ്ങൾ പഠിച്ചു, നിങ്ങൾ ജെറണ്ട് പഠിച്ചു. ഓക്കെ, ഞാനും പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് പഠിച്ച രണ്ട് സെന്റൻസ് ആണ് ഇത്. അതിനാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്വിമ്മിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്, അതേപോലെ തന്നെ സ്മോക്കിംഗ് ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത്. ഇത് രണ്ടും എന്താണ് ജെറണ്ടിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്തത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. വാട്ട് ഈസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ? പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന സമയത്ത് ING ഫോം ഓഫ് ദ വെർബ്, വെർബിന്റെ കൂടെ ING ഫോം കാണാൻ പറ്റും. അതായത് ഇവിടെ നോക്കിക്കേ, ഹേർഡ് എന്നുള്ളത് ഒരു ഓൾറെഡി ING ഉണ്ട് അല്ലേ. ബാർക്കിംഗ് എന്ന് പറഞ്ഞ രണ്ടാമതൊരു വെർബ് വരികയാണ്, അതിന്റെ കൂടെ ING വരികയാണ്. ഇനി അടുത്തത് എന്റേർഡ് എന്നുള്ള ഒരു വെർബ് ഓൾറെഡി അവിടെ ഉണ്ട്, അടുത്തൊരു യോണിംഗ് എന്നുള്ള ING വരുന്ന ഒരു വെർബ് വരികയാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതൊരു പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. വെർബ് എന്ന് പറയുമ്പോൾ എന്താന്ന് ഇപ്പോഴും കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ടെങ്കിൽ പ്രവൃത്തികളാണ്. ഒരു സെന്റൻസിൽ നമ്മൾ എവിടെയൊക്കെ പ്രവൃത്തി കാണുന്നുണ്ട്. ഹി പ്ലേഡ് ക്രിക്കറ്റ് എന്നുള്ള സെന്റൻസ് കാണുകയാണെങ്കിൽ അതിൽ പ്ലേ എന്നത് എന്താണ്? ഒരു വെർബ് ആണ് അല്ലെ, ഒരു പ്രവൃത്തിയാണെന്നുള്ള മനസ്സിലാക്കുക. അപ്പൊ ഹി ഹിയർഡ്, ഹിയർഡ് എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നുള്ളതാണ്. ബാർക്കിംഗ് എന്ന് പറഞ്ഞാൽ കുരയ്ക്കുന്ന സൗണ്ട് ആണ്, കുരയ്ക്കുക എന്നാണ്, കുരയ്ക്കുക എന്നുള്ളതാണ് ബാർക്കിംഗ്. അപ്പൊ രണ്ട് വെർബ് വന്നു, ആ വെർബിന്റെ കൂടെ രണ്ടാമത്തെ വെർബിന് കൂടെ ING വന്നു. ഓക്കെ ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇതാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. പ്രസന്റ് പാർട്ടിസിപ്പിൾ ക്ലിയർ ആണെന്ന് വിചാരിക്കാണ്. ഇനി എന്താണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ? പാസ്റ്റ് ഇപ്പൊ പ്രസന്റ് ആകുമ്പോൾ ING വരും, പാസ്റ്റ് ആവുന്ന സമയത്ത് ED ENT ഇങ്ങനെയുള്ള വേർഡ്സ് ആണ് വരിക. EN ഓക്കെ, ഓക്കെ. ഇൻഫിനിറ്റ് വേർബ്സ് ഒന്നുകൂടി പറയാട്ടോ, ഇതൊരു കഴിഞ്ഞിട്ട് പറയാട്ടോ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന സമയത്ത് ED ENT. അപ്പൊ ഇങ്ങനെയുള്ള വേർഡ്സ് വരുന്ന സമയത്താണ് നമ്മൾ എന്ത് പറയാ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയാ. ഹി ഫൗണ്ട് ഹിഡൻ. നോക്കിക്കേ, രണ്ട് വേർബ് വന്നല്ലേ. ഫൗണ്ട് കണ്ടുപിടിക്കുക, ഹിഡൻ എന്ന് പറയുന്ന സമയത്ത് ഒളിഞ്ഞിരിക്കുന്ന അല്ലെ. രണ്ടും എന്താണ്? വേർബ്സ് ആണ്. അപ്പോ രണ്ടാമത്തെ വേർബിന് കൂടെ EN വന്നു. രണ്ടാമത്തെ വേർബിന് കൂടെ എന്ത് വന്നു? രണ്ടാമത്തെ വേർബിന് കൂടെ EN വന്നു. രണ്ടാമത്തെ വേർബിന് കൂടെ EN വന്നു. കുക്ക്ഡ്, ഏറ്റ് കുക്ക്ഡ് ഫുഡ് എന്ന് പറയുന്ന സമയത്ത് കുക്ക്ഡ് എന്നുള്ളതിന് കൂടെ ED വന്നു. അതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് വരുന്നത്. പ്രസന്റ് പാർട്ടിസിപ്പിൾ ആകുമ്പോൾ ING വരുന്ന വേർബ് ഉണ്ടാവും, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആകുമ്പോൾ ED വരുന്ന വേർബ് ഉണ്ടാവും. ജെറണ്ട് ആവുന്ന സമയത്ത് നൗണിന്റെ കൂടെ ING ഉണ്ടാവും. ഒന്ന് പ്രോസസ് ചെയ്താൽ മതി കേട്ടോ, ഒന്നുമില്ല, ഒന്ന് ബൈഹാർട്ട് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല, പ്രോസസ് ചെയ്താൽ മതി, ഒന്ന് പ്രോസസ് ചെയ്താൽ മതി. ഇനി ടു ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി ഡൗട്ട് ഉള്ള ആൾക്കാർ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കണേ. ഇൻഫിനിറ്റി മനസ്സിലാത്ത ആൾക്കാർ ഇവിടെ ശ്രദ്ധിക്കണേ. ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന സമയത്ത് ടു ഉണ്ടാവും, കൂടെ ഒരു വെർബ് ഉണ്ടാവും. ടു ഉണ്ടാവും. ടു ഓപ്പൺ, ടു ഈറ്റ്, ടു കീപ്പ്, ടു ലെഫ്റ്റ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു വേർബ് ആയിരിക്കും, ആ വേർബിന് കൂടെ ടു ഉണ്ടാവും. അതാണ് ടു ഇൻഫിനിറ്റ്. ഓക്കെ, ഈസി അല്ലേ? ഈസി അല്ലേ? സിമ്പിൾ ആയിട്ട് പഠിച്ചില്ലേ? ഒന്നുമില്ല കേട്ടോ. ഈസി അല്ലേ? ടു ഇൻഫിനിറ്റ് ഈസി അല്ലേ? ഈസി ആണെന്ന് വിചാരിക്കണം കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ആഫ്റ്റർ ലൈവിന് ഒന്ന് ബാക്കിലേക്ക് അടിച്ചൊന്ന് കണ്ടാൽ മതി കേട്ടോ, അപ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഒന്ന് ബാക്കിലേക്ക് ലൈവ് കഴിഞ്ഞിട്ട് ഒന്ന് ബാക്കിലേക്ക് അടിച്ച് കണ്ടാൽ മതി കേട്ടോ. യെസ്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഹോമോഫോൺ ആണ്. എന്താണ് ഹോമോഫോൺസ്? ഹോമോഫോൺ, ഫോൺ എന്നുള്ളത് ഓർക്കുക. വാട്ട് ഈസ് ഫോൺ? ഫോൺ എന്ന് പറഞ്ഞാ മക്കളെ, ഫോൺ എന്ന് പറഞ്ഞാ സൗണ്ട് ആണ്. ഓക്കെ, ഫോൺ എന്ന് പറഞ്ഞാൽ സൗണ്ട് ആണ്. ഫോൺ എന്ന് പറഞ്ഞാൽ സൗണ്ട് ആണ്. സൗണ്ട് ആണെങ്കിൽ ഹോമോഫോൺ എന്ന് പറഞ്ഞാൽ സിമിലർ സൗണ്ട് എന്നാണ്. സിമിലർ സൗണ്ട്. ഇപ്പൊ മിസ് പറയാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏത് റൈറ്റാ മിസ് പറഞ്ഞത്? റൈറ്റിലേക്ക് പോകാനാണോ എഴുതാനാണോ മിസ് പറയുന്നത് എന്നുള്ള ഡൗട്ടോ അല്ലേ? ടീച്ചർ ആയതുകൊണ്ട് തന്നെ റൈറ്റിലേക്ക് പോകാനൊന്നും പറയില്ല, എഴുതാനാ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടും. പക്ഷേ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഷീ റൈറ്റ്സ് ഹർ എക്സാം എന്ന് പറയുന്ന സമയത്ത് എഴുതാനാണ് പറഞ്ഞത്. ഷീ ഗോസ് റൈറ്റ് എന്ന് പറയുമ്പോൾ അവള് റൈറ്റിലേക്കാണ് പോയത് എന്നുള്ളതും ക്ലിയർ ആണ് അല്ലെ. ഇങ്ങനെയുള്ള വേർഡ്സ് ഉണ്ട്. ചില വേർഡ്സ് പറയുമ്പോൾ ഒരേപോലെ, പക്ഷെ സ്പെല്ലിംഗ് ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ സംസാരിക്കുമ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ, അതുകൊണ്ടാണ് സൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ, ഫോൺ എന്ന് പറയുന്നത്. സൗണ്ട് കേൾക്കുമ്പോൾ സെയിം ആയിരിക്കും. അങ്ങനെയുള്ള വേർഡ്സിനാണ് നമ്മൾ ഹോമോഫോൺ എന്ന് പറയുന്നത്. ഓക്കെ, സൗണ്ട് സിമിലർ ആയിരിക്കും. അങ്ങനെയുള്ള വേർഡ്സിനാണ് നമ്മൾ ഹോമോഫോൺ എന്ന് പറയുക. ഇപ്പൊ സ്റ്റീൽ കണ്ടോ, ഒരു സ്റ്റീൽ എന്താണ്? കക്ക എന്നുള്ള സ്റ്റീൽ ഉണ്ട്. അതേപോലെ തന്നെ മറ്റേ സ്റ്റീൽ എന്താണ്? ഇരുമ്പ് അല്ലെ. ഇരുമ്പ് എന്നല്ല പറയുക, സ്റ്റീലിന് അഴണ അല്ലെ, സ്റ്റീൽ തന്നെ സ്റ്റീൽ. അപ്പൊ സ്റ്റീലുണ്ട്. അതേപോലെ തന്നെ കക്ക എന്നുള്ള സ്റ്റീലുണ്ട്. കക്ക ഒരു സാധനം കട്ടെടുക്കാന്നുള്ള സ്റ്റീലുണ്ട്. ഇറ്റ്സ് റോങ് ടു സ്റ്റീൽ തിങ്സ് മെയ്ഡ് ഓഫ് സ്റ്റീൽ. ഇതിലെ സ്റ്റീൽ എന്നുള്ള ഈ ഒരു സ്റ്റീൽ എന്താണ്? കട്ടെടുക്കാനുള്ള സ്റ്റീൽ അല്ല, ഒരു വസ്തു ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന സ്റ്റീലാണ് പറയുന്നത്. ഈ സ്റ്റീൽ എന്താണ്? കട്ടെടുക്കാന്നുള്ള സ്റ്റീലാണ് അല്ലെ. യെസ്. ഇനി പിന്നെ മെയില് ഒന്ന് എന്താണ്? പുരുഷൻ എന്നുള്ള മെയിലാണ്. മറ്റേത് എന്താണ്? മെയില്, അതായത് ലെറ്റർ അയക്കുക എന്നുള്ള മെയിലാണ്. ക്ലിയർ അല്ലേ? ഹോമോഫോൺ ക്ലിയർ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ റൈറ്റ് അത് ഉറച്ചാൽ മതി കേട്ടോ. ഒന്ന് റൈറ്റ് അല്ലെ, സ്പെല്ലിംഗ് നോക്കിയിട്ടാണ് മനസ്സിലാവും. ഒന്ന് റൈറ്റ് അല്ലെ. രണ്ട് സ്പെല്ലിംഗ് ആണ് അല്ലെ, രണ്ട് സ്പെല്ലിംഗ്, പക്ഷെ പറയുമ്പോൾ രണ്ടും ഒരേപോലാണ്. സെന്റൻസ് വരുമ്പോൾ നമുക്ക് ഏത് റൈറ്റ് ആണെന്നുള്ള മനസ്സിലാവുക അല്ലേ. യെസ്. അപ്പൊ ഇത് ഈസി അല്ലേ? യെസ്. ഇനി അടുത്ത ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇഫ് ഐ വർ യു. സിമ്പിൾ വേവേം തീർക്കട്ടോ. ഇഫ് ഐ വർ യു എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
ഓക്കെ, ഹോമോഫോൺ ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കുന്നത്. ഹോമോഫോൺ വന്നിട്ടുണ്ട് കേട്ടോ, എക്സാമിന് വന്നിട്ടുണ്ട്. ഹോമോഫോൺ എന്ത് ഈസിയാ മോനെ, അത് വന്നു കഴിഞ്ഞാൽ ഈസി അല്ലേ. സ്റ്റീലിന്റെ ഒരു ഹോമോഫോൺ 2 വേർഡ്സിൽ തന്നിട്ട് ഇത് വെച്ച് സെന്റൻസ് ഉണ്ടാക്കാനാ പറയാ. അപ്പൊ സ്പെല്ലിംഗ് നോക്കുക. റൈറ്റ് എന്നുള്ള സ്പെല്ലിംഗ് ആണെങ്കിൽ WRIT എന്നുള്ള സ്പെല്ലിംഗ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് എഴുതാനാണ്. അപ്പോൾ ഷീ റൈറ്റ്സ് എക്സാം എന്നുള്ള ഒരു സെന്റൻസ് ചെയ്താ. മറ്റേ റൈറ്റ് ആണെങ്കിൽ എന്താണ്, അപ്പൊ അതിന്റെ വേറൊരു അതിന്റെ ഹോമോഫോൺ കണ്ടുപിടിക്കാൻ വന്നാല് റൈറ്റ് എന്നുള്ളത് എഴുതി കൊടുത്താൽ പോരെ, റൈറ്റ് എന്നുള്ള റൈറ്റിലേക്ക് പോകാനാന്നുള്ളത് മനസ്സിലാക്കിയാൽ പോരെ. ഹോമോഫോൺ ഈസി അല്ലേ, ഹോമോഫോൺ ഒക്കെ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. ഓക്കെ, യെസ്. ഇനി അടുത്തത് ഇഫ് ഐ വേർ യു ബൈ ഡോഗ്ലസ് ജെയിംസ് എന്നുള്ള ആ ഒരു സ്റ്റോറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ചെറിയൊരു സ്റ്റോറിയാണ്. എന്താണ് ഇഫ് ഐ വേർ യു എന്നുള്ള സ്റ്റോറിയിൽ പറയുന്നത്? ഇതൊരു ക്ലെവർ വിറ്റി ആയിട്ടുള്ള ഒരു മാൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ജെറാൾഡ്. അദ്ദേഹം ഒരു കോട്ടേജിലാണ് ജീവിക്കുന്നത്. ഒരു ദിവസം ഒരു ഇൻട്രൂഡർ എന്ന് പറഞ്ഞാൽ അതായത് വീട്ടിലേക്ക് കടന്നു കയറി വരുന്ന ആൾ കേട്ടോ. അയാൾ എന്താ ചെയ്യുന്നത്, അയാൾ വീട്ടിലേക്ക് വരികയാണ്. അയാൾ ഗൺ പോയിന്റ് ചെയ്യുന്നുണ്ട് അയാൾക്ക് നേരെ, അതായത് നമ്മളെ ജെറാൾഡിന്റെ നേരെ ഗൺ പോയിന്റ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഇൻട്രൂഡർ എന്താണ്, ഒരു ക്രിമിനൽ ആണ്. ഓക്കെ, ഇൻട്രൂഡർ എന്താണ്, ഒരു ക്രിമിനൽ ആണ്. ജെറാൾഡിനെ കൊന്നിട്ട് ജെറാൾഡിന്റെ ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ വിചാരിക്കുകയാണ്. കാരണം ഇയാൾ വിചാരിക്കുകയാണ്, അതായത് ഇൻട്രൂഡർ വിചാരിക്കുകയാണ് ഞാനും ഇയാളും കാണാൻ ഏകദേശം സിമിലർ ആണ്, അപ്പൊ ഇയാളെ കൊന്നു കഴിഞ്ഞ് ഇയാൾ ഐഡന്റിറ്റി ജീവിച്ചാല് എന്നെ പോലീസ് പിടിക്കില്ല. ഇങ്ങനെ വിചാരിച്ചിട്ട് ഇൻട്രൂഡർ എങ്ങോട്ട് വരികയാണ്, ജെറാൾഡിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഒന്നുകൂടി പറയാണ്, ജെറാൾഡ് ഒരു വീട്ടിലൊരു കോട്ടേജിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്. അങ്ങോട്ടേക്ക് ഒരു ഇൻട്രൂഡർ കയറി വരികയാണ്. തോക്കും പിടിച്ചാണ് വരുന്നത്. തോക്കും പിടിച്ച് വരുന്ന ഇൻട്രൂഡർ എന്താ പറയുന്നത്, ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവാണ്, എന്നിട്ട് എനിക്ക് നിങ്ങളുടെ ഐഡന്റിറ്റിയിൽ ജീവിക്കണം എന്ന് പറയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഇൻട്രൂഡർ അങ്ങനെ പറഞ്ഞ സമയത്ത് ഈ ജെറാൾഡ് പേടിച്ചോ? ഇല്ല. ജെറാൾഡ് എന്താ ചെയ്തത്, ആണോ ഞാനും നിങ്ങളെ പോലെ തന്നെ ഒരു ക്രിമിനൽ ആണ്, എന്നെ പോലീസ് പിടിക്കാൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്ന, എന്നിട്ടൊരു ബോക്സ് തുറക്കണം. ബോക്സ് തുറന്നിട്ട് അതിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ കുറച്ച് കത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, മനസ്സിലായി, ഞാനൊരു ക്രിമിനൽ ആണ്, എന്നെയും പോലീസ് പിടിക്കാൻ വരുന്നുണ്ട്, എന്റെ ഐഡന്റിറ്റി ജീവിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയാണ്. അപ്പൊ എന്നെയും പോലീസ് പിടിക്കും, എന്നെ കൊന്നാലും നിങ്ങൾ എന്തായാലും പോലീസ് പിടിക്കും എന്ന് പറയാണ്. അപ്പൊ ഈ ഇൻട്രൂഡർ വിജയിക്കുക, ശരിയാണല്ലോ, ഇപ്പൊ ഇയാളെ കൊന്നിട്ട് വലിയ കാര്യമില്ലല്ലോ. നോക്കിക്കേ, അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, അതായത് പുറത്തേക്കുള്ള വഴിയുണ്ട്, അതിലേക്ക് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് കബോർഡ് തുറന്നു കൊടുക്കുകയാണ്. അപ്പൊ ഈ പൊട്ടനായിട്ടുള്ള ഇൻട്രൂഡർ എന്താ ചെയ്യുന്നത്, അതിലേക്ക് കയറുകയാണ്. അതിലേക്ക് കയറുമ്പോൾ തന്നെ ഡോർ അങ്ങ് ക്ലോസ് ചെയ്തേക്കും. അത് ശരിക്കും ഒരു കബോർഡിന്റെ ഡോർ ആയിരുന്നു. ഡോർ അങ്ങ് ക്ലോസ് ചെയ്യും. ഓക്കെ, ഡോർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചത്, ഇൻട്രൂഡർ അതിനുള്ളിൽ പെട്ടുപോകും, പോലീസിനെ വിളിക്കും, നേരെ ക്രിമിനൽ അതായത് ഇൻട്രൂഡറിന് കൈമാറും. ഇതാണ് സംഭവിക്കുന്നത്. കഥ ക്ലിയർ ആണോ? കഥ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം മക്കളെ. യെസ്. അപ്പൊ ഇൻട്രൂഡർ, യെസ്, ഇപ്പോൾ ഇന്ത്യ വരുന്നുണ്ടല്ലോ, ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം ഐഡി തരാൻ പോകുന്നു. യെസ്, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ജെറാൾഡ് ആരെയും സ്കെച്ച് അല്ലേ, അതായത് ക്യാരക്ടർ സ്കെച്ച് ചോദിച്ച ആൾക്കാർ ഇവിടെ ശ്രദ്ധിക്കണേ. ജെറാൾഡിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും. അതേപോലെ തന്നെ ഇൻട്രൂഡർ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും. ഓക്കെ, ഇത്രയും നേരം ക്യാരക്ടർ സ്കെച്ച് ചോദിച്ച ആൾക്കാർ ഇവിടെ ശ്രദ്ധിക്കുക. ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. യെസ്. ഇനി ക്യാരക്ടർ സ്കെച്ച് അതുകൊണ്ട് മിസ് അവിടെ എടുത്തിട്ടുണ്ട്. ജെറാൾഡിന്റെ ക്യാരക്ടർ എങ്ങനെയാണ്, ജെറാൾഡ് എങ്ങനെയുള്ള ആളാണ്, എന്താ ചെയ്തത്, ഇൻട്രൂഡർ വന്ന് ഇങ്ങനെ തോക്ക് ഇങ്ങനെ ചൂണ്ട, നമ്മൾ നേർക്ക് ഒരാൾ വന്ന് തോക്ക് ചൂടുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, ഞെട്ടിപ്പോലെ പേടിച്ചിങ്ങനെ അന്തം വിട്ട് നിൽക്കും, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ജെറാൾഡ് എങ്ങനെയാണ്, സ്മാർട്ട്, നല്ല ബുദ്ധിയുള്ള ആളാണ്. നിങ്ങളൊരു ക്രിമിനലാ, ഞാനൊരു ക്രിമിനലാണെന്ന് പറയാം. ശരിക്കും ഇയാൾ ക്രിമിനലാണോ? അല്ല, ഇയാളൊരു പ്ലേ റൈറ്റർ ആണ് കേട്ടോ. ഓക്കെ, ജെറാൾഡ് നല്ല സ്മാർട്ടാണ്, വിറ്റിയാണ്, കാമാണ്, കോൺഫിഡന്റ് ആണ്. കാമാണ് അല്ലെ, പെട്ടെന്ന് ഒരാൾ തൂക്കായിട്ട് വരുന്ന സമയത്ത് ഞെട്ടല്ല ചെയ്യുന്നത്, അയാൾ വളരെ കാമായിട്ട് ഡീൽ ചെയ്യുക ചെയ്യുന്നത്. കോൺഫിഡന്റ് ആണ്, എല്ലാവരും വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളാണ് ജെറാൾഡ്. അദ്ദേഹം ശരിക്കും ഒരു പ്ലേ റൈറ്റർ ആണ്, ആക്ടിങ് സ്കിൽസ് ഒക്കെ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇൻട്രൂഡർ എടുത്ത് നല്ല രീതിയിൽ അഭിനയിക്കുന്നത് അല്ലെ. ഓക്കെ, ഇനി ഇൻട്രൂഡർ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ എന്താ എഴുതുക, ക്രിമിനൽ ആണ്, മർഡർ ആണ്, ഓവർ കോൺഫിഡന്റ് ആണ്, പ്രൗഡ് ആണ്, ഇന്റലിജൻസ് അല്ലെ, എൻഡ്സ് അപ്പ് ബീയിങ് ട്രിക്ഡ് ബൈ ജെറാൾഡ് ട്രിക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ജെറാൾഡിനെ ട്രിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഓവർ കോൺഫിഡൻസ് കാരണം എല്ലാം ഫെയിൽ ആയി പോവാണ്. ക്ലിയർ ആണോ? യെസ്. ഇൻട്രൂഡറിന്റെ ജെറാൾഡിന്റെ ക്യാരക്ടർ സ്കെച്ച് വേണം, ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇത് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. യെസ്. ഇനി അടുത്തത് തീം ആൻഡ് മെസ്സേജ്. ഈ ഒരു സ്റ്റോറിന്റെ തീം ആൻഡ് മെസ്സേജ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. തീം ആൻഡ് മെസ്സേജ്. ഇന്റലിജൻസ് ആൻഡ് ക്വിക്ക് തിങ്കിങ് ക്യാൻ ഓവർകം ഡേഞ്ചർ. അതായത് ഇവിടെ നമ്മളെ ജെറാൾഡിന് എന്താ, പ്രസൻസ് ഓഫ് മൈൻഡ് അല്ലെ, പെട്ടെന്ന് ആ ഒരു സമയത്ത് ടെൻസ്ഡ് ആവുകയോ ഷോക്ക് ആവുകയോ ചെയ്യല്ലേ ചെയ്ത്, ആ സമയത്ത് എന്താണ് വളരെ ബ്രില്യൻ്റ് ആയിട്ടല്ലേ, ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഏതൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇടങ്ങേറ് വരുന്ന സമയത്ത് ഞെട്ട് അല്ലെങ്കിൽ ടെൻഷൻ ആവുകയോ ചെയ്യല്ല, അത് ഡീൽ ചെയ്യാൻ നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തുക. ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. വയലൻസ് ആൻഡ് ക്രൈം നെവർ സക്സീഡ് അല്ലെ, ഒരിക്കലും വയലന്റ് ആയിട്ടോ ക്രൈം ചെയ്തുകൊണ്ടോ ഒരിക്കലും നമ്മുടെ ലൈഫിൽ സക്സസ് ആവില്ല. കാംനെസ് ഇൻ എ ക്രൈസിസ് ഇസ് റിയൽ കറേജ്. ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്
സമയത്ത് കാമായി നിൽക്കുക, അതാണ് റിയൽ കറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഡീൽ ചെയ്യുന്നത്. പിന്നെ ഓവർ കോൺഫിഡൻസ് ഒക്കെ പ്രൈഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്തിലേക്കാണ് ലീഡ് ചെയ്യുക, ഫെയിലിയറിലേക്കാണ് ലീഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ തീമായിട്ട് വരുന്നത് കേട്ടോ. ഇത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേണ്ട, നിങ്ങൾക്ക് ഈ ഒരു നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ, താഴെ ലിങ്കിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാന്നില്ല, നിങ്ങൾക്ക് അതും ജസ്റ്റ് ഒന്ന് ആഫ്റ്റർ ക്ലാസ് നിങ്ങൾ അതിലൂടെ ഒന്ന് പോയാലേ നാളെ ഫുൾ മാർക്ക് വാങ്ങാം. ഓക്കെ, യെസ്. ഇനി ഇമ്പോർട്ടൻറ്റ് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഡസ് ദ ടൈറ്റിൽ ഇഫ് ഐ വർ യു? ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ ശ്രദ്ധിക്കുക. ഇഫ് ഐ വർ യു, ഞാൻ നീ ആയിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു സ്റ്റോറിയിലെ ഈ ഒരു ടൈറ്റിൽ എത്രത്തോളം ഇതിന് ആപ്റ്റ് ആണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് സംവൺസ് പ്ലേസ്, ടൈറ്റിൽ മീൻസ് പുട്ടിങ് യുവർ സെൽഫ് ഇൻ സംവൺസ് പ്ലേസ്. ഇവിടെ ജെറാൾഡിന്റെ അടുത്തേക്ക് ഇൻട്രൂഡർ എന്തിനാ വന്നത്? അയാളെ കൊന്നിട്ട് അയാളുടെ ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ അല്ലേ, ഞാനായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഐഡന്റിറ്റിയിൽ ജീവിക്കാനാണ് വരുന്നത്. ദ ഇൻട്രൂഡർ വാണ്ട്സ് ടു become a Gerald by killing him. അപ്പൊ ഇൻട്രൂഡറിന് ആ ജെറാൾഡിനെ കൊന്നിട്ട് ആ ഒരു ഐഡന്റിറ്റിയിൽ ജീവിക്കണം. ബട്ട് ഇൻ ദ എൻഡ് ജെറാൾഡ് എന്താ ചെയ്തത്? ക്ലെവർലി ഇൻട്രൂഡറിനെ ഫീൽ ചെയ്യിക്കുകയാണ്. അതായത് വാട്ട് ഇറ്റ്സ് ലൈക്ക് ടു ബി ഹിം, അതായത് ഞാനായാലും ഒരു കാര്യമില്ല, ഞാനും ഒരു ക്രിമിനൽ ആണ്, നിന്നെ എന്തായാലും പോലീസ് പിടിക്കുക ചെയ്യാന്ന് അവസാനം അയാളെ പറ്റിക്കുകയും അവസാനം അയാളെ ട്രാപ്പിലാക്കുകയും ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. യെസ്, അപ്പൊ ഇതാണ് ഈ ഒരു സ്റ്റോറിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു ഇഫ് ഐ വർ യു എന്നുള്ള ടൈറ്റിൽ ഇതിന് എത്രത്തോളം ആപ്റ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. വാട്ട് ലെസൺ ഡു വി ലേൺ ഫ്രം ദ സ്റ്റോറി? ഈ ഒരു സ്റ്റോറി നമ്മൾ എന്ത് ലെസണാ പഠിക്കുന്നത്? മക്കളെ? നമുക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് വേണം അല്ലേ? യെസ്, പഠിക്കാൻ നോക്കുന്നു, പഠിക്കാം. യെസ്, ഓക്കെ, എന്ത് ലെസൺ ആണ് കിട്ടുന്നത്? വാട്ട് ലെസൺ ഡു വി ലേൺ ഫ്രം സ്റ്റോറി? ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ എന്ത് ലെസൺ ആണ് പഠിക്കുന്നത് നോക്കാം. വി ലേൺ ദാറ്റ് പ്രസൻസ് ഓഫ് മൈൻഡ് ആൻഡ് ഇന്റലിജൻസ് ക്യാൻ സോൾവ് ഈവൻ ദ മോസ്റ്റ് ഡേഞ്ചറസ് പ്രോബ്ലംസ്. നമ്മളെ ലൈഫിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തുണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ അല്ലേ, നമ്മളെ മൈൻഡ് എപ്പോഴും ഉണ്ടാക്കണം. ആ ഒരു മൊമെന്റിൽ നമ്മൾ ഷോക്ക്ഡ് ആവാതെ നമ്മൾ വളരെ കറേജിയസ് ആയിട്ട് വളരെ ആ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കണം. ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. വൺ ഷുഡ് സ്റ്റേ കാം ആൻഡ് തിങ്ക് സ്മാർട്ട്ലി. നമ്മൾ അങ്ങനെയുള്ള ഒരു സ്ട്രഗിൾ വരുന്ന സമയത്ത്, ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് വളരെ ക്ലവർ ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യണം. ഓക്കെ, ഇനി എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാണ്. വാട്ട് ഡസ് ദ പ്ലേ ടീച്ചേഴ്സ് അബൌട്ട് ദ ഹാൻഡ്ലിംഗ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ? ഈ ഒരു പ്ലേയിൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. നോക്കാം. ദ പ്ലേ ടീച്ചേഴ്സ് ഹസ് ടു സ്റ്റേ കാം ആൻഡ് തിങ്ക് വൈസ്ലി ഡ്യൂറിംഗ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഇതുപോലെയുള്ള ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നമ്മൾ വളരെ കാം ആയിട്ട് നിൽക്കുക, പാനിക് ആവാതെ ഇരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കഥയിലൂടെ പഠിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ ആണ് വോ ദ മൈൻഡ് ഇസ് വിത്തൗട്ട് ഫിയർ ബൈ രബീന്ദ്രനാഥ് ടാഗോർ. ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ചാപ്റ്റർ മാത്രം പറയും മിസ് എന്ന് പറഞ്ഞ ആൾക്കാർ ഇവിടെ ശ്രദ്ധിക്കുക. ഈ ചാപ്റ്റർ, അതായത് ഇത് എത്ര മാർക്ക് വരുന്നു? ക്യാരക്ടർ സ്കെച്ച് ആണോ? 5 മാർക്സിനൊക്കെയാണ് പൊതുവേ ക്യാരക്ടർ സ്കെച്ച് വരിക കേട്ടോ. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം നോക്കി വെച്ചാൽ എന്നിട്ട് സ്റ്റോറിന്റെ കാര്യങ്ങളൊക്കെ ഇടയിൽ തള്ളി കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ ജെറാൾഡ് ബ്രില്യന്റ് ആണെന്ന് കാണിക്കുന്ന കുറച്ച് സമയങ്ങളിൽ അതൊക്കെ ഇങ്ങനെ എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. കുറച്ച് എഴുതിയാൽ മതി, എഴുതാണ്ടായാൽ മതി. ജെറാൾഡ് എങ്ങനെയുള്ള ആളാണ്, ശരിക്കും പ്ലെയർ ആയിട്ടുള്ള ആക്ടർ ആണ്, അതുകൊണ്ട് ആ ഒരു സംഭവം അതിൽ യൂസ് ചെയ്താന്നൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി വോ ദ മൈൻഡ് ഇസ് വിത്തൗട്ട് ഫിയർ എന്ന് പറയുന്ന രബീന്ദ്രനാഥ് ടാഗോറിന്റെ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ തുടക്കത്തിൽ പഠിച്ച സ്പീച്ച് ഇല്ലേ, ആരുടെ സ്പീച്ചാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ സ്പീച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ. കാരണം ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പായിട്ട് രബീന്ദ്രനാഥ് ടാഗോർ പറയാണ് ഈ ഒരു ഇന്ത്യ വേണം. എങ്ങനെയുള്ള ഇന്ത്യ? വളരെ പീസ്ഫുൾ ആയിട്ട്, വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട്, അതായത് ഫ്രീ ഓഫ് മൈൻഡ് ആയിട്ട്, വിത്തൗട്ട് ഫിയർ, ആരെയും പേടിക്കാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഇന്ത്യയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോമാണ്. ഇതൊരു പ്രെയർ ആണ്, ദൈവത്തിനോടുള്ള ഒരു പ്രെയർ ആണ്. ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പ് രബീന്ദ്രനാഥ് ടാഗോർ ദൈവത്തോട് പറയാണ്, പേടിക്കാതെ തല ഉയർത്തി വെച്ച് ജീവിക്കാൻ പറ്റണേ ഞങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രെയർ ആണിത്. ഇറ്റ് എക്സ്പ്രസസ് ഹിസ് ഡ്രീം ഓഫ് ഫ്രീ, ബ്രേവ് ആൻഡ് പ്രോഗ്രസീവ് ഇന്ത്യ. ഈ ഒരു കവിതയിൽ, ഈ ഒരു പോയത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഇദ്ദേഹം ഫ്രീ അല്ലെ, ഇന്ത്യ ഫ്രീ ആവാനും അതേപോലെ തന്നെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഇന്ത്യക്ക് വേണ്ടിയിട്ട്, ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ, ഫ്രീഡം ഓഫ് തോട്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി പോയിട്ട് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രേ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പേടിയില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട്, സെൽഫ് റെസ്പെക്റ്റിന് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, കാസ്റ്റ് റിലീജിയൻ ഒന്നും ഇല്ലാത്തൊരു കാസ്റ്റ് റിലീജിയൻ, ഇതാണ് ഞാൻ പറഞ്ഞത്, ജവഹർലാൽ നെഹ്റുവിന്റെ ആ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആണ്. കാസ്റ്റ് റിലീജിയൻ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല പീസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ട്രൂത്ത്, പിന്നെ ഗൈഡ് ലൈഫ്, ഓൾഡ് കസ്റ്റംസ് ആൻഡ് ബ്ലൈൻഡ് ഹാബിറ്റ്സ്, അതേപോലെ ലൈഫ് ആ ബ്ലൈൻഡ് ഹാബിറ്റ്സും അതേപോലെ ട്രഡീഷൻസും ഒക്കെ മാറിയിട്ട് നല്ല രീതിയിൽ എല്ലാവർക്കും യൂണിറ്റിയോട് കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടുമാണ് ആര് പ്രേ ചെയ്യുന്നത്? നമ്മള് രബീന്ദ്രനാഥ് ടാഗോർ പ്രേ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ടാഗോർ കമ്പയർസ് റീസൺ ടു ക്ലിയർ സ്ട്രീം ഓഫ് ഓൾഡ് ഡ്രീം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കട്ടോ.
വാട്ട് ആർ ദ നാരോ ഡൊമസ്റ്റിക് വാൾസ്? യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഷുവർ ഷോർട്ടിലും ഏകദേശം ഇതേപോലെ സിമിലർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. വാട്ട് ആർ നാരോ ഡൊമസ്റ്റിക് വാൾസ്? എന്താണ് നാരോ ഡൊമസ്റ്റിക് വാൾസ് എന്ന് പറയുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ഡിവിഷൻസ് ആൻഡ് prejudices among people such as caste, religion or region that separates them and destroy unity. അപ്പോൾ നാരോ ഡൊമസ്റ്റിക് വാൾസ് എന്ന് പറയുന്നത് വളരെ നാരോ അല്ലെ, വളരെ മെലിഞ്ഞ ഡൊമസ്റ്റിക് വാൾസ് ആണ്. പക്ഷേ ഈ വാൾസ് കാരണം എന്താണ്, ആൾക്കാർ സെപ്പറേറ്റഡ് ആയി പോവാണ്. എങ്ങനെയുള്ള വാൾസ് അത്? കാസ്റ്റിന്റെ പേരിലും ക്ലാസിന്റെ പേരിലും അതേപോലെ റിലീജിയന്റെ പേരിലൊക്കെ ആൾക്കാരെ പരസ്പരം സെപ്പറേറ്റ് ആക്കുന്ന വാൾസ്. ഓക്കെ, ആൾക്കാരെ പരസ്പരം സെപ്പറേറ്റ് ആക്കുന്ന വാൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. യെസ്, ഇനി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനിൽ വരാൻ ചാൻസ് ഉള്ളത് വാട്ട് ഈസ് ഹെവൻ ഓഫ് ഫ്രീഡം? രവീന്ദ്രനാഥ് ടാഗോർ പറയുന്നുണ്ട് ഹെവൻ ഓഫ് ഫ്രീഡം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹെവൻ ഓഫ് ഫ്രീഡം ഇസ് പ്ലേസ് വേർ പീപ്പിൾ ആർ ഫിയർലെസ്. ആർക്കും പേടില്ല, ആർക്കും. അതായത് ബ്രിട്ടീഷുകാരുള്ള സമയമാണ്, കൊളോണിയൽ പീരീഡ് ആണ്, ബ്രിട്ടീഷുകാരുടെ അണ്ടറിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും പേടിച്ചാണ് ജീവിക്കുന്നത്. ഫിയർലെസ് ആയിട്ടുള്ള വേൾഡ് അല്ലേ, ആരും പേടിക്കാതെ ജീവിക്കുന്ന ഒരു ലോകം. അവിടെ സത്യമുണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, എല്ലാവരും ഒരുമിച്ചല്ലേ, ഒരുമയോട് കൂടിയാണ് ജീവിക്കുന്നത്. അങ്ങനെ ഒരു ലോകത്തിന് വേണ്ടി, അങ്ങനെ ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ദർ ആർ നോ നാരോ ഡിവിഷൻസ്. അവിടെ ഡിസ്ക്രിമിനേഷൻ ഇല്ല ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, ക്ലാസ്, റിലീജിയൻ. ഇതിനൊന്നും പേരിൽ ആരും ഡിവൈഡ് ചെയ്യുന്നില്ല, എല്ലാവരും യൂണിറ്റി ഇല്ലേ, ഒറ്റക്കെട്ടായിട്ടാണ് ജീവിക്കുന്നത്. പീപ്പിൾ യൂസ് റീസൺ നോളജ് ടു മേക്ക് ദെയർ ലൈഫ്സ് ബെറ്റർ. എല്ലാവരും എന്താണ്, റീസൺ അല്ലേ, ഓരോരുത്തരും സയന്റിഫിക്കൽ ആയിട്ട് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്, അല്ലാതെ അന്ധവിശ്വാസങ്ങളോ ട്രഡീഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും വളരെ എന്താണ്, റിലീജിയസ് അല്ല, നോളജോട് കൂടിയാണ് ചിന്തിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി അടുത്ത ചാപ്റ്റർ നമ്മൾ നോക്കാൻ പോവാണ്. നമ്മൾ പെട്ടെന്ന് മുന്നോട്ട് പോവാണ്, നമുക്ക് ടൈം ഓൾമോസ്റ്റ് അരയാവാനായിട്ടുണ്ട്. ജെറൻഡ് ക്ലിയർ ആയിട്ട് പറയുമോ? ഇത് കഴിഞ്ഞിട്ട് പറയാട്ടോ. ജെറൻഡ് എന്ന് പറയുന്നത് ഒന്നുകൂടി ക്ലിയർ ആയി ഒന്നുകൂടി പറയാട്ടോ. മൈ സൺ വിൽ നോട്ട് ബി എ ബെഗർ. വേദ് മെഹത്തന്റെ ചാപ്റ്റർ ആണ് കേട്ടോ. ജെറൻഡ് മനസ്സിലാവാത്ത ആൾക്കാർ ഒന്നും കൂടെ പോയി കണ്ടാൽ മതി, അപ്പൊ ക്ലിയർ ആവട്ടോ. ജെറൻഡ് വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല, നൗണിനെ കൂടെ ING വരിക. നൗണിന്റെ കൂടെ ING വരുന്നതിനാണ് ജെറൻഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നൗണിന്റെ കൂടെ ING വരുന്നതാണ്. അതായത് സ്വിമ്മിങ് എന്നുള്ളത്, സ്വിമ്മിങ് ഈസ് 2 സെന്റൻസ് പഠിച്ചാൽ മതി കേട്ടോ. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, എല്ലാ സിനിമന്റെ അടിയിൽ കാണാറില്ലേ, അതൊരു ജെറൻഡ് ആണ്. സ്മോക്കിംഗ് എന്ന് വരുന്നത് അല്ലെ, അതൊരു സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്തിൽ സ്മോക്ക് എന്നുള്ളതാണ് നൗൺ, അതിന്റെ കൂടെ ING വന്നതുകൊണ്ട് അത് ജെറൻഡ് ആണ്. അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, സ്വിമ്മിങ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് എന്ന് പറയുന്നത്, സ്വിമ്മിങ് എന്ന് പറയുന്നത് എന്താണ്, നൗൺ ആണ്, പക്ഷെ അതിന് കൂടെ ING വന്നതുകൊണ്ട് അത് ജെറൻഡ് ആണ്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കാട്ടോ. ചോദിച്ചാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. യെസ്, ഇനി മൈ സൺ വിൽ നോട്ട് ബി എ ബെഗർ എന്ന് പറഞ്ഞ വേദ് മെഹത്തന്റെ സ്റ്റോറിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. വേദ് മെഹത്ത എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ റൈറ്റർ ആണ്. അദ്ദേഹത്തിന് 3.5 വയസ്സിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോവാണ്. ഒരു ചെറിയൊരു ഡിസീസ് വന്നിട്ടാണ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പൊ ഈ നഷ്ടപ്പെട്ടു പോയ സമയത്ത് പിന്നെ അദ്ദേഹത്തിന്റെ പാരന്റ്സിന്റെ ഒരു റിയാക്ഷൻ ആണ് പറയാൻ പോകുന്നത് കേട്ടോ. അതായത് അദ്ദേഹത്തിന് ഫേസസോ കളേഴ്സോ ലൈറ്റോ ഒന്നും അതിനുശേഷം കാണാൻ പറ്റുന്നില്ല. അദ്ദേഹം ബാക്കിയുള്ള സെൻസ് ഓർഗൻസ് അല്ലെ, നമുക്ക് ടച്ച് ചെയ്യുക, ഹിയർ ചെയ്യുക, ഫീൽ ചെയ്യുക, ഇത് മാത്രമേ അദ്ദേഹത്തിന് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. സംസാരിക്കുക, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അമ്മ എന്താ ചെയ്തത്? അമ്മ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാല്, ബ്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ അമ്മ വിശ്വസിച്ച ഒരു കാര്യമാണ്, അത് പണ്ടത്തെ ആൾക്കാരുടെ ഒരു വിശ്വാസമാണ്. ഇതേപോലെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പണ്ട് അമ്മമാര് ചെയ്ത പാപം കൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ആയി പോകുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു അമ്മ. കുറച്ചൊരു സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്സ് ഉള്ള ഒരാളാണ്, ഇന്ത്യക്കാരാണ്. അപ്പം അങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഷീ കൺസിഡർ പണ്ഡിറ്റ്സ് അല്ലെ, അതുകൊണ്ട് തന്നെ ഒരുപാട് പണ്ഡിറ്റ്സിനെയും ഹക്കീംസിനെയും ഒക്കെ കാണാണ്. ഒരുപാട് ഐ ഡ്രോപ്സും ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഐ ഡ്രോപ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവര് ഒരുപാട് റിച്വൽസ് നടത്തുന്നുണ്ട്, പക്ഷെ അതിലൂടെ ഒന്നും ഐസെറ്റ് തിരിച്ചു കിട്ടുന്നില്ല. പക്ഷേ അച്ഛൻ എങ്ങനെയുള്ള ആളാണ്? അച്ഛൻ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള, ഇതേ കഥ ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ടാവും. ഇതേ കഥ നമ്മൾ എപ്പോഴാണ് കേട്ടിട്ടുള്ളത്? ആ ഒരു സ്കോപ്പിയോടെ ആ ഒരു പോം അല്ലെ, അതിലും അതേപോലെ തന്നെ അച്ഛൻ എങ്ങനെയുള്ള ആളായിരുന്നു? കുറച്ചുകൂടി സയന്റിഫിക്കൽ ആണ്, കുറച്ചുകൂടി റാഷണൽ ആണ്, വിവേക ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തത്? പെർമനന്റ് ആയിട്ട് ഈ ഒരു കണ്ണിന്റെ കാഴ്ച തിരിച്ചു വരില്ല എന്ന് മനസ്സിലാക്കാണ് അദ്ദേഹം. എന്നിട്ട് എന്താ ചെയ്തത്? നല്ല രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. അദ്ദേഹം പറയാണ്, അച്ഛൻ പറയാണ്, എന്റെ മകൻ ഒരിക്കലും ഒരു ബെഗർ അല്ല. കാരണം അന്നത്തെ കാലത്ത് കണ്ടു കാണാൻ പറ്റാത്ത ആൾക്കാരൊക്കെ പിന്നീട് എന്താ പറ്റുക? അവരൊക്കെ ബെഗേഴ്സ് ആയിട്ട് അല്ലെ, ബെഗേഴ്സ് ആയിട്ട് ജീവിക്കുക ചെയ്യുക. പക്ഷെ എന്താണ് നമ്മൾ അച്ഛൻ പറയുന്നത്? എന്താണ്? എന്റെ മകൻ ഒരിക്കലും ബെഗർ ആവില്ല, അവന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാണ്. ഡോക്ടർ RM ഹാൾഡർ എന്ന് പറഞ്ഞ പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക് അയക്കുകയാണ്. എന്നിട്ട് അവിടെ ബോംബെയിലാണ്, അവിടെ പിന്നെ കണ്ണിന് ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ പോവുകയും നമ്മളെ വേദ് മെഹത്ത എന്നാണ്, നല്ലൊരു വേദ് മെഹത്തന്റെ ഒരു ഓട്ടോബയോഗ്രഫിയാണ് കേട്ടോ അത്. വേദ് മെഹത്ത എന്താ ചെയ്യുന്നത്? നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടി. അദ്ദേഹം അതിനുശേഷം ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ എത്തിയും അല്ലെ, നല്ലൊരു റൈറ്റർ ആവുകയും ജേർണലിസ്റ്റ് ആവുകയൊക്കെ ചെയ്യാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ഒരു സ്റ്റോറി ക്ലിയർ അല്ലേ? ഓക്കെ,
ഞാൻ ഈ ക്വസ്റ്റൻ ആൻസേഴ്സും എല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്യാണ്, ബിക്കോസ് ഓൾറെഡി നമ്മൾ ഈ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക ഇതാണ് കേട്ടോ, കമ്പയർ വിത്ത് മെഹത്താസ് ഫാദർ ആൻഡ് മദർ. ഫാദർ എങ്ങനെയുള്ളതാണ്, മദർ എങ്ങനെയുള്ള, മദർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ. മദർ കുറച്ചും കൂടെ മദർ കുറച്ചും കൂടെ എന്താണ് സൂപ്പർസ്റ്റീഷ്യസ് ബിലീവ് ഉള്ള ആളാണ്. ഹെർമിറ്റിനെയും അതേപോലെ തന്നെ പണ്ഡിറ്റ്സിനെയൊക്കെ കണ്ടിങ്ങനെ ഐഡ്രോപ്സ് ഒക്കെ കുറ്റിച്ച് റിച്വൽസ് ഒക്കെ നടക്കുകയാണ്. അമ്മ വിശ്വസിക്കുന്ന കാര്യം എന്താണ്, ഞാൻ പണ്ടെന്തോ ചെയ്തു പോയ പാപം കൊണ്ടാണ് എന്റെ മോൻ ഇങ്ങനെ ആയി പോയതെന്ന് വിശ്വസിക്കുന്ന ആളാണ് അമ്മ. പക്ഷെ അച്ഛൻ എന്താണ് കുറച്ചുകൂടി സയന്റിഫിക്കലായിട്ട് കുറച്ചുകൂടി റാഷണൽ ആയിട്ട് ചിന്തിക്കുന്ന ആളാണ്. അച്ഛന് മനസ്സിലാവണം ഈ ബ്ലൈൻഡ്നെസ് ഒരിക്കലും മാറില്ല, മകൻ എല്ലാ കാലം ബ്ലൈൻഡ് ആയിരിക്കും, അതുകൊണ്ട് ബെസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുത്തോണ്ടേ കാര്യമുള്ളൂ അച്ഛൻ വിശ്വസിക്കുകയാണ്. ഇത്രേ ഉള്ളൂ കഥ കേട്ടോ, വളരെ സിമ്പിൾ ആണ്. യെസ്, ഇനി വില്ല്, ഷോള്, വുഡ്, ഷുഡ് ഇതെവിടെയാണ് യൂസ് ചെയ്യുക, ഇതെവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നുമില്ല, ഇതൊക്കെ എന്താണ് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യുന്നതാണ് അല്ലെ. വില്ല്, ഷോള്, ഷുഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഓക്സിലറി വേർബ്സ് ആണ്. വില്ല്, ഷോള് ടു എക്സ്പ്രസ് ഫ്യൂച്ചർ ഓർ ഡിറ്റർമിനേഷൻ. വില്ല്, ഷോള് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക, ഫ്യൂച്ചറിലുള്ള എന്തെങ്കിലും ഒരു ഡിറ്റർമിനേഷൻ. ഐ വിൽ പാസ് എക്സാം, ഐ വിൽ പാസ് എക്സാം എന്ന് പറയുന്നത് ഞാൻ എക്സാം പാസ് ആവും അല്ലെ, അതൊരു ഡിറ്റർമിനേഷൻ ആണ്. ഐ വിൽ നോട്ട് ബി എ ബെഗർ, ഞാൻ ഒരിക്കലും ബെഗർ ആവില്ല എന്ന് പറയുന്നത് ഒരു ഡിറ്റർമിനേഷൻ. ഐ ഷാൾ പോസ്റ്റ് ദിസ് ലെറ്റർ ടുമോറോ, നാളെ ഞാൻ ഈ ഒരു ലെറ്റർ പോസ്റ്റ് ചെയ്യും, അത് ഫ്യൂച്ചർ കാണിക്കുന്നതാണ്. വി ഷാൾ വിസിറ്റ് യു നെക്സ്റ്റ് വീക്ക്, ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് നിന്നെ വിസിറ്റ് ചെയ്യും എന്ന് കാണിക്കുന്നത് എന്താണ്, അത് ഫ്യൂച്ചറിൽ അല്ലെ, ഫ്യൂച്ചർ ടെൻസ് ആണ്, ഫ്യൂച്ചറിലേക്ക് നമ്മൾ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇന്നല്ല നാളെ അല്ലെ മറ്റന്നാൾ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വില്ലോ, ഷോളോ, ഷുഡ് ഒക്കെ യൂസ് ചെയ്യുക. ഓക്കെ, ഈ ഷുഡ് വുഡ്, ഷുഡ് എപ്പോഴാണ് യൂസ് ചെയ്യുക, ഷുഡ്, യു ഷുഡ് സ്റ്റഡി വെൽ, നീ നന്നായിട്ട് പഠിക്കണം. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു അഡ്വൈസ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക ഡ്യൂട്ടി ആണ് അല്ലെ, ഒരു അഡ്വൈസ് ആണ്. യു ഷുഡ് സ്റ്റഡി വെൽ, നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം, എന്നാലേ നാളെ നല്ല എക്സാമിന് മാർക്ക് വാങ്ങാൻ പറ്റും ഞാൻ പറയാണ്. അപ്പോൾ ഇതൊരു അഡ്വൈസ് ആണ്. യു ഷുഡ് സ്റ്റഡി വെൽ, നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം എന്ന് പറയാണ്. യു ഷുഡ് സീ എ ഡോക്ടർ, നിങ്ങൾ ഒരു ഡോക്ടറെ കാണണം. യു ഷുഡ് ഹെൽപ്പ് ദ പുവർ, നിങ്ങൾ അതൊരു അഡ്വൈസ് ആണ് അല്ലെ, നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കണം, ഒരു അഡ്വൈസ് തരികയാണ്. യു ഷുഡ് നോട്ട് സ്റ്റിൽ, നീ ഒരിക്കലും കക്കാൻ പാടില്ല എന്ന് പറയാണ്. അതും ഒരു എന്താണ് അഡ്വൈസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് വുഡ് ആണ്. വുഡ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുക, പൊളൈറ്റ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പാസ്റ്റ് ഹാബിറ്റ് പറയുന്ന സമയത്താണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുക. മൈ മദർ വുഡ് പുട്ട് സുറുമ ഇൻ മൈ ഐസ്, അതായത് എൻ്റെ അമ്മ കണ്ണില് കൺമഷി ഇടാറുണ്ടായിരുന്നു, കണ്ണിലെ കൺമഷി ഇട്ട് തരാറുണ്ടായിരുന്നു എന്നുള്ളത് ചെയ്തുകൊണ്ടിരുന്ന കാര്യം, പാസ്റ്റിലെ ഒരു പാസ്റ്റ് ഹാബിറ്റ് ആണ്, പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതേപോലെ മൈ മദർ വുഡ് പെർഫോം റിച്വൽസ്, ഇതൊക്കെ ഒരു പാസ്റ്റ് ഹാബിറ്റ് കാണിക്കുന്നതാണ് അല്ലെ. എൻ്റെ അമ്മ അത് ചെയ്യാറുണ്ടായിരുന്നു, എൻ്റെ അമ്മ ഇത് ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ. ഐ വുഡ് ബാത്ത് ഇൻ പോണ്ട്, ഞാൻ എന്താണ് പോണ്ടിൽ അല്ലെ കുളത്തിൽ കുളിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ പാസ്റ്റ് ഹാബിറ്റിനെ കാണിക്കുന്നതാണ്. ക്ലിയർ ആണോ? യെസ്. ഇനി അടുത്തത് ആഡ്വേർബ്, അഡ്ജക്റ്റീവ് ആണ്. ആഡ്വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ശ്രദ്ധിക്കണേ മക്കളെ, പെട്ടെന്ന് പറയാണ്. ആഡ്വേർബ് എന്ന് കഴിഞ്ഞാൽ ഇതുവരെ ഇത് ശ്രദ്ധിക്കാത്ത ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കണേ. വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറയാ, പ്രവൃത്തി എന്നുള്ള എല്ലാവരും ക്ലിയർ അല്ലേ, ഓടുക, ചാടുക, ഇരിക്കുക, നടക്കുക. അപ്പൊ ഞാൻ പറയാണ് ഷീ റൺസ് ഫാസ്റ്റ്, അവള് സ്പീഡിലാണ് ഓടുന്നത്. അവൾ എങ്ങനെയാ ഓടുന്നത് എന്നാ പറയുന്നത്. എങ്ങനെയാണ് ഓടുക എന്നുള്ളത് പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിനെ ഞാൻ വിശേഷിപ്പിക്കുകയാണ് സ്പീഡില് അല്ലെ, സ്പീഡിലാണ്. ഷീ റൺസ് സ്പീഡ്ലി എന്ന് പറയാണ്. അപ്പോൾ അവിടെ സ്പീഡിലെ ഫാസ്റ്റ്ലി എന്ന് പറയണം, വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടുന്നത്. അപ്പോൾ ആ ഒരു ഓട്ടത്തിന് വിശേഷിപ്പിക്കുകയാണ് അല്ലെ. ഷീ ഈറ്റ്സ് ഫാസ്റ്റ്ലി, അവള് സ്പീഡിലാണ് കഴിക്കുന്നത്. ഷീ ഈറ്റ്സ് സ്ലോലി, അവൾ പതുക്കെയാണ് കഴിക്കുന്നത്. ഷീ റൈറ്റ്സ് നീറ്റ്ലി, അവൾ എഴുതുന്നത് നല്ല നീറ്റ് ആയിട്ട്. അപ്പൊ ചെയ്യുന്ന പ്രവൃത്തിനെ വർണ്ണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ് ഏതാണോ അതാണ് ആഡ്വേർബ്. ചെയ്യുന്ന പ്രവൃത്തിനെ, ഓക്കെ, ചെയ്യുന്ന വേർബിനെ വിശേഷിപ്പിക്കാൻ, ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ ആഡ്വേർബ് എന്ന് പറയാ. ഓക്കെ, ചെയ്യുന്ന വേർബിനെ വിശേഷിപ്പിക്കാൻ, ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് ആഡ്വേർബ് എന്ന് പറയാ. വാട്ട് ഈസ് അഡ്ജക്റ്റീവ്? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നൗണിനെ വിശേഷിപ്പിക്കുക. അതായത് ഞാൻ പറയാണ് ഷീ ഈസ് എ ടോൾ ബോയ് എന്ന് പറയാം, അവൻ നല്ല ടോൾ ബോയ്, നല്ല നീണ്ട ബോയ് ആണ്. ഷീസ് എ ഷോർട്ട് ഗേൾ എന്ന് പറയാം, അവളൊരു ഷോർട്ട് ഗേൾ ആണ് പറയാം. അല്ലെങ്കിൽ ഷീസ് എ ക്യൂട്ട് ഗേൾ എന്ന് പറയാം, അവളൊരു ക്യൂട്ട് ആയിട്ടുള്ള ഗേൾ ആണ്, ചബ്ബി ആയിട്ടുള്ള ഗേൾ ആണ്, അല്ലെങ്കിൽ അവനൊരു ഷാബി ആയിട്ടുള്ള ബോയ് ആണ്. അപ്പൊ ഇവിടെയൊക്കെ ഞാൻ എന്താണ് ഒരാളെ വിശ്വസിപ്പിക്കുക അല്ലെ. ഇനി ഒരു സ്ഥലം പറയാണ്, ഇറ്റ് ഈസ് എ നീറ്റ് പ്ലേസ് എന്ന് പറയാം. താജ്മഹൽ ഈസ് എ നീറ്റ് പ്ലേസ് എന്ന് പറയാം. നീറ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് വിശേഷിപ്പിക്കുകയാണ് അല്ലെ. എന്തിനാ വിശേഷിപ്പിക്കുന്നത്, ആ പ്ലേസിനാണ് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നൗണിനെ വിശേഷിപ്പിക്കാൻ പറയുന്നതിനാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. യെസ്. ഓക്കെ, യൂസ് ടു, വുഡ് ടു, ഇതും അതെ നമ്മൾ നേരത്തെ വുഡ് പഠിച്ചില്ലേ, വുഡ് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന, ഹാബിറ്റ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് യൂസ്ഡ് ടു എന്ന് പറയുന്നത് കേട്ടോ. ഹാബിറ്റ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് യൂസ് ടു എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ചാപ്റ്റർ കേട്ടോ. വുഡ് പെർഫോം റിച്വൽസ്. അതേപോലെ നമുക്ക് ഇന്ന് പറയാം ഷീ യൂസ് ടു പുട്ട് മൈ ഡ്രോപ്സ് അല്ലെ. ഷീ യൂസ് ടു പുട്ട് ഐ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ ഐ ഡ്രോപ്സ് ഉറ്റിക്കാറുണ്ടായിരുന്നു അല്ലെ, ആ ഒരു പാസ്റ്റിൽ അതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഐ യൂസ് ടു ബാത്ത് ഇൻ പോണ്ട് എന്ന് പറയാണ്, പോണ്ടിൽ ഞാൻ കുളിക്കാറുണ്ടായിരുന്നു. പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹാബിറ്റ് ഞാൻ പറയാണ്.
അതിനാണ് നമ്മൾ എന്ത് പറയാ, യൂസ് ടു വുഡ് യൂസ് ചെയ്യുക, യൂസ് ടു അല്ലെങ്കിൽ വുഡ് യൂസ് ചെയ്യുക. ക്ലിയർ ആണോ? യെസ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഒരു ചാപ്റ്റർ കൂടിയാണ് എ കേസ് ഓഫ് സസ്പീഷ്യസ് ബൈ ഇ വെലൈസിന്റെ എ കേസ് ഓഫ് സസ്പീഷ്യസ് എന്നുള്ള ചാപ്റ്റർ ആണ്. ഇതിൽ ഡോക്ടർ ബെൻസൺ എന്ന് പറയുന്ന ആള് വളരെ സെൻട്രൽ ക്യാരക്ടർ ആണ്. ഇദ്ദേഹം ഒരു ഡോക്ടറാണ്, കൺട്രി ഡോക്ടറാണ്. രാത്രിയിൽ ഒരു കോൾ വരികയാണ്, ഇദ്ദേഹത്തിന് രാത്രിയിൽ ഒരു കോൾ വരികയാണ്. വിളിക്കുന്നത് ഒരു സ്ത്രീയാണ്. സ്ത്രീയുടെ പേര് മിസസ് ഓഡ് സോർലി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് രാത്രിയിൽ വിളിക്കുന്നത്. വിളിച്ചു പറയാണ് എന്റെ ഡെലിവറിക്കുള്ള ടൈം ആയിട്ടുണ്ട്, പെയിൻ വന്നിട്ടുണ്ട്, ഡോക്ടർ പെട്ടെന്ന് എത്തണം പറയാണ്. ഇദ്ദേഹം വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. ഇതിനു മുമ്പ് നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വാച്ച്മാനെ കണ്ടു അല്ലെ, വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ബെൻസൺ എന്ന് പറയുന്നത്. അദ്ദേഹം അന്ന് രാത്രി നല്ല കാറ്റും മഴയുള്ള സമയമാണ്. അദ്ദേഹം കാറും എടുത്തിട്ട് മിസ്സസ് ഓഡ് സോർലിന്റെ വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഡോക്ടേഴ്സിന് അങ്ങോട്ട് പോയി കാണുകയല്ലേ ചെയ്യുക, പക്ഷെ അവിടെയൊക്കെ നേരെ തിരിച്ചാണ് ഡോക്ടേഴ്സ് വീട്ടിലേക്ക് വന്നിട്ടാണ് പരിശോധിക്കുക കേട്ടോ. അപ്പോ നല്ല കാറ്റും മഴയൊക്കെയുള്ള നൈറ്റ് ആണ്. അപ്പോൾ അദ്ദേഹം സോർലിന്റെ ഫാം ആ ഒരു വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വഴിയിൽ എന്താണ് അദ്ദേഹം ഒരാളെ കാണാണ്. അദ്ദേഹം ലിഫ്റ്റ് ചോദിക്കാണ്. അങ്ങനെ ആ ഒരു കാറിലേക്ക് കയറി അദ്ദേഹം പറയാണ് ഞാൻ ഇവാനാണ്, എൻ്റെ പേര് ഇവാൻ എന്ന് പറയാണ്. ഞാനൊരു ട്രക്ക് ഡ്രൈവർ ആയിരുന്നു. വാറിന്റെ സമയത്ത് ഞാൻ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, ഞാനിപ്പോൾ ജോബ്ലെസ് ആണ്, ജോലി തേടി പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയാണ്. ഇവാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനല്ല, ഒരു മിഡിൽ ഏജ് ഉള്ള ഒരാള്. അദ്ദേഹത്തിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അവർ സംസാരിക്കുന്ന സമയത്ത് നമ്മളെ ഡോക്ടർ ബെൻസന്റെ പോക്കറ്റിൽ സിഗരറ്റ് എടുത്ത് ഇദ്ദേഹം പെർമിഷൻ ഇല്ലാതെ എടുത്ത് വലിക്കുകയും അദ്ദേഹം വളരെ പല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ബെൻസന് വളരെ അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാണ്. ഓക്കെ, അതായത് പെർമിഷൻ ഇല്ലാതെ സിഗരറ്റ് എടുക്കുക, അത് ലൈറ്റ് കത്തിക്കുക. അപ്പൊ ഇദ്ദേഹത്തിന് എന്തോ ഒരു അൺകംഫർട്ടബിൾ ആയി തോന്നുകയാണ്. അങ്ങനെ കുറച്ച് ഡ്രൈവ് ചെയ്ത സമയത്താണ് ഡോക്ടർ ബെൻസൺ ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വാച്ച് മിസ്സിംഗ് ആണ്. അപ്പം പെട്ടെന്ന് എന്താ ചെയ്യാ, കൂടെ ഉള്ളത് ആരാണ്, ഇവാനാണ് അല്ലെ. ഇവാന് ഇതിനു മുമ്പ് വാച്ച് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ ഇവാന്റെ വന്നതിന് ശേഷം വാച്ചില്ല. അപ്പം ഇയാൾക്ക് എന്ത് തോന്നാണ്, ഇവാൻ ഒരു കള്ളനാന്ന് തോന്നാണ്. ഓക്കെ, അപ്പൊ ബെൻസൺ എന്താ ചെയ്യുന്നത്, കയ്യിലുള്ള പെസ്റ്റിൽ വെച്ചിട്ട് ഇയാളെ നേരെ മര്യാദയ്ക്ക് എന്നെ വാച്ച് തന്നു എന്ന് പറയാണ്. അപ്പൊ ബെൻസൺ എന്താ ചെയ്യുന്നത്, കയ്യിലുള്ള വാച്ച് വേഗം ഊരി കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഡോക്ടർ ബെൻസൺ അവിടെ മിസ്സസ് ഓട്ട്ലിന്റെ വീട്ടിലെത്തുകയും അവരെ ചികിത്സിക്കുകയൊക്കെ ചെയ്യാണ്. അതിനുശേഷം മിസ്സസ് ഓട്ട്ലിയോട് പറയാണ് ഞാൻ വരുന്ന വഴിക്ക് ഒരു കള്ളനെ കണ്ടു, അയാൾ എന്നെ വാച്ച് മോഷ്ടിക്കാൻ നോക്കി, ഞാൻ വളരെ ബ്രില്യൻ്റ് ആയതുകൊണ്ട് എന്റെ വാച്ച് എനിക്ക് തിരിച്ചു കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ വാച്ച് എടുത്ത് നോക്കുന്ന സമയത്താണ് അത് അയാളുടെ വാച്ചല്ല, അത് ആരുടെ വാച്ചാണ്, അതിന് ബേക്ക് എഴുതിയിട്ടുണ്ട് ടു ഇവാൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. എന്തിനാണ് അവരെ, അതായത് അദ്ദേഹം ഒരു വാറിൽ ആംബുലൻസ് ഡ്രൈവർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അവിടെയുള്ള ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്തതിന് പിന്നെ താങ്ക് യു പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ള ഒരു വാച്ചാണ് അത്. ഓക്കെ, ഒരു പ്രസന്റ് ആയിട്ട് കൊടുത്തുള്ള വാച്ചാണ് അയാൾ ഊരി കൊടുത്തിട്ടുള്ളത്. അതായത് ഇവാന് പെട്ടെന്ന് പെസ്റ്റിൽ കാണിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ പേടിച്ചിട്ട് സ്വന്തം വാച്ചാണ് ഊരി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇയാൾക്ക് ഡോക്ടർ ബെൻസൺ എന്തോ ഒരു കുറ്റബോധം തോന്നുകയാണ്. കാരണം എന്താണ്, ഞാൻ അയാളുടെ ലുക്സ് വെച്ചിട്ട് അല്ലേ, ഹി ജഡ്ജ് ബിക്കോസ് ഓഫ് ദ ലുക്സ് ഓഫ് ദാറ്റ് പേഴ്സൺ. അതായത് ആകെ ഒരു ഷാബി ആയിട്ട് ഇങ്ങനെ ഇവിടെ ഒരു വൂണ്ടൊക്കെ ആയിട്ട്, നമ്മളെ ഒരു കൊള്ളക്കാർക്കൊക്കെ ആണ് ഇവിടെ ഒരു വൂണ്ട് ഉണ്ടാവും അല്ലെ, അങ്ങനെ ഒരു വൂണ്ടൊക്കെ ഉള്ള ഒരു മനുഷ്യനെ കണ്ടപ്പോൾ കള്ളനാന്ന് ഇയാളെ തെറ്റിദ്ധരിക്കുകയാണ്. ഓക്കെ, അതായത് ഇയാളെ റോങ് ആയിട്ട് ജഡ്ജ് ചെയ്യാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതിൽ ഇയാൾക്ക് ഒരു കുറ്റബോധം തോന്നുകയാണ്. മനസ്സിലായോ? വളരെ ഈസി അല്ലേ? അപ്പൊ ഇവിടെ വരുന്ന തീം എന്ന് പറയുന്നത് ഡോണ്ട് ജഡ്ജ് പീപ്പിൾ ബൈ അപ്പിയറൻസ്. ഒരാളുടെ ലുക്ക് കൊണ്ട്, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ പേജ് എന്ന് പറയാറുണ്ട് അല്ലെ, അതേപോലെ തന്നെ ഇവിടെ എന്താണ്, ലുക്ക് വെച്ച് ജഡ്ജ് ചെയ്യാൻ പാടില്ല. സസ്പിഷൻസ് ക്യാൻ ലീഡ് ടു മിസ്അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ ഒരാളെ സംശയിച്ചു കഴിഞ്ഞാൽ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിലേക്ക് ലീഡ് ചെയ്യും. ഫിയർ ക്യാൻ മേക്ക് ഇവൻ വൈസ് പേഴ്സൺ ആക്ട് റോങ്ലി. ഫിയർ, പേടി ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, പേടിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എന്താ ചെയ്യുന്ന ഓർമ്മ ഉണ്ടാവില്ല അല്ലെ. പേടി കൊണ്ടാണ് അയാളെ സ്വന്തം വാച്ച് ഊരി കൊടുത്തത്. അയാൾക്ക് പറയും നിങ്ങളെ വാച്ചിന്റെ കയ്യിലില്ല, എന്ത് എന്റെ വാച്ചാന്ന് പറയും, പക്ഷെ പേടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതായി പോയി. ഓക്കെ, ഇതിലത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഹു വാസ് ഇവാൻ? ആരായിരുന്നു ഇവാൻ? ഇവാൻ ഒരു ട്രക്ക് ഡ്രൈവർ ആയിരുന്നു. ആർമി ആംബുലൻസിൽ വർക്ക് ചെയ്ത ഒരാളായിരുന്നു. ഇദ്ദേഹം ഇപ്പൊ ജോബ്ലെസ് ആണ്, ജോബ് അന്വേഷിച്ച് പോവാണ്. വൈ ഡി ഡോക്ടർ സസ്പെക്ട് ഇവാനെ സസ്പെക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് വാച്ച് കാണാനില്ല, അതേപോലെ തന്നെ ഇവാന്റെ ഫേസിൽ ഒരു സ്കാർ ഉണ്ടായിരുന്നു. അതേപോലെ ഇദ്ദേഹത്തിന്റെ ഒരു സ്ട്രേഞ്ച് ബിഹേവിയർ അല്ലേ, സിഗരറ്റ് അടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്ത ഒരു ബിഹേവിയറും, അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ഷാബി അപ്പിയറൻസോ കൊണ്ട് എന്താ തോന്നുന്നത്, ഇവാൻ ഒരു കള്ളനാണ് ഇയാളെ ജഡ്ജ് ചെയ്യാണ്, ഡോക്ടർ ബെൻസണ് ജഡ്ജ് ചെയ്യാണ്. ഓക്കെ, വാട്ട് വാസ് ദ ട്രൂത്ത് അബൌട്ട് ദ വാച്ച്? വാച്ചിനെ പറ്റിയുള്ള ട്രൂത്ത് എന്തായിരുന്നു? അത് ശരിക്കും ഇവാന്റെ വാച്ചായിരുന്നു. അത് ഇവാന്റെ അവിടെ സോൾജിയേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു വാച്ചാണ്. അയാൾ ശരിക്കും ഒരു കള്ളനല്ലായിരുന്നു അല്ലെ. യെസ്. ഇനി അടുത്തത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനിൽ വരാൻ ചാൻസ് ഉള്ളത് ഹൗ ഡസ് ദ സ്റ്റോറി ഷോ ദാറ്റ് അപ്പിയറൻസ് ക്യാൻ ബി ഡിസീവിങ്. അപ്പിയറൻസ് എന്താണ് ഡിസീവിങ് ആവാമെന്ന് തോന്നിക്കുന്ന ഒരു കാര്യം എന്താണ്? കാരണം ഇദ്ദേഹത്തിന് ഒരു ഷാബി അപ്പിയറൻസ് ആയിരുന്നു, ഇവിടെ ഒരു വൂണ്ട് ഉണ്ട്, ഒരു സ്കാർ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ട് അയാളെ കൊണ്ട് എന്താ വിചാരിക്കുന്നത്, അയാൾ ഒരു കള്ളനാണെന്ന് തോന്നിക്കാണ് അല്ലെ. അതുകൊണ്ടാണ് ഇയാളെ സംശയിച്ചത് അല്ലെ. ആ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. ഇവാൻസ് ലുക്ക് ഷാബി, ഒരു സ്കാർ ഉണ്ട് ഫേസിൽ. അപ്പം വളരെ ബിഹേവ് ചെയ്യുന്നതൊക്കെ വളരെ കാഷ്വലി ആണെങ്കിൽ കൂടെ ഡോക്ടർ അയാളെ ഡൗട്ട് ചെയ്യാണ് ഇയാളൊരു കള്ളനാണെന്നുള്ളത്. ഇവാൻ ശരിക്കും ഒരു ബ്രേവ് സോൾജിയർ ആയിരുന്നു അല്ലെ, വാറിലൊക്കെ ഒരുപാട് ആൾക്കാരെ സേവ് ചെയ്തിട്ടുള്ള ഒരു സോൾജിയർ ആണ്. പിന്നെ അതേപോലെ തന്നെ
ജഡ്ജ് പീപ്പിൾ. അതേപോലെ ഒരാളുടെ ബോഡിയിലെ ഒരാളുടെ അപ്പിയറൻസ്, ഫിസിക്കൽ അപ്പിയറൻസ് കണ്ട് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിപ്പിക്കുന്നത്. മക്കളെ അങ്ങനെ ഫൈനലായിട്ട് നമ്മൾ ലാസ്റ്റ് ഗ്രാമറിലേക്ക് എടുത്താണ് കേട്ടോ. ലാസ്റ്റ് ഗ്രാമറിലെ റിപ്പോർട്ടഡ് സ്പീച്ച്, ഡയറക്റ്റ് ടു ഇൻഡയറക്ട് സ്പീച്ച്, ഡയറക്റ്റ് സ്പീച്ച് എങ്ങനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റാം എന്നാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ലാസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് ആണ്. റിമൂവ് കോമാസ്, കൊട്ടേഷൻ മാർക്സ്, അതായത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡയറക്റ്റ്, എന്റെ മക്കളെ എല്ലാവർക്കും ഡൗട്ട് ഉള്ള കാര്യമാണ്, ഇവിടെ ശ്രദ്ധിക്കണേ. ഒരു ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റുന്ന സമയം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. നമ്മൾ ആദ്യം കോമയൊക്കെ അല്ലേ, കോമയും കൊട്ടേഷൻ മാർക്കൊക്കെ അല്ലേ, ഒരാൾ പറഞ്ഞ കാര്യം പറയുമ്പോൾ കോമയും കൊട്ടേഷൻ മാർക്കൊക്കെ ഉണ്ടാവും അല്ലേ, അതൊക്കെ ആദ്യം എടുത്ത് മാറ്റുക. ഓക്കെ, അതൊക്കെ എടുത്ത് മാറ്റുക. ചേഞ്ച് പ്രൊനൗൺസ് ആൻഡ് ടെൻസ് ആസ് നീഡഡ്. അപ്പോൾ അതേപോലെ ചേഞ്ച് പ്രൊനൗൺസ് ആൻഡ് ടെൻസ്, പ്രൊനൗണും ടെൻസും ഒക്കെ എന്താക്കുക, എടുത്ത് മാറ്റുക. യൂസ് ദാറ്റ് ഇഫ് വെദർ ഡിപ്പെൻഡിങ് ഓൺ ദി സെന്റൻസ് ടൈപ്പ് അനുസരിച്ച് ഇഫോ വെദറോ ഒക്കെ യൂസ് ചെയ്യുക, ഇഫോ വെദറോ യൂസ് ചെയ്യുക. അതേപോലെ നൗ ദെൻ ടുഡേ ഒക്കെ ആണെങ്കിൽ ദാറ്റ് ഡേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് മാറ്റുക. നോക്കുക, സെന്റൻസ് വരുന്ന സമയത്ത് കുറച്ചും കൂടി മനസ്സിലാവും കേട്ടോ. നോക്കുക, ദിസ് ഈസ് എ ഡോക്ടർ ബെൻസൺ ഹി സെഡ്. ഡോക്ടർ ബെൻസൺ പറയാണ്, ദിസ് ഈസ് എ ഡോക്ടർ എന്ന് പറയാണ്, ദിസ് ഈസ് എ ഡോക്ടർ ബെൻസൺ ഹി സെഡ്. ഓക്കെ, അപ്പോ ഹി സെഡ് ദാറ്റ് ഹി വാസ് ഡോക്ടർ ബെൻസൺ. ഒരു സെന്റൻസ് നമ്മൾ സിമ്പിൾ പ്രസന്റിലുള്ള സെന്റൻസ് ആണിത്. സിമ്പിൾ പ്രസന്റിലുള്ള സെന്റൻസ് എന്താക്കും, സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റും. ഓക്കെ, ഹി വാസ് ഡോക്ടർ ബെൻസൺ എന്നുള്ള രീതിയിൽ മാറ്റും കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ പ്രസന്റ് സെന്റൻസ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റും. ആർ യു ഗോയിങ് ഫോർ ആസ് ദ ഡോക്ടർ എന്നുള്ളത് എന്താവും, ദ ഡോക്ടർ ആസ് വെദർ ഹി വാസ് ഗോയിങ് ഫാർ. ഇതെന്തായി, പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റി വെദർ എന്ന് യൂസ് ചെയ്തു അല്ലെ. നേരത്തെ സെന്റൻസിൽ എന്താ യൂസ് ചെയ്തത്, ദാറ്റ് ആണ് യൂസ് ചെയ്തത്, ഇതിൽ വെദർ ആണ് യൂസ് ചെയ്തത്. കുഡ് യു ഗിവ് മീ എ സിഗരറ്റ്, ഇവാൻ ആസ്ക്ഡ് ഫോർ എ സിഗരറ്റ്. ഓക്കെ, ഫോർ എ സിഗരറ്റ് എന്നായി. ഓക്കെ, ഒരാൾ പറഞ്ഞ കാര്യം മാറ്റുന്ന സമയത്ത് അവിടെ നമ്മൾ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കൺജക്ഷൻ ശ്രദ്ധിക്കണം. അതേപോലെ കോമാസ് എടുത്ത് മാറ്റണം. അതേപോലെ തന്നെ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. ക്ലിയർ ആണോ? ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതാ ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തട്ടോ. എന്താണ് സിമ്പിൾ പ്രസന്റ്, എന്താണ് സിമ്പിൾ പാസ്റ്റ്, എന്താണ് സിമ്പിൾ കണ്ടിന്യൂസ്, പ്രസന്റ് കണ്ടിന്യൂസ്, എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ്, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. യെസ്, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫ്രേസൽ വെർബും കൂടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. വാട്ട് ഈസ് ഫ്രേസൽ വെർബ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലുക്ക് അറ്റ് അല്ലേ, ലുക്ക്ഡ് ഫോർ, ലുക്ക്ഡ് ആഫ്റ്റർ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പുട്ട് വെച്ചിട്ടുള്ളതാണ്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പുട്ട് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റിംഗ്വിഷ് ലൈക്ക് കെടുത്ത. ഓക്കെ, തീ കെടുത്ത, എക്സ്റ്റിംഗ്വിഷ് ചെയ്യുക. ഓക്കെ, പ്ലീസ് പുട്ട് ഔട്ട് ദ ലാമ്പ്. പ്ലീസ് പുട്ട് ഔട്ട് ദ ലാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ലാമ്പ് കെടുത്താൻ അല്ലെ, വെളിച്ചം കെടുത്താനാ പറയുന്നത്. ഓക്കെ, പ്ലീസ് പുട്ട് ഔട്ട് ദ ലാമ്പ് എന്ന് പറഞ്ഞാല് വെളിച്ചം കെടുത്തത്. ഇങ്ങനെ തന്നെ പഠിച്ചിട്ട് പുട്ട് ഔട്ട്, എക്സ്റ്റിംഗ്വിഷ്, കെടുത്ത. ഓക്കെ, she put on her coat. put on എന്ന് പറഞ്ഞാൽ wear. okay, I put on blue t-shirt ആണ് ഞാൻ wear ചെയ്തിട്ടുള്ളത്. I put on എന്ന് പറഞ്ഞാൽ wear ചെയ്യുക. put off എന്ന് പറഞ്ഞാൽ postpone ചെയ്യുക. the meeting was postponed, put off till Monday. എന്റെ postpone ചെയ്യുക അല്ലെ, മീറ്റിംഗ് മൺഡേയിലേക്ക് postpone ചെയ്യാണ്. ഓക്കെ, ഫ്രേസൽ വെർബിൽ put up എന്ന് പറഞ്ഞാൽ എന്താണ്? put up എന്ന് പറഞ്ഞാൽ show or display എന്നാണ് put up ന്റെ മീനിങ്. the team put up a great performance. ടീം ഒരു ഗ്രേറ്റ് പെർഫോമൻസ് ആണ് ഡിസ്പ്ലേ ചെയ്തത്. put by എന്ന് പറഞ്ഞാൽ സേവ് എന്നാണ് അർത്ഥം. put by എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യാണ് അർത്ഥം. അതായത് we should put by some money for emergency സിറ്റുവേഷന് വേണ്ടി നമ്മൾ കുറച്ച് മണി സേവ് ചെയ്യണം. put by. ഓക്കെ, put by എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യണം. ഓക്കെ, ഇത് പഠിക്കാൻ വേറെ ഷോർട്ട് കട്ട് ഒന്നുമില്ല, ഇതിങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. put back എന്ന് പറഞ്ഞാൽ റീപ്ലേസ് എന്നാണ് put back മീൻ ചെയ്യുന്നത്. put back the book after reading. വായിച്ചതിന് ശേഷം പുസ്തകം തിരിച്ചു വെക്കണം അല്ലെ, റീപ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ മാറ്റണം അല്ലെ, റീപ്ലേസ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് put back എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഫ്രേസൽ വെർബ് ക്ലിയർ അല്ലേ? പുട്ട് വെച്ചുള്ള ഫ്രേസൽ വെർബ് ക്ലിയർ അല്ലേ? യെസ്, അപ്പൊ നമ്മൾ ഓൾ ചാപ്റ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററിലും വരുന്ന ഗ്രാമർ ഏരിയ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഈ വീഡിയോ ഒന്നുകൂടി ബാക്ക് അടിച്ച് കണ്ടു കേട്ടോ. അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാവേ. എല്ലാവർക്കും ഡൗട്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പം ദുആ ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ദുആ ചെയ്യാം. എല്ലാവരും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. നമ്മൾ ഈ ചാപ്റ്ററിലുള്ള എല്ലാ ചാപ്റ്റേഴ്സ് കവർ ചെയ്തു, ഗ്രാമർ കവർ ചെയ്തു. അപ്പൊ ഈ ഒരു യൂട്യൂബ് വീഡിയോ അല്ലെ, യൂട്യൂബ് ലൈവ് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇനി മനസ്സിലാവാത്ത ഏതെങ്കിലും ചാപ്റ്റർ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ബാക്കിലേക്ക് പോയി കണ്ടാലും നിങ്ങൾക്ക് ഒന്നും കൂടെ അത് മനസ്സിലാവും കേട്ടോ. ഓക്കെ, എക്സാം ആണ് നാളെ. എല്ലാവരും നല്ല പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ ഒരുപാട് പേപ്പേഴ്സ് എടുക്കുക, നല്ല രീതിയിൽ അത് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.